2003 മുതൽ 2024 വരെ PSC നടത്തിയ കോൺകോഡ് എന്ന ടോപ്പിക്കിൽ നിന്നുള്ള 152 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ 152 ചോദ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കോൺകോഡ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഏതൊക്കെ ഭാഗത്തിലൂടെ, ഏതൊക്കെ റൂൾസിലൂടെ, അല്ലെങ്കിൽ നമുക്ക് പഠിക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെ എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് ഒരിക്കലും സ്കിപ്പ് ചെയ്ത് പോകരുത്. ഇത് ഇച്ചിരി ലെങ്ത് ഉണ്ടാവും, ഒരു ലെങ്തി ക്ലാസ് ആണ്. കാരണം ഈ 152 ചോദ്യങ്ങൾ നമുക്കിവിടെ ചർച്ച ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2005 ചോദിച്ച ചോദ്യമാണ്. ഞാൻ ഈ ചോദ്യപേപ്പറിലെ പരീക്ഷയുടെ പേരോ അല്ലെങ്കിൽ വർഷമോ ഒന്നും ഞാൻ വായിച്ചു പോകുന്നില്ല. അതിനാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടിരിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കുക, ദ പോയറ്റ് ആൻഡ് ദ ഡ്രമാറ്റിസ്റ്റ് ഡാഷ് ഡെഡ്. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ 2 വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത്, അല്ലെ? ഇടയ്ക്ക് ആൻഡ് വന്നു. അപ്പൊ അങ്ങനെ ആകുമ്പോൾ തീർച്ചയായിട്ടും എന്തായിരിക്കും? പ്ലൂറൽ ആയിരിക്കും വരിക. നമുക്ക് അറിയാം പ്ലൂറൽ ഫോം ആണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ പ്ലൂറലായിട്ട് നമുക്ക് ആറും ഉണ്ട്, ഹാവും ഉണ്ട്. അതിനകത്ത് ഏതായിരിക്കും നമുക്ക് എഴുതാൻ പറ്റുക? നമ്മൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ആ പോയറ്റും ആ ഡ്രമാറ്റിസ്റ്റും മരിച്ചിരിക്കുന്നു എന്നർത്ഥമില്ല, ഇത് മരണപ്പെട്ടിരിക്കുന്നു എന്നർത്ഥമില്ല. അപ്പോൾ ഒരു അവസ്ഥയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്, ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിനെ സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന അത് എപ്പോഴും ബിയുടെ ഫോംസ് ആയിരിക്കും. അതായിരിക്കും ബിയുടെ ഫോംസ്. ബി ഫോംസ് എന്ന് പറയുമ്പോൾ ഈസ്, ആം, ആർ, വാസ്, വെയർ, പിന്നെ ഹാസ് ബീൻ, ഹാവ് ബീൻ, ഹാഡ് ബീൻ, ബീയിങ്, ബീൻ, ഇതൊക്കെയാണ് ബിയുടെ ഫോംസ്. അപ്പോൾ ഇവിടെ ബിയുടെ ഫോംസ് ആണ് വരേണ്ടത്. അത് പ്ലൂറലും ആയിരിക്കണം. അപ്പോൾ ഇതിനകത്ത് ആർ എന്ന് പറയുന്നത് ബിയുടെ ഫോമാണ്, പ്ലൂറലാണ്. സോ നമുക്കിവിടെ ആർ എഴുതാം. ഇതാണ് കറക്റ്റ് ആൻസർ. ഈ ഹാവ് എന്ന് പറയുന്ന ഉടമസ്ഥയെ സൂചിപ്പിക്കാനാണ്, അതൊരിക്കലും ഇവിടെ വരില്ല. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ നോക്കുക, ഇവിടെ 2 ഇടത്തും ദായുണ്ട്. ദ എന്ന് പറയുന്നത് എന്താണ്? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. അതായത് ആർട്ടിക്കിൾസിൽ പെടുന്നതാണ് ദ. നമുക്കറിയാം ആർട്ടിക്കിൾസ് 2 തരമുണ്ട്. ഏതൊക്കെയാണ്? ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസും ഡെഫിനിറ്റ് ആർട്ടിക്കിളും. അപ്പൊ ഇത്തരത്തിലുള്ള ആർട്ടിക്കിൾസോ അല്ലെങ്കിൽ പൊസസീവ് അഡ്ജക്റ്റീവ്സോ ഈ ആദ്യത്തെ മുമ്പിൽ വരികയും രണ്ടാമത്തെ മുന്നിൽ വരുത്തില്ല, അല്ലെ? രണ്ടാമത്തിന്റെ മുന്നിൽ ഇങ്ങനെ വരാതെ വരികയും ചെയ്യുകയാണെങ്കിൽ, അതായത് 2 വ്യക്തികളെ കുറിച്ച് പറയുമ്പോൾ ഇടയ്ക്ക് ആൻഡ് വരികയും ആദ്യത്തിന്റെ തൊട്ടു മുമ്പിൽ ആർട്ടിക്കിൾസോ പൊസസീവ് അഡ്ജക്റ്റീവ്സോ വരികയാണെങ്കിൽ അതെന്തായി നമ്മൾ കണക്കാക്കണം? സിംഗുലർ ആയിട്ട് കണക്കാക്കണം. ഇവിടെ ദ പോയറ്റ് ആൻഡ് ഡ്രമാറ്റിസ്റ്റ് എന്ന് മാത്രമേ ആയിരുന്നെങ്കിൽ, ഇവിടെ ദ ഇല്ലാതെ ദ പോയറ്റ് ആൻഡ് ഡ്രമാറ്റിസ്റ്റ് എന്ന് പറയുമ്പോൾ അതെന്തായി മാറും? ഒരാൾ തന്നെയാണ്. അപ്പൊ സിംഗുലർ ആയിട്ട് നമ്മൾ കണക്കാക്കുക. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ഈ 2 ഇടത്തും ഇതേപോലെ ദ വന്നു. അപ്പൊ ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ പൊസസീവ് അഡ്ജക്റ്റീവ്സ് 2ന്റെയും മുന്നിൽ വരികയാണെങ്കിൽ അത് പ്ലൂറലും, അല്ലെ? എന്നാൽ ആദ്യത്തിന്റെ മുന്നിൽ മാത്രം വരികയാണെങ്കിൽ അത് സിംഗുലർ ആയിട്ടായിരിക്കണം നമ്മൾ കണക്കാക്കേണ്ടത്. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് താഴെ വരുന്നുണ്ട്, നമുക്കവിടെ ചർച്ച ചെയ്യാം. അപ്പൊ ഇവിടെ എന്തായാലും 2 ഇടത്ത് ഇതുണ്ട്, ആർട്ടിക്കിൾ, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉണ്ട്. സോ ഇത് പ്ലൂറലാണ്, 2 പേരെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ആറാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? 2003 ചോദിച്ചതാണ്. എ ഗുഡ് ഡീൽ ഓഫ് ഇൻഫർമേഷൻ ഡാഷ് ബീൻ കളക്റ്റഡ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ എന്താണ് ഇതിന്റെ പ്രത്യേകത? എന്താ ഇവിടുത്തെ സബ്ജക്റ്റിന്റെ പ്രത്യേകത? ഇത് വാക്കുകളുടെ കൂട്ടമാണ്, അല്ലെ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ചിലപ്പോൾ സബ്ജക്റ്റ് സിംഗിൾ വേർഡായിട്ട് നിൽക്കുകയും എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഇതേപോലെ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ എപ്പോഴും ഈ ഓഫ്, അല്ലെങ്കിൽ ഇവിടെ ഓഫ് എന്താ? പ്രിപ്പോസിഷനാണ്. അവിടെ ഒരു പ്രിപ്പോസിഷൻ ഉണ്ടാവും, അല്ലെ? പ്രിപ്പോസിഷന്റെ മുന്നേ വരുന്നതിനെ ആശ്രയിച്ചായിരിക്കും നമ്മൾ പൊതുവെ എഴുതുക. ചില സന്ദർഭങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനുശേഷവും നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ഇൻഫർമേഷനെയാണ് പരിഗണിക്കേണ്ടത്. ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തായിരിക്കും? ആ സിംഗുലർ ഫോമിലേ പറയത്തുള്ളൂ. സോ അങ്ങനെ ആകുമ്പോൾ ഇവിടെ സിംഗുലർ തന്നെയായിരിക്കണം വരേണ്ടത്. ഇവിടെ ബീൻ വന്ന സ്ഥിതിക്ക് നമുക്കറിയാം ബീൻ എപ്പോഴും ഹാസിന്റെ, ഹാവിന്റെ കൂടെ ചേരത്തുള്ളൂ, അല്ലെങ്കിൽ ഹാഡിന്റെ കൂടെ ചേരത്തുള്ളൂ, ബീൻ. അപ്പൊ ഇവിടെ ഹാസോ, ഹാവോ, ഹാഡോ, അതിനകത്ത് സിംഗുലർ ആയിട്ട് വരുന്ന ഏതാണ്? ഹാസ് ആണ്. ഹാഡ് നമുക്ക് 2 ഇടത്ത് ഉപയോഗിക്കാം, സിംഗുലറിലൂടെയും പ്ലൂറലിലൂടെയും ഉപയോഗിക്കാം. നമ്മൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് ഹാസ് ഉണ്ട്, ഹാവ് ഉണ്ട്, ഹാഡ് ഉണ്ട്. ഇവിടെ നമുക്ക് ഏതായിരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടത്? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു സിമ്പിൾ സെന്റൻസ് ആണ്, അല്ലെ? ഒരു സിമ്പിൾ സെന്റൻസ് ആണല്ലോ. ഇവിടെ പ്രത്യേകിച്ചൊരു ടൈമിംഗ് വേർഡൊന്നും നൽകിയിട്ടില്ല. അങ്ങനെ പ്രത്യേകിച്ചൊരു ടൈമിംഗ് വേർഡ് വരാതിരിക്കുകയും ഇത്തരത്തിൽ അത് സിമ്പിൾ സെന്റൻസ് ആയിട്ട് വരികയും ചെയ്യുന്ന സന്ദർഭത്തിൽ
നമ്മുടെ ഓപ്ഷനിൽ നിന്ന് നമ്മൾ എപ്പോഴും പ്രസന്റിന്റെ വേർബ് ഫോമേ എടുക്കാവൂ, പ്രസന്റ് ടെൻസിന്റെ. അപ്പോൾ ഇവിടെ പ്രസന്റ് ടെൻസ് ആയിട്ട് വരുന്ന ഏതാ? ഹാസും ഹാവും ആണ്. ഇതിനകത്ത് നമുക്ക് ഇനി ഏതേ പറ്റത്തുള്ളൂ. ഇവിടെ ഇൻഫർമേഷൻ ഞാൻ പറഞ്ഞു, ആ ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് സിംഗിൾ ആയിട്ട് ഉപയോഗിക്കത്തുള്ളൂ. സോ അതുകൊണ്ട് ഹാസ് ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ അല്ലെ. ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ ആണ് ഹാസ്. ഹാസ് ആണ് ഇവിടെ വരേണ്ടത്, ഹാസ് ബീൻ ആണ് ഇവിടെ വരേണ്ടത് അല്ലെ. എ ഗുഡ് ഡീൽ ഓഫ് ഇൻഫർമേഷൻ ഹാസ് ബീൻ കളക്റ്റഡ്. അപ്പൊ ഹാസ് ആണ് ശരിയായിട്ടുള്ള ആൻസർ അല്ലെ. അപ്പം ഹാസ് ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. എ ബ്രൂഡ് ഓഫ് ബേർഡ്സ് ഡാഷ് സീൻ ആൾവേസ് നിയർ ദ റിവർ. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ എ ബ്രൂഡ് ഓഫ് ബേർഡ്സ് എന്ന് പറയുമ്പോൾ ഈ എ ബ്രൂഡ് എന്ന് പറയുന്നതിനായിരിക്കും നമ്മൾ പരിഗണിക്കേണ്ടത് അല്ലെ. ഇവിടെയും എന്താണിത്? ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. ഇവിടത്തെയും എന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആയിട്ടാണ് നിൽക്കുന്നത് സബ്ജക്റ്റ്. പകരം നമ്മൾ പ്രിപ്പോസിഷൻ നോക്കണം. ചില സന്ദർഭങ്ങളിൽ പ്രിപ്പോസിഷന് മുമ്പിൽ വരുന്നതും ചില സന്ദർഭങ്ങളിൽ നമ്മൾ പ്രിപ്പോസിഷന് ശേഷം വരുന്നതാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. ഇവിടെ നമ്മൾ മുന്നിൽ വന്നിരിക്കുന്നതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എ ബ്രൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സിംഗുലറിനെ സൂചിപ്പിക്കുന്നതാണ്. സോ ഇവിടെ നമുക്ക് സിംഗുലർ ആയിട്ടുള്ള സംഭവങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ സീൻ എന്ന് വന്നിട്ടുണ്ട്, V3 ഫോം ആണ്. V3 ഫോമിന്റെ മുന്നിൽ നമുക്ക് ബി ഫോംസ് ഉപയോഗിക്കാം, ഹാവ് ഫോംസും നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം നോക്കാം. ഇവിടെ സിംഗുലർ ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. സിംഗുലർ ആകുമ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് സിംഗുലർ ആയിട്ട് വന്നിരിക്കുന്നത് ഏതാ? ആൻഡ് ഈസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹാവ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? ഒന്നാമത്തെ കാര്യം ഇത് സിംഗുലർ ആണ്. അപ്പൊ സിംഗുലറിന്റെ ഇവിടെ പ്ലൂറലും പറ്റത്തില്ല. പകരം ഇവിടുത്തെ അർത്ഥവും ശരിയാവത്തില്ല. അതായത് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? റിവറിന്റെ അടുത്തായിട്ട് ഈ ബേർഡ്സിനെ കാണപ്പെടുന്നു എന്നർത്ഥത്തില്ല. അപ്പൊ കാണപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഈ എ ബ്രൂഡ് ഓഫ് ബേർഡ്സ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത് അല്ലെ. ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്ത് പറയുന്നത് ഏതായിരിക്കും? പാസീവ് വോയിസ് ആയിരിക്കും. അപ്പൊ നമ്മൾ നോക്കണം, നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് ആക്റ്റീവ് വോയിസിലാണോ പാസീവ് വോയിസിലാണോ നോക്കുക. ആക്റ്റീവ് വോയിസ് ആകുമ്പോൾ എന്തായിരിക്കും? സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കും. പാസീവ് വോയിസ് എന്തിന് പ്രാധാന്യം കൊടുക്കും? ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കും. ഇവിടെ ഈ കാണപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഈ ബേർഡ്സ് അല്ല കാണുന്നത്, പകരം നമുക്ക് കാണാൻ നിർത്തില്ല, അല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന നിർത്തില്ല. അപ്പൊ നമ്മളാണ് കാണുന്നത് അല്ലെ. അപ്പൊ ആ പ്രവൃത്തി ചെയ്യുന്ന നമ്മൾ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആയിരിക്കും ആണല്ലോ. അപ്പോൾ നമ്മൾ പക്ഷികളെ കാണും നിർത്തില്ല. അപ്പൊ പക്ഷികൾ ഇവിടുത്തെ എന്താണ്? ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ഒബ്ജക്റ്റിലാണ് തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഒബ്ജക്റ്റ് തുടങ്ങുകയാണെങ്കിൽ എപ്പോഴും അവിടെ വരേണ്ടത് എപ്പോഴും എന്തായിരിക്കണം? ബിയുടെ ഫോംസ് ആയിരിക്കണം. ബി ഫോംസ് പ്ലസ് V3 എന്നായിരിക്കണം വരേണ്ടത്. ഇവിടെ V3 ഉണ്ട്, അപ്പൊ പിന്നെ ബിയുടെ ഫോംസ് വരാവൂ. ബിയുടെ ഫോംസ് ആയിട്ട് ഇവിടെ ഇരിക്കുന്ന ഈസ്, ആർ, വെയർ ആണ്. എ ബ്രൂഡ് ഓഫ് ബേർഡ്സ് സിംഗുലർ ആയതുകൊണ്ട് നമുക്ക് ഈസ് ഉപയോഗിക്കാം. ഈസ് ആണ് കറക്റ്റ് ആൻസർ അല്ലെ. എ ബ്രൂഡ് ഓഫ് ബേർഡ്സ് ഈസ് സീൻ ഓൾവേസ് നിയർ ദ റിവർ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. മോർ ദാൻ വൺ പേഴ്സൺ ഡാഷ് ഫിയർ ടു ബി ഡ്രൗണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മോർ ദാൻ വൺ പേഴ്സൺ എന്ന് പറയുമ്പോൾ അത് എപ്പോഴും സിംഗുലർ ആയിരിക്കും അല്ലെ. സിംഗുലർ ആയിട്ടേ നമ്മൾ ഉപയോഗിക്കാവൂ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സിംഗുലർ ആയിട്ട് ഏതൊക്കെയാന്ന് നോക്കുമ്പോൾ ഹാസും ഉണ്ട്, ഈസും ഉണ്ട്. ഇവിടെ നമുക്ക് ഹാസ് എഴുതാൻ പറ്റുമോ, ഈസ് എഴുതാൻ പറ്റുമോ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതും എന്ത് തന്നെയാണ്? ഒരു പാസീവ് വോയിസിലുള്ള ഒരു സെന്റൻസ് ആണ്. പാസീവ് വോയിസിലുള്ള സെന്റൻസ് എന്ന് പറയുമ്പോൾ അത് ഒബ്ജക്റ്റിലായിരിക്കും പ്രാധാന്യം കൊടുക്കുക, അല്ലെങ്കിൽ ഒബ്ജക്റ്റിലായിരിക്കും തുടങ്ങുക. അപ്പോൾ ഇവിടെ മോർ ദാൻ വൺ പേഴ്സൺ എന്ന് പറയുന്നത് സബ്ജക്റ്റ് അല്ല, പകരം ഇതൊരു ഒബ്ജക്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഒബ്ജക്റ്റിൽ തുടങ്ങുകയാണെങ്കിൽ അത് പാസീവ് ഫോം ആയിരിക്കണം. പാസീവ് ഫോമിന്റെ വെർബ് ഫോം എങ്ങനെ ആയിരിക്കണം? ബി ഫോംസ് പ്ലസ് V3 എന്നായിരിക്കണം. ബിയുടെ രൂപങ്ങൾ പ്ലസ് V3 എന്നായിരിക്കണം. അപ്പോൾ ഇവിടെ ബിയുടെ ഫോംസേ വരാവൂ. ഹാസ് ഒരിക്കലും ബിയുടെ ഫോംസ് അല്ല. സോ അതിനെ നമുക്ക് കളയാം. ഇവിടെ എന്ത് പറ്റത്തുള്ളൂ? ഈസേ പറ്റത്തുള്ളൂ. അപ്പൊ ഈസ് ഫിയർ ടു ബി ഡ്രൗണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം? അതായത് ഒന്നിൽ കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്യപ്പെട്ടു? മുങ്ങിപ്പോയിട്ടുണ്ടെന്ന് ഭയക്കുന്നു എന്നർത്ഥത്തില്ല അല്ലെ. ഭയപ്പെടുന്നു എന്നർത്ഥമില്ല. അപ്പൊ ഇവിടെ ഭയക്കുക എന്ന് പറയുന്നത് ഇവരല്ല, പകരം ഈ ആശങ്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അതോറിറ്റീസ് ആയിരിക്കും അല്ലെ, അല്ലെങ്കിൽ ബാക്കിയുള്ള ജനങ്ങൾ അല്ലെ. ജനങ്ങളാണ് ആശങ്കപ്പെടുന്നത് അല്ലെങ്കിൽ ഭയക്കുന്നത്. അപ്പൊ ഇവിടെ ഫിയർ എന്ന് പറയുന്ന പ്രവൃത്തി ഒരിക്കലും ഈ മോർ ദാൻ വൺ പേഴ്സൺ അല്ല ചെയ്യുന്നത് അല്ലെ. അപ്പം മോർ ദാൻ വൺ പേഴ്സൺ എന്തായിരിക്കും? ഒബ്ജക്റ്റ് ആയിരിക്കും. അപ്പൊ ഒബ്ജക്റ്റ് തുടങ്ങുന്നത് പാസീവ് വോയിസ് ആണ്. പാസീവ് വോയിസ് ആകുമ്പോൾ അവിടുത്തെ വെർബ് ഫോം എപ്പോഴും ബി ഫോംസ് പ്ലസ് V3 എന്നായിരിക്കണം. അപ്പൊ അങ്ങനെ അവിടെ വരേണ്ടത് എന്തായിരിക്കണം? ഇവിടെ നോക്കാം, ബിയുടെ ഫോംസ് ആയിട്ട് വന്നിരിക്കുന്ന ആറും ഉണ്ട്, ഈസും ഉണ്ട്. ഇവിടെ സിംഗിൾ ആയിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റത്തുള്ളൂ. സോ ഈസ് ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. നെയ്തർ ഓഫ് ദം ഡാഷ് ഇൻവൈറ്റഡ് ടു ദ പാർട്ടി. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നെയ്തർ ഓഫ് ദം അല്ലെങ്കിൽ നെയ്തറിൽ തുടങ്ങിയാണെങ്കിൽ അല്ലെ, നെയ്തർ എന്ന് പറഞ്ഞു തുടങ്ങിയാണെങ്കിൽ എപ്പോഴും അവിടെ സിംഗുലർ ആയിരിക്കണം വരേണ്ടത്. എന്നാൽ നണ്ണായിരുന്നെങ്കിലോ, നണ്ണിൽ തുടങ്ങിയാണെങ്കിൽ നമ്മൾ ഈ ഓഫിന് ശേഷം വന്നിരിക്കുന്നതായിരിക്കണം നമ്മൾ നോക്കേണ്ടത്. അപ്പൊ നൺ ഓഫ് ദം എന്ന് പറയുമ്പോൾ ആ ഓഫിന് ശേഷം വന്നിരിക്കുന്നതാണ് പരിഗണിക്കേണ്ടത്. ഇവിടെ ദം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്ലൂറലാണ്. സോ ഇവിടെ നൺ ഓഫ് ദം എന്നായിരുന്നെങ്കിൽ ഇവിടെ പ്ലൂറൽ ഉപയോഗിക്കണമായിരുന്നു.
എന്നാൽ നെയ്തർ ഓഫ് ദം വരുമ്പോൾ ആ നെയ്തർ ഓഫ് എന്ന് വെച്ച രീതി വരുമ്പോൾ നമ്മൾ നെയ്തറിനെയാണ് പരിഗണിക്കേണ്ടത്. നെയ്തർ എപ്പോഴും എന്താണ് സിംഗുലർ ആയിട്ട് നമ്മൾ പരിഗണിക്കത്തുള്ളൂ. ഇവിടെ സിംഗുലർ ആയിട്ടുള്ള സംഭവമാണ് വരേണ്ടത്. അത് ഇവിടെ സിംഗുലർ ആയിട്ട് വന്നിരിക്കുന്നത് ഏതാണ്? വാസ് ആണ് അല്ലെ. നെയ്തർ ഓഫ് ദം വാസ് ഇൻവൈറ്റഡ് ടു ദ പാർട്ടി. ഇനി എന്തുകൊണ്ട് ഇവിടെ ഹാഡ് വന്നുകൂടാ? ഹാഡ് നമുക്ക് പറയാം, ഇത് രണ്ട് പാസ്റ്റ് ടെൻസ് ആണല്ലോ പറയുന്നത്. എന്തുകൊണ്ട് ഇവിടെ ഹാഡ് ഉപയോഗിച്ചുകൂടാ? കാരണം ഹാഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കണം, ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അവരിൽ ആരെയും പാർട്ടിയിലേക്ക് എന്താ ക്ഷണിച്ചില്ലെന്ന അർത്ഥത്തില്ല. ഇവിടെ ക്ഷണിക്കുക എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്യുന്നത് ഇവരല്ല, പകരം ആ പരിപാടി നടത്തുന്നവരാണ് ക്ഷണിക്കുക എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്യേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരെന്ന് പറയുന്നത് എന്തായിരിക്കും? ഒബ്ജക്റ്റ് ആയിരിക്കും. അപ്പൊ ഇതും ഒബ്ജക്റ്റിൽ തുടങ്ങുന്ന ഒരു സെന്റൻസ് ആണ്. അപ്പൊ അത് പാസീവ് വോയിസ് ആണ്. പാസീവ് വോയിസിൽ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ബി ഫോംസ് പ്ലസ് V3 എന്നാണ് വരേണ്ടത്. അപ്പൊ ബിയുടെ ഫോംസേ വരാവൂ. ഇവിടെ ബിയുടെ ഫോംസ് ആയിട്ട് നിൽക്കുന്നത് വാസും വേറുമാണ് അല്ലെ. ഇവിടെ സിംഗുലർ ആയതുകൊണ്ട് നമുക്ക് വാസ് ഉപയോഗിക്കാം. ഇനി നൺ ഓഫ് ദം എന്നായിരുന്നെങ്കിൽ നമുക്ക് വേർ ഉപയോഗിക്കാമായിരുന്നു. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ വാസ് ആണ്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കുമ്പോൾ ദ ചീഫ് മിനിസ്റ്റർ ആസ് വെൽ എസ് 2 അതർ മിനിസ്റ്റേഴ്സ് ഡാഷ് വിസിറ്റിംഗ് ദ പ്ലേസ് ടുഡേ. ഇവിടെ നോക്കാം, ആസ് വെൽ എസ് വന്നിട്ടുണ്ട്. ആസ് വെൽ എസ് വരുമ്പോൾ അതിനെ തൊട്ടും പോന്നിരിക്കുന്നതായിരിക്കും നമ്മൾ പരിഗണിക്കേണ്ടത്. ദ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ ഒറ്റ ഒരാളേ ഉള്ളൂ, അപ്പൊ സിംഗുലർ ആണ്. അപ്പൊ ഇവിടെ സിംഗുലർ ആയിട്ടുള്ള സംഭവമാണ് വരേണ്ടത്. നമുക്ക് തന്നിരിക്കുന്നത് സിംഗുലർ ആയിട്ട് വന്നിരിക്കുന്നത് വാസും ഈസുമാണ്. ഇവിടെ നോക്കാം ടുഡേ എന്ന് പറയുന്നു. അപ്പൊ പ്രസന്റ് ടെൻസ് ആണ്. പ്രസന്റ് ടെൻസ് വരുന്ന സമയത്ത് നമുക്ക് വാസ് ഉപയോഗിക്കാൻ പറ്റില്ല, പകരം നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ? ഈസേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വാസ് ഇവിടെ പറ്റില്ല. ഇപ്പൊ ഈസ് ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഡാഷ് ബിക്കമിങ് റെയർ ദീസ് ഡേയ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ അപ്പൊ ഇവിടെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പ്ലൂറൽ ആണല്ലോ, അവസരങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ എന്താണ്? പ്ലൂറൽ ഫോം ആണ് വരേണ്ടത്. നമുക്ക് തന്നിരിക്കുന്നത് പ്ലൂറലായിട്ട് വന്നിരിക്കുന്നത് ഏതാ? വേറുണ്ട് അല്ലെ, ആറുണ്ട്, ഹാവ് ഉണ്ട്, വേറുണ്ട്. ഇതിനകത്ത് ഏതായിരിക്കും നമ്മൾ ഉപയോഗിക്കുക? നമ്മൾ മനസ്സിലാക്കേണ്ടത് ബിക്കമിങ് എന്ന് പറയുമ്പോൾ ING ഫോം ആണല്ലോ. ING ഫോമിന്റെ തൊട്ട് മുമ്പ് നമ്മൾ ബിയുടെ ഫോംസ് നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഹാവ് നമുക്ക് പറ്റത്തില്ല. അപ്പൊ നമുക്കിനി വേർ ഉപയോഗിക്കാം, ആർ ഉപയോഗിക്കാം. ഇനി ഈസ് ഇവിടെ പറ്റുമോ? കാരണം ഇവിടെ പ്ലൂറലാണ്. പ്ലൂറൽ ആയത്തേക്ക് ഈസിനെയും പറ്റത്തില്ല. ഹാവ് എന്തുകൊണ്ട് പറ്റുന്നില്ല? കാരണം ഇവിടെ ING ഫോം ഓഫ് വെർബ് ആണ്. അതിന്റെ മുന്നിൽ വരേണ്ടത് എപ്പോഴും ബിയുടെ ഫോംസ് ആയിരിക്കണം. ഇവിടെ ബിയുടെ ഫോംസിൽ പ്ലൂറലായിട്ട് നിൽക്കുന്നത് വേറും ആറുമാണ്. ഇനി എന്തായിരിക്കും? ദീസ് ഡേയ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദീസ് ഡേയ്സ് എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? പ്രസന്റിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ ഇവിടെ പ്രസന്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഏതാ? ആറാണ്. അപ്പൊ ആറാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അപ്പം എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആർ ബിക്കമിങ് റെയർ ദീസ് ഡേയ്സ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ ആറാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. വൺ ഓഫ് മൈ ടീച്ചേഴ്സ് ഡാഷ് എ ഫേമസ് നോവലിസ്റ്റ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വൺ ഓഫ് വെച്ച് തുടങ്ങുന്നത്. വൺ ഓഫ് വെച്ച് തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഇവിടെ നമ്മൾ വണ്ണിനെ ആയിരിക്കണം ആശ്രയിക്കേണ്ടത്. ഈ ഓഫ് ആണ് പ്രിപ്പോസിഷൻ. അതിന് മുന്നിൽ വന്നിരിക്കുന്ന വണ്ണിനെ ആയിരിക്കും നമ്മൾ ആശ്രയിക്കേണ്ടത്. വൺ എപ്പോഴും എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. അപ്പോൾ ഇവിടെ സിംഗുലർ ആയിട്ടുള്ള കാര്യമാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ വൺ ഓഫിന് ശേഷം പറഞ്ഞതിന് ശേഷം പിന്നെ റിലേറ്റീവ് പ്രൊനൗൺ ഇപ്പൊ ഹൂ അല്ലെങ്കിൽ ദാറ്റ് എന്ന രീതി വരികയാണെങ്കിൽ പിന്നീട് നമ്മൾ പ്ലൂറൽ ഫോമേ ഉപയോഗിക്കാവും. ഓക്കെ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വൺ ഓഫ് മൈ ടീച്ചേഴ്സ് ഹൂ ഡാഷ് എന്നായിരുന്നെങ്കിൽ നമ്മളിവിടെ പ്ലൂറൽ ഉപയോഗിക്കാവും. എന്നാൽ വൺ ഓഫ് മൈ ടീച്ചേഴ്സ് എന്ന് മാത്രമേ ഉള്ളൂ, ഹൂ എന്നോ ദാറ്റ് എന്നോ ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ വണ്ണിനെ ആശ്രയിച്ച് നമുക്കിവിടെ സിംഗുലർ ഉപയോഗിക്കാം. ഇവിടെ നമുക്ക് ഇവിടെ സിംഗുലർ ആയിട്ട് വന്നിരിക്കുന്ന ഏതാ? ഈസും ഉണ്ട്, ഹാസും ഉണ്ട്. ആറും വേറും എന്താണ്? പ്ലൂറലാണ്. ഇവിടെ ഈസ് ഉപയോഗിക്കുമ്പോൾ ഹാസ് ഉപയോഗിക്കും. ഇവിടെ എന്താ പറയുന്നത്? വൺ ഓഫ് മൈ ടീച്ചേഴ്സ് ഡാഷ് എ ഫേമസ് നോവലിസ്റ്റ് എന്നാണ്. അപ്പൊ ഇത് സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്, ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ് അല്ലെ. എന്റെ ടീച്ചർമാരിൽ ഒരാൾ എന്താണ്? ഫേമസ് നോവലിസ്റ്റ് ആണ് അല്ലെങ്കിൽ ആകുന്നു എന്നാ പറയുന്നത്. അപ്പൊ ആണ്, ആകുന്നു എന്നൊക്കെ അർത്ഥം നൽകുന്നത് ഈസ്, ആം, ആറാണ് അല്ലെ. അപ്പൊ ഇവിടെ സിംഗുലർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഈസ് ആണ്. ഈസ്. ഹാസ് എപ്പോഴും ഉടമസ്ഥയെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ അത് വരത്തില്ല. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഈസ് ആണ്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. മെനി എ ലൈഫ് ഡാഷ് ലോസ്റ്റ് ഇൻ ദ ഷിപ്പ് റെക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്ക്, മെനിയെ എന്ന് പറഞ്ഞിട്ട് വരികയാണ് അല്ലെ. മെനിയെ എന്ന് പറഞ്ഞിട്ട് വരിക തുടങ്ങുന്നത് എപ്പോഴും സിംഗുലർ ആയിട്ടേ നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ. മെനിയെ അല്ലെ. മെനിയെ എന്നും പറഞ്ഞിട്ട് ഇവിടെ എന്തും വരാം, അതും സിംഗുലർ ആയിരിക്കും. എ വന്നുകൊണ്ട് ഇവിടെയും സിംഗുലർ ആയിരിക്കും. ഇനി എക്ക് ശേഷം വരുന്നത് ഇപ്പൊ മെനിയെ എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് എപ്പോഴും സിംഗുലർ ആയിരിക്കും. അപ്പൊ ഇവിടെ ഡാഷ് ലോസ്റ്റ് ഇൻ ദ ഷിപ്പ് റെക്ക് എന്നാ പറഞ്ഞത് വെച്ചാൽ കുറെ പേര് അല്ലെ, കുറെ ജീവിതങ്ങൾ എന്ത് ചെയ്തു? ആ ഷിപ്പ് റെക്കിൽ തകർന്നു പോയെന്ന അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് സിംഗുലർ ആയിട്ടുള്ളത് വരാവൂ. നമുക്ക് തന്നിരിക്കുന്നത് സിംഗുലർ ആയിട്ട് വന്നിരിക്കുന്നത് ഏതാ? ഹാസ് ബീൻ അല്ലെ. ഹാസ് ബീൻ. വേറും ഹാബീനും ആറും ഒക്കെ പ്ലൂറലാണ്. അപ്പൊ ഹാസ് ബീൻ ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം.
അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വൺ ഓഫ് ദ പേഴ്സൺസ് കിൽഡ് ഇൻ ദ ആക്സിഡന്റ് ഡാഷ് എ ഫ്രണ്ട് ഓഫ് മൈൻ. അപ്പൊ ഇതും വൺ ഓഫ് ത്തിലാണ് തുടങ്ങിയിരിക്കുന്നത്. വൺ ഓഫ് ദ പേഴ്സൺസ് കിൽഡ് ഇൻ ദ ആക്സിഡന്റ് ആണ് ഇവിടുത്തെ സബ്ജക്ട്. ഇതാണ് ഇവിടുത്തെ സബ്ജക്ട്. അതിൽ ഓഫ് വന്നിട്ടുണ്ട്. ഓഫിന് മുമ്പ് വന്നിരിക്കുന്നത് വൺ, അല്ലെങ്കിൽ വണ്ണിൽ തുടങ്ങുകയാണ്. വണ്ണിൽ തുടങ്ങുന്നത് വൺ ഓഫ് എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് എപ്പോഴും സിംഗുലർ ആയിരിക്കും. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൂ എന്നോ ദാറ്റ് എന്നോ ഉണ്ടെങ്കിൽ നമ്മൾ പ്ലൂറലിൽ എഴുതാവും. ഇവിടെ അങ്ങനെ ഹൂ എന്നോ ദാറ്റ് എന്നോ ഇല്ല. അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് സിംഗുലറെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ സിംഗുലർ ആയിട്ട് വന്നിരിക്കുന്ന വാസ് ആണ്. വാസ് ആണ് കറക്റ്റ് ആൻസർ. അല്ലെ, വാസ് ആണ് വരേണ്ടത്. വൺ ഓഫ് ദ പേഴ്സൺസ് കിൽഡ് ഇൻ ദ ആക്സിഡന്റ് വാസ് എ ഫ്രണ്ട് ഓഫ് മൈൻ എന്നതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ചിൽഡ്രൻ. ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുട്ടികൾ എന്നാണ് അർത്ഥം. അപ്പോൾ പ്ലൂറലാണ്. അപ്പോൾ ഇവിടെ പ്ലൂറലായിട്ടുള്ള ഏതാ? വേറും ഉണ്ട്, ആറും ഉണ്ട്. അല്ലെ, ആൻഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത് ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പിന്നെ ഈസ് ഉണ്ട്. ഈസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ചിൽഡ്രൻ വന്നത് സ്ഥിതിക്ക് അത് പ്ലൂറലാണ്. അപ്പോൾ വേറോ ആറാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ നോക്കിയത് എന്താണ്? ചിൽഡ്രൻ ഡാഷ് അഫ്രൈഡ് ഓഫ് ദ ഡാർക്ക് എന്ന് പറയുമ്പോൾ ഇതൊരു വസ്തുതയല്ലേ? കുട്ടികൾ ഇരുട്ടിനെ ഭയക്കുന്നു എന്ന് പറയുന്നത് അത് കാലത്തിന് അതീതമാണ്. അല്ലേ, അത് ഫാക്റ്റാണ്. അപ്പോൾ ഫാക്റ്റുകൾ എപ്പോഴും നമ്മൾ പ്രസന്റ് ടെൻസിലേ പറയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഇവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. പകരം നമുക്ക് ആറായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ചിൽഡ്രൻ ആർ അഫ്രൈഡ് ഓഫ് ദി ഡാർക്ക് എന്നതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. സെലക്ട് ദ കറക്റ്റ് ആൻസർ. നെയ്തർ ദ സോൾജേഴ്സ് നോർ ദർ കമാൻഡർ ഡാഷ്ഡ് ബ്ലെയിം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നെയ്തർ മാത്രമേ ഉള്ളെങ്കിൽ, അല്ലെ, നെയ്തർ എന്ന് മാത്രമേ ഉള്ളെങ്കിൽ ഞാൻ പറഞ്ഞു അത് സിംഗുലർ ആയിരിക്കും. എന്നാൽ നെയ്തർ നോർ, എയ്തർ ഓർ, അല്ലെ, അപ്പൊ നെയ്തർ എന്നോ എയ്തർ എന്നോ മാത്രമേ ഉള്ളൂ എങ്കിൽ അതെപ്പോഴും സിംഗുലർ ആയിരിക്കും. എന്നാൽ നെയ്തർ നോർ, എയ്തർ നോർ എന്ന രീതി വരികയാണെങ്കിൽ ആ നോറിന് ശേഷം വരുന്ന അല്ലെങ്കിൽ ഓറിന് ശേഷം വരുന്നതിനെയായിരിക്കും നമ്മൾ ആശ്രയിക്കേണ്ടത്. ഇവിടെ ദേർ കമാൻഡർ എന്നുള്ളതാണ്. ദേർ കമാൻഡർ സിംഗുലർ ആണ്, ഒരാളേ ഉള്ളൂ. അപ്പോൾ ഇവിടെ സിംഗുലർ ആയിട്ടുള്ള കാര്യമാണ് വരേണ്ടത്. നോക്കി, ഇവിടെ സിംഗുലർ ആയിട്ട് വന്നിരിക്കുന്നത് വാസുമുണ്ട്, ഈസുമുണ്ട്. ഇവിടെ ഏതായിരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടത്? ഞാൻ പറഞ്ഞത് സിമ്പിൾ സെന്റൻസ് ആണ്. ഇപ്പോൾ സിമ്പിൾ സെന്റൻസ് തരികയും അവിടെ പ്രത്യേകിച്ചൊരു ടെൻസിന്റെ ടൈമിംഗ് വേർഡോ അല്ലെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്ന ടെൻസിനെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ അതിനെ നമ്മൾ പ്രസന്റ് ടെൻസ് ആയിട്ട് പരിഗണിക്കണം. അങ്ങനെ ആകുമ്പോൾ ഇവിടെ നമുക്ക് ഈസ് ആയിരിക്കണം എഴുതാൻ പറ്റുക. ഈസ് ആണ് കറക്റ്റ് ആൻസർ. വാസ് നമുക്ക് പറ്റില്ല. കാരണം വാസ് എഴുതണമെങ്കിൽ തീർച്ചയായിട്ടും ഇത് പാസ്റ്റ് ടെൻസിലാണെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും വേണം. അങ്ങനെയൊന്നും ഇവിടെ തന്നിട്ടില്ല. സോ അങ്ങനെ പിന്നെ പ്രസന്റ് ആയി പരിഗണിച്ചുകൊണ്ട് നമുക്ക് ഈസിനെ ആൻസർ ആയിട്ട് എഴുതാം. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. പിക്ക് ദ കറക്റ്റ് വെർബ് ഫോം. 2 weeks ഡാഷ് നോട്ട് എ ലോങ് ടൈം ടു വെയിറ്റ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 weeks, 2 weeks അല്ലെങ്കിൽ എന്താണ് 5 rupees, അല്ലെ, അങ്ങനെ റുപ്പീസ്, വീക്സ് അല്ലെങ്കിൽ കിലോമീറ്റേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ അതിനെ നമ്മൾ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത് എപ്പോഴും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ 2 weeks എന്ന് പറയുന്നതാണ് ഒരു സിംഗിൾ യൂണിറ്റ് ആണ്. സോ ഡാഷ് എ ലോങ് ടൈം ടു വെയിറ്റ് എന്ന് വെച്ചാൽ 2 ആഴ്ച എന്ന് പറയുന്നത് നമുക്ക് അത്ര കാത്തിരിക്കേണ്ട വലിയൊരു നീളമുള്ള സമയമൊന്നും അല്ല എന്നാണ് പറയുന്നത്. അപ്പൊ അല്ല, ആകുന്നു എന്നൊക്കെ അർത്ഥം പറയണമെങ്കിൽ നമ്മൾ ബിയുടെ രൂപങ്ങളെ എഴുതാവും. ഇവിടെ സിംഗിൾ ആയിട്ട് വന്നിരിക്കുന്ന ഈസും ഉണ്ട്, ഹാസും ഉണ്ട്. പക്ഷെ സ്റ്റേറ്റ് ഓഫ് ബീങ് അല്ലെങ്കിൽ അല്ല, ആകുന്നു എന്നൊക്കെ ഒരു അർത്ഥം നൽകുന്ന ഏതായിരിക്കും? ഈസ് ആയിരിക്കും. അപ്പൊ ഇവിടെ ഈസ് ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ 2 weeks is not a long time to wait എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ചൂസ് ദ റൈറ്റ് ഓപ്ഷൻ. മൈ അങ്കിൾ ആൻഡ് മൈ ഗാർഡിയൻ ഡാഷ് മീ ടു ഗോ അബ്രോഡ് ഫോർ ഫർദർ സ്റ്റഡീസ്. ഇവിടെ നോക്കാം, ഇവിടെ പൊസസീവ് അഡ്ജക്റ്റീവ്സ് വന്നിരിക്കുന്നു, മൈയും ഇവിടെയും മൈ. അപ്പൊ രണ്ടിടത്തും പൊസസീവ് അഡ്ജക്റ്റീവ്സോ അല്ലെങ്കിൽ ആർട്ടിക്കിൾസോ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും പ്ലൂറലായിട്ടേ പരിഗണിക്കാവൂ. എന്നാൽ ആദ്യത്തെ തൊട്ട് മുമ്പ് മാത്രമേ ഉള്ളൂ ഇത്തരത്തിൽ പൊസസീവ് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് എങ്കിൽ അതിനെ നമ്മൾ സിംഗിളായിട്ട് പരിഗണിക്കണം. അത് ഞാൻ ആദ്യം പറഞ്ഞു തന്നിരുന്നു. ഇവിടെ രണ്ടിടത്തും മൈ ഉണ്ട്. അപ്പൊ ആ സ്ഥിതിക്ക് ഇത് 2 വ്യക്തികളാണ്. സോ നമുക്കിതിനെ പ്ലൂറലായിട്ടേ കണക്കാക്കാവൂ. ഇവിടെ പ്ലൂറലായിട്ട് വന്നിരിക്കുന്ന ഏതാ നോക്കുക? വാണ്ടാണ്. പിന്നെ ആർ വാണ്ടിങ്ങും ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വാണ്ട് എന്ന് പറയുന്ന വെർബ് എപ്പോഴും നമ്മൾ സിമ്പിൾ പ്രസന്റ് ഫോമിൽ ഉപയോഗിക്കത്തില്ല, അല്ലെങ്കിൽ ING സിമ്പിൾ പ്രസന്റ് എന്നല്ല, കണ്ടിന്യൂസ് ടെൻസ് ഫോമുകളിൽ ഉപയോഗിക്കത്തില്ല. അല്ലെ, കണ്ടിന്യൂസ് ടെൻസ് ഫോമുകളിൽ നമ്മൾ ഉപയോഗിക്കത്തില്ല. ഇപ്പൊ ആർ വാണ്ടിങ് പ്രസന്റ് കണ്ടിന്യൂസ്. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലോ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലോ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലോ പിന്നെ അതുപോലെ ഫ്യൂച്ചർ കണ്ടിന്യൂസിലോ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലോ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലോ ഉപയോഗിക്കത്തില്ല. അപ്പൊ നമുക്ക് ഇവിടെ ഇതിനെ പറ്റത്തില്ല. പിന്നെ എന്തേ പറ്റത്തുള്ളൂ? നമുക്ക് സിമ്പിൾ പ്രസന്റിലോ സിമ്പിൾ പാസ്റ്റിലോ സിമ്പിൾ ഫ്യൂച്ചറിലോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ പ്രസന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സിമ്പിൾ പ്രസന്റ് ആയിട്ട് വാണ്ട്. ഈ വാണ്ട് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, മൈ അങ്കിൾ ആൻഡ് മൈ ഗാർഡിയൻ വാണ്ട് മീ ടു ഗോ അബ്രോഡ് ഫോർ ഫർദർ സ്റ്റഡീസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഐഡന്റിഫൈ ദ കറക്റ്റ് ആൻസർ.
എ പെയർ ഓഫ് ഷൂസ് ഡാഷ് ഫൗണ്ട് നിയർ ദ സീൻ ഓഫ് മർഡർ യെസ്റ്റർഡേ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയും ഓഫ് വന്നിട്ടുണ്ട്, പ്രിപ്പോസിഷൻ വന്നിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. സബ്ജക്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം എന്താ, കാണപ്പെട്ടു എന്നർത്ഥമില്ല. അപ്പോൾ ഇത് ഒബ്ജക്റ്റ് ആണ് അല്ലെ, ഒബ്ജക്റ്റ് തുടങ്ങിയാണ്. അപ്പോൾ പാസീവ് വോയിസിലാണ്. പാസീവ് വോയിസ് ആകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ബി ഫോംസ് പ്ലസ് V3 ആണ് വരേണ്ടത്. ഈ ഫൗണ്ട് V3 ആണ്. അപ്പോൾ ഇനി വരേണ്ടത് ബിയുടെ രൂപങ്ങളാണ്. അതിനെ ആശ്രയിച്ച എ പെയർ ഓഫ് ഷൂസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ ആശ്രയിച്ചാണ്. ഇവിടെ നോക്കുക, എ പെയർ എന്ന് പറഞ്ഞ് തുടങ്ങുകയാണെങ്കിൽ എപ്പോഴും അതിനകത്തേക്കും സിംഗുലർ ആയിട്ട് നമ്മൾ പരിഗണിക്കത്തുള്ളൂ, എ പെയർ ഓഫ്. അപ്പോൾ സിംഗുലർ ആയിട്ട് ഇവിടെ വന്നിരിക്കുന്ന ഏതാ, ഈസ് ആണ്. ഈസും ഉണ്ട്, വാസും ഉണ്ട്. ഈസ് ആണോ വാസ് ആണോ? അവിടെ എസ്റ്റർഡേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ടെൻസിനെ സൂചിപ്പിക്കുന്നത് തന്നിട്ടുണ്ട്, എസ്റ്റർഡേ. എസ്റ്റർഡേ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഈസ് പറ്റത്തില്ല, പകരം വാസ് ആണ് പറ്റുക. അപ്പോൾ വാസ് ആണ് കറക്റ്റ് ആൻസർ. എ പെയർ ഓഫ് ഷൂസ് വാസ് ഫൗണ്ട് നിയർ ദ സീൻ ഓഫ് മർഡർ എസ്റ്റർഡേ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ വാസ് ആണ്. ഓക്കെ, വാസ് ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. സെലക്ട് ദ പ്രോപ്പർ വെർബ്. വൺ ഓഫ് ദ ബോയ്സ്. ഇനി ഒന്ന് നോക്കണ്ട, വൺ ഓഫ് എന്ന് പറഞ്ഞാണ് തുടങ്ങിയിരിക്കുന്നത്. ഇവിടെ പ്രത്യേകിച്ചൊരു റിലേറ്റീവ് പ്രൊനൗൺ ഒന്നും ഇല്ല, ഹൂ എന്നോ ദാറ്റ് എന്നോ ഇല്ല. അങ്ങനെ സ്ഥിതിക്ക് ഇത് തീർച്ചയായിട്ടും സിംഗിൾ ആയിട്ടേ പരിഗണിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ സിംഗിൾ ആയിട്ട് വരുമ്പോൾ സിംഗിൾ ആയിട്ട് വന്നിരിക്കുന്നത് ഏതൊക്കെയാണ് നോക്കാം. ഈസും ഉണ്ട്, ഹാസും ഉണ്ട്. ഈസ് വരുമോ ഹാസ് വരുമോ? ഇവിടെ നോക്കുക, എഴുതിയില്ലെന്നാ. അപ്പോൾ എഴുതിയില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ വൺ ഓഫ് ദ ബോയ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സബ്ജക്റ്റ് ആയിരിക്കും. അപ്പൊ സബ്ജക്റ്റിൽ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ബി ഫോംസ് എഴുതാൻ പാടില്ല. എങ്ങനെ, V3 ഫോം വരുന്ന സമയത്ത് അല്ലെ, V3 ഫോം വരുന്ന സമയത്ത് സബ്ജക്റ്റിലാണ് തുടങ്ങിയിരിക്കുന്നത്, അല്ലെങ്കിൽ ആക്റ്റീവ് വോയിസ് ആണ് നമ്മുടെ സെന്റൻസ് എങ്കിൽ ഒരിക്കലും ബിയുടെ ഫോംസ് ആയി ഈസ് എഴുതാൻ പാടില്ല. നേരെ മറിച്ച് ഇത് പാസീവ് വോയിസ് ആണെങ്കിൽ നമുക്കിവിടെ എഴുതാമായിരുന്നു, ഈസ് എഴുതാമായിരുന്നു. അപ്പോൾ ഇത് ആക്റ്റീവ് വോയിസ് ആണ്. ആക്റ്റീവ് വോയിസ് ആയ സ്ഥിതിക്ക് V3ക്ക് തൊട്ട് മുമ്പിൽ ഹാവിന്റെ രൂപങ്ങളെ വരത്തുള്ളൂ. ഇവിടെ ഹാവിന്റെ രൂപമായ ഹാസ് ഉണ്ട്. ഹാസ് സിംഗുലർ ആണ്. സോ നമുക്ക് ധൈര്യമായിട്ട് ഇതെടുത്ത് ഇവിടെ എഴുതാം. വൺ ഓഫ് ദ ബോയ്സ് ഹാസ് നോട്ട് റിട്ടൺ ദ എക്സാമിനേഷൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നോക്കുക. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഹി ആസ് വെൽ എസ് ഹിസ് ഫ്രണ്ട്സ് ഡാഷ് ടു ബ്ലെയിം ഫോർ ഇറ്റ്. നോക്കുക, ഇവിടെ ആസ് വെൽ എസ് വന്നിട്ടുണ്ട്. ആസ് വെൽ എസ് വരുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ആസ് വെൽ എസ് തൊട്ടും പോകുന്നിരിക്കുന്നതാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. അത് ഹി ആണ്. ഹി സിംഗുലർ ആണ്. അപ്പോൾ സിംഗുലർ ആയിട്ടുള്ള കാര്യമാണ് വരേണ്ടത്. ഇവിടെ നോക്കുക, ഹാസും ഉണ്ട്, ഈസും ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, ഹി ആസ് വെൽ എസ് ഹിസ് ഫ്രണ്ട്സ് ഡാഷ് ടു ബ്ലെയിം ഫോർ ഇറ്റ് എന്ന് പറയുമ്പോൾ ഇവരെയാണ് പഴിക്കേണ്ടത്. ആരെ, ഹി ആസ് വെൽ ഹിസ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇവർ എന്താണ്, ഇവിടുത്തെ ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് വരുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ഇവിടെ ഉപയോഗിക്കേണ്ടതായിരിക്കണം, ഈസ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഈസ് ടു ബ്ലെയിം ഫോർ ഇറ്റ് എന്ന്. ഹി ആസ് വെൽ എസ് ഹിസ് ഫ്രണ്ട്സ് ഈസ് ടു ബ്ലെയിം ഫോർ ഇറ്റ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഈസ് ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഇവിടെ പ്രത്യേകിച്ച് ടെൻസ് ഫോം ഒന്നും പറഞ്ഞിട്ടില്ല. സോ പ്രസന്റിലേ പറയാവൂ. പ്രസന്റിൽ പറയുമ്പോൾ ഇവിടെ സിംഗുലർ ആയിട്ടിരിക്കുന്ന ഹാസും ഈസും ആണ്. ഇവിടെ നമുക്ക് ഈസേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ എപ്പോഴും ടു ബ്ലെയിം ഫോർ ഇറ്റ് അല്ലെങ്കിൽ ടു ബ്ലെയിം എന്ന രീതി വരുമ്പോഴാണെങ്കിൽ അവിടെ എപ്പോഴും ബിയുടെ ഫോംസ് നമ്മൾ ഉപയോഗിക്കുക. ഇനി നമ്മൾ അങ്ങോട്ട് പഠിച്ചു പോകും. താഴെ ഇതേപോലെ എന്താണ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. PSC പലപ്പോഴും ഇതുപോലെ ടു ബ്ലെയിം വെച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കുക, ടു ബ്ലെയിം എന്ന് വന്നു കഴിഞ്ഞാൽ അതിന്റെ തൊട്ടും ബിയുടെ ഫോംസേ നമ്മൾ ഉപയോഗിക്കാവും. ബിയുടെ ഫോംസ്, ഹാവിന്റെ അല്ല, ബിയുടെ ഫോംസ്, ബി ഫോംസേ നമ്മൾ ഉപയോഗിക്കാവും. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റ് ഈസ് ആണ്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഐഡന്റിഫൈ ദ കറക്റ്റ് ആൻസർ. ഓൾ ഹിസ് മണി ഡാഷ് സ്പെൻഡ് ഓൺ ദ ഹൗസ്. അപ്പോൾ ഓൾ ഹിസ് മണി എന്ന് പറയുന്നത് ഓളിനെയാണ് നമ്മൾ നോക്കേണ്ടത്. ഈ ഓൾ എന്ന് പറയുമ്പോൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്, മണിയെക്കുറിച്ചാണ്. മണി എപ്പോഴും അൺകൗണ്ടബിൾ ആണ് അല്ലെ. ഓളിന് ശേഷം അൺകൗണ്ടബിൾ ആയിട്ടുള്ള കാര്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും സിംഗിളറായി നമ്മൾ ഉപയോഗിക്കാവൂ. അപ്പോൾ ഇവിടെ സിംഗിളറായിട്ട് വന്നിരിക്കുന്ന ഏതാ, ഹാസും ഉണ്ട്, വാസും ഉണ്ട്. ഇവിടെ പൈസ ചെലവാക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ ചെലവാക്കി എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്യുന്നതായിരിക്കും സബ്ജക്റ്റ് ആയിരിക്കും. പൈസ എന്ന് പറയുന്ന ഇവിടുത്തെ എന്തായിരിക്കും, ഒബ്ജക്റ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഒബ്ജക്റ്റിൽ തുടങ്ങിയാണ് ഞാൻ പറഞ്ഞ ഇവിടെ V3 വന്നിട്ടുണ്ട്. അങ്ങനെ ഒബ്ജക്റ്റിൽ തുടങ്ങുകയും നമ്മുടെ വെർബ് V3 ആണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ബിയുടെ രൂപമാണ് വരേണ്ടത്. ബി ഫോംസ് ആണ് വരേണ്ടത്. നമുക്ക് തന്നിരിക്കുന്നത് ബി ഫോംസ് ഏതാ, വേറും ഉണ്ട്, വാസും ഉണ്ട്. ഹാസും ഹാവും ഹാവ് ഫോംസ് ആണ്. അപ്പോൾ അത് രണ്ടും വരത്തില്ല. ഒന്നുകിൽ വേർ അല്ലെങ്കിൽ വാസ്. ഞാൻ പറഞ്ഞു ഇത് ഓളിന് ശേഷം അൺകൗണ്ടബിൾ ആണ് വരുന്നതെങ്കിൽ അതിനെ സിംഗിൾ ആയിട്ടേ പരിഗണിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വാസ് ആയിരിക്കും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ വാസ് ആണ്. ഓൾ ഹിസ് മണി വാസ് സ്പെൻഡ് ഓൺ ദ ഹൗസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഡാഷ് ദ സസ്പെക്ടഡ് കാസസ് ഫോർ എർത്ത് കേക്സ് ഈസ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ഡാംസ്. ഇവിടെ മോസ്റ്റ് ഓഫ് വരുമോ, ഒള്ളി വരുമോ, വൺ ഓഫ് വരുമോ, നൺ ഓഫ് ദീസ് വരുമോ? നമ്മൾ മനസ്സിലാക്കേണ്ടത് മോസ്റ്റ് ഓഫ് കഴിഞ്ഞിട്ട് കൗണ്ടബിൾ നൗണാ വരുന്നതെങ്കിൽ നമ്മുടെ വെർബ് പ്ലൂറൽ ആയിരിക്കണം. ഇവിടെ നോക്കുമ്പോൾ സസ്പെക്ടഡ് കാസസ് എന്ന് പറയുന്നത് കൗണ്ടബിൾ ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും മോസ്റ്റ് ഓഫ് ഇവിടെ ഉപയോഗിക്കണമെങ്കിൽ ഇവിടെ ഈസിന്റെ പകരം ആയിരിക്കണം വരേണ്ടത്. എന്നാൽ ഇവിടെ ഈസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ എന്താ ഉപയോഗിക്കത്തുള്ളൂ, വൺ ഓഫ് എന്ന് ഉപയോഗിക്കത്തുള്ളൂ.
വൺ ഓഫ് വെച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ വൺ ഓഫ് ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ എന്നിട്ട് ഒള്ളി പറയാൻ പറ്റത്തില്ല, കാരണം ഇവിടെ കാസസ് എന്നാണ് പറഞ്ഞത്. കോസ് എന്ന് മാത്രമേ ഉള്ളായിരുന്നെങ്കിൽ നമുക്ക് ഒള്ളി ഉപയോഗിക്കാമായിരുന്നു. ഓക്കെ, അപ്പം ഇവിടെ ഈസ് വന്ന സ്ഥിതിക്ക് നമുക്ക് മോസ്റ്റ് ഓഫ് പറ്റിയില്ല, കാരണം ഇവിടെ സസ്പെക്റ്റഡ് കോസസ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പ്ലൂറൽ ഫോം ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. എന്നാൽ ഇവിടെ ഒള്ളി പറയാൻ പറ്റുമോ? ഇല്ല. കോസസ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അത് പ്ലൂറലാണ്. പ്ലൂറലിൻ്റെ കൂടെ നമ്മൾ ഒള്ളി ഉപയോഗിക്കത്തില്ല. ഇനി നമുക്കുള്ളത് വൺ ഓഫ് ആണ്. വൺ ഓഫിൻ്റെ കൂടെ നമുക്ക് എഴുതുമ്പോൾ ഈ വണ്ണിനെ ആശ്രയിച്ചായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ വണ്ണിനെ ആശ്രയിച്ച് എഴുതുമ്പോൾ ഇവിടെ ഈസ് കറക്റ്റ് ആവും. സോ വൺ ഓഫ് ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ചൂസ് ദ അപ്രോപ്രിയേറ്റ് വെർബ്. എ ലാർജ് ക്രൗഡ് ഡാഷ് എക്സ്പെക്ടഡ് അറ്റ് ദ ഫംഗ്ഷൻ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എ ലാർജ് ക്രൗഡ് എന്നൊക്കെ പറയുമ്പോൾ അത് തീർച്ചയായിട്ടും സിംഗിൾ ആയിട്ടേ നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ, കാരണം ഇവയെ ഒരു യൂണിറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സിംഗിൾ ആയിട്ട് ഉപയോഗിക്കത്തുള്ളൂ. ഇവിടെ എക്സ്പെക്റ്റഡ് എന്ന് പറയുന്നത് V3 ഫോം ആണ്, അല്ലെ? V3 ഫോം ആണ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ നോക്കണം ഇത് ആക്റ്റീവ് വോയിസിലാണോ പാസീവ് വോയിസിലാണോ എന്ന്. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? വലിയൊരു ജനക്കൂട്ടത്തെ പ്രതീക്ഷിക്കുന്നു എന്നാണ്. അപ്പൊ പ്രതീക്ഷിക്കുക എന്ന് പറയുന്ന പ്രവൃത്തി ഇവരാണോ ചെയ്യുന്നത്? അല്ല, അതിന്റെ സംഘാടകരാണ്. അപ്പൊ സംഘാടകരാ സബ്ജക്റ്റ്, പക്ഷെ നമ്മുടെ സെന്റൻസ് തുടങ്ങിയിരിക്കുന്ന ഒബ്ജക്റ്റില്ല. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും പാസീവ് വോയിസ് ആണ്. സോ ഇവിടെ വരേണ്ടത് ബിയുടെ ഫോംസ് ആണ്. ബി ഫോംസ് പ്ലസ് V3 എന്ന് പറയുമ്പോൾ അത് പാസീവ് വോയിസ് ആണ്. ബിയുടെ ഫോംസ് വരണം, അത് സിംഗുലറും ആയിരിക്കണം. ഇവിടെ ഒക്കെ അങ്ങനെ ബിയുടെ ഫോംസ് സിംഗുലർ ആയിട്ട് വന്നിരിക്കുന്ന ഏതാ? അതിന്റെ ഈസ് ആണ്. ആറും ബിയുടെ ഫോമാണ്, പക്ഷെ പ്ലൂറൽ ആയത് നമുക്ക് എഴുതാൻ പറ്റത്തില്ല. ഇവിടെ ഈസ് എഴുതാൻ പറ്റത്തുള്ളൂ. ഹാസും ഹാവും ബി ഫോംസ് അല്ല. സോ ഈസ് ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസസ് ഈസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ്? നോക്കാം. 500 rupees. ഞാൻ പറഞ്ഞു 500 rupees അല്ലെ? റുപ്പീസ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ പൊതുവേ നമ്മൾ അതിനെ സിംഗുലർ ആയിട്ട് പരിഗണിക്കത്തുള്ളൂ. എന്നാൽ അവയെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നു എങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? പ്ലൂറലായിട്ട് കണക്കാക്കണം. എന്നാൽ ഇവിടെ അങ്ങനെ ഡിസ്ട്രിബ്യൂട്ടഡ് എന്നോ അങ്ങനെയുള്ള വാക്കുകളൊന്നും കാണുന്നില്ല. സോ 500 rupees സിംഗുലർ ആയിരിക്കണം. അപ്പോൾ 500 rupees ഈസ് എ ബിഗ് സം എന്ന് പറയണം. അങ്ങനെ വന്നിരിക്കുന്നതാണ് സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. 500 rupees ഈസ് എ ബിഗ് സം. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. എ ഗ്രേറ്റ് നമ്പർ ഓഫ് പീപ്പിൾ ഡാഷ് കം ടു വിസിറ്റ് ദ എക്സിബിഷൻ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എ ഗ്രേറ്റ് നമ്പർ ഓഫ്, സെവറൽ നമ്പർ ഓഫ് എന്നൊക്കെ തുടങ്ങുന്നത് എപ്പോഴും എന്തായിരിക്കണം? പ്ലൂറൽ ഫോം ആയിരിക്കണം വരേണ്ടത്. അപ്പോൾ എ ഗ്രേറ്റ് നമ്പർ ഓഫ് പീപ്പിൾ ഡാഷ് കം ടു വിസിറ്റ് ദ എക്സിബിഷൻ എന്ന് വെച്ചാൽ അനേകം കണക്കിന് ആൾക്കാർ വന്നു എന്തിന്? ആ എക്സിബിഷൻ വിസിറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇവിടെ വരിക എന്ന് പറയുന്ന പ്രവൃത്തി ആരാ ചെയ്തത്? ഈ എ ഗ്രേറ്റ് നമ്പർ ഓഫ് പീപ്പിൾ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് സബ്ജക്റ്റ് ആണ്, ആണല്ലോ? സബ്ജക്റ്റ് ആണ്. അപ്പൊ സബ്ജക്റ്റ് തുടങ്ങിയിരിക്കുകയാണ്. സോ അങ്ങനെ ഇത് V3 ഫോമാണ്. അങ്ങനെ സബ്ജക്റ്റ് തുടങ്ങി ഇത് V3 ഫോം ആകുന്ന സ്ഥിതിക്ക് പിന്നെ ഇവിടെ ബി ഫോംസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും പാസീവ്, ഇവിടെ ഒബ്ജക്റ്റ് ആയിരുന്നെങ്കിൽ അപ്പോൾ പാസീവ് വോയിസ് ആവും. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് V3യുടെ മുന്നിൽ നമുക്ക് ബി ഫോംസ് ഉപയോഗിക്കാം. അപ്പോൾ ഇത്തരത്തിൽ ആക്റ്റീവ് വോയിസ് വരികയും നമ്മുടെ വെർബ് V3 ഫോം വരികയും ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ഹാവിന്റെ രൂപങ്ങളെ നോക്കാവും. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഹാവിന്റെ രൂപങ്ങൾ ഏതൊക്കെയാണ്? ഹാസും ഉണ്ട്, ഹാവും ഉണ്ട്. വേറും വാസ് നമുക്ക് പറ്റില്ല. ഇനി അത് ഹാസ് ആണോ ഹാവ് ആണോ? ഞാൻ പറഞ്ഞ ഗ്രേറ്റ് നമ്പർ ഓഫ്, സെവറൽ നമ്പർ ഓഫ് എന്നൊക്കെ വരുമ്പോൾ പ്ലൂറൽ ആയിരിക്കണം വരേണ്ടത്. അപ്പോൾ നമുക്ക് ഹാവ് ആണ് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുക. ഓക്കെ, അപ്പോൾ എ ഗ്രേറ്റ് നമ്പർ ഓഫ് പീപ്പിൾ ഹാവ് കം ടു വിസിറ്റ് ദ എക്സിബിഷൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ദ എലിഫന്റ് അൺലൈക്ക് ടൈഗേഴ്സ് ആൻഡ് ലയൺസ് ഡാഷ് നോട്ട് ഈറ്റ് ഫ്ലഷ് എന്നാണ് പറയുന്നത്. അപ്പോൾ ദ എലിഫന്റ് എന്ന് പറയുന്നത് അൺലൈക്ക് ടൈഗേഴ്സ് ആൻഡ് ലയൺസ് എന്ന് പറഞ്ഞു. ഈ അൺലൈക്കിനെ ആശ്രയിച്ചാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ഈ അൺലൈക്കിന് തൊട്ടുമുമ്പ് വന്നിരിക്കുന്ന ഏതാ? ദ എലിഫന്റ് ആണ്. അപ്പൊ അൺലൈക്കിന് തൊട്ടുമുമ്പ് വരുന്ന എലിഫന്റ് സിംഗുലർ ആണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ സിംഗുലർ ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പം സിംഗുലർ ഫോം ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് സിംഗുലർ ആയിട്ട് വന്നിരിക്കുന്ന ഏത് നോക്കാം? വാസ് ഉണ്ട്, ഡസ് ഉണ്ട്. പിന്നെ നമുക്ക് ഡിഡ് നമുക്ക് രണ്ടിടത്തും എഴുതാം. ഡു നമുക്ക് പ്ലൂറലിന്റെ കൂടെ എഴുതാൻ പറ്റത്തുള്ളൂ. ഇവിടെ നോക്കാം, ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ എലിഫന്റ് അൺലൈക്ക് ടൈഗേഴ്സ് ആൻഡ് ലയൺസ് ഡാഷ് നോട്ട് ഈറ്റ് ഫ്ലഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈഗേഴ്സിനും ലയൺസിനും വിരുദ്ധമായിട്ട് എലിഫന്റ് എന്ത് ചെയ്യാറില്ല? ഫ്ലഷ് കഴിക്കാറില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് എന്താണ്? ഒരു ഫാക്റ്റ് ആണ്, ഒരു വസ്തുതയാണ്, അല്ലേ? വസ്തുതകൾ എപ്പോഴും നമ്മൾ സിമ്പിൾ പ്രസന്റിലേ പറയാവും. സിമ്പിൾ പ്രസന്റ് സഹായക്രികൾ ഏതൊക്കെയാണ്? ഡൂവും ഡസ്സുമാണ്. സിമ്പിൾ പ്രസന്റ് സഹായക്രികൾ. ഡു പ്ലൂറലിന്റെ കൂടെയും ഡസ് സിംഗുലറിന്റെ കൂടെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇവിടെ നോക്കാം, എലിഫന്റ് എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്. അപ്പം ഇവിടെ എന്താ ഉപയോഗിക്കാവോ? ഡസ് ഉപയോഗിക്കാവോ? നോക്കാം, ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഡസ്. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. വാസ് നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. എയ്തർ ജോൺ ഓർ ഗോപാൽ. ഞാൻ പറഞ്ഞു നെയ്തർ നോർ, എയ്തർ ഓർ.
അങ്ങനെ ഓറിന് ശേഷം വന്നിരിക്കുന്നത് നമ്മൾ ആശ്രയിക്കേണ്ടത്. ഗോപാൽ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. നോക്കുക, ഇവിടെ ഗോപാലോ ജോണോ എൻ്റെ ബുക്ക് എടുത്തിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. ഇവിടെ എടുക്കുക എന്ന് പറയുന്ന പ്രവൃത്തി ആരാണ് ചെയ്തത്? ജോണോ അല്ലെങ്കിൽ ഗോപാലായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇത് സബ്ജക്റ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ സബ്ജക്റ്റിൽ തുടങ്ങുകയും ഇത്തരത്തിൽ V3 ഫോം വരികയും ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു അവിടെ ഹാവിന്റെ ഫോംസ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. എന്നാൽ ഒബ്ജക്റ്റിൽ തുടങ്ങുകയും ഇവിടെ V3 വരികയാണ്, നമ്മൾ ബിയുടെ ഫോംസ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഈ സബ്ജക്റ്റ് ആണ് നമ്മൾ മനസ്സിലാക്കി. ഇവിടെ V3 വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഹാവിന്റെ രൂപങ്ങളെ വരാവൂ. ഗോപാൽ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. ഇപ്പൊ സിംഗുലർ ആയിട്ടുള്ള ഹാവിന്റെ രൂപം ഏതാ? ഹാസ് ആണ്. ഹാസ് ആണ് സിംഗുലർ ഫോം. ഇവിടെ ഹാസ് ആണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. എയ്തർ ജോൺ ഓർ ഗോപാൽ ഹാസ് ടേക്കൺ ബൈ ബുക്ക് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, എ ഗ്രൂപ്പ് ഓഫ് ഗേൾസ് ഡാഷ് സിംഗിങ് എ സോങ്. മനസ്സിലാക്കേണ്ട, എ ഗ്രൂപ്പ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഇവർ യൂണിറ്റ് ആയിട്ട് നിൽക്കുന്നുവെങ്കിൽ ഇവിടെ ഒരു പാട്ട് പാടി എന്ന് പറയുന്നത്, അപ്പൊ തീർച്ചയായിട്ടും യൂണിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്, ഒരു യൂണിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ സിംഗുലർ ആയിരിക്കും. ഇവിടെ സിംഗിങ് ING ഫോം വരികയാണെങ്കിൽ, നമ്മുടെ തന്നിരിക്കുന്ന വെർബ് ING ഫോം ആണെങ്കിൽ തീർച്ചയായിട്ടും അതിന് മുമ്പ് വരുന്നത് ബിയുടെ ഫോംസ് ആയിരിക്കണം. ബിയുടെ ഫോംസ് നമുക്ക് ഈസ്, ആം, ആർ, വാസ്, വെയർ ഒക്കെയാണ്. ഇവിടെ സിംഗുലർ ആയിട്ട് വരാവൂ. എന്നാൽ സിംഗുലർ ആയിട്ട് വന്നിരിക്കുന്ന ബിയുടെ ഫോം ഏതാണ്? ഈസ് ആണ്. സോ ഈസ് ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. എ ഗ്രൂപ്പ് ഓഫ് ഗേൾസ് ഈസ് സിംഗിങ് എ സോങ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഡാഷ് പാസ് ദ എക്സാം. അപ്പോൾ വൺ ഓഫ് വന്നിട്ടുണ്ട്. ഇവിടെ അതിനുശേഷം ഹൂ എന്നോ ദാറ്റ് എന്നോ ഇല്ല. അപ്പൊ അങ്ങനെ സിംഗുലർ ആയിരിക്കും. ഇവിടെ പാസ്ഡ് എന്നാണ് വന്നിരിക്കുന്നത്. പാസ് ആയെന്നാണ് പറയുന്നത്. ആര്? എൻ്റെ ഫ്രണ്ട്സിൽ ഒരാൾ. അപ്പൊ ഈ ഇവിടെ നിന്ന് പറയുന്ന സബ്ജക്റ്റ് ആയിരിക്കും. സബ്ജക്റ്റ് വരികയും നമ്മുടെ വെർബ് V3 ആണെങ്കിൽ തീർച്ചയായിട്ടും ഹാവിന്റെ രൂപങ്ങളാണ് വരേണ്ടത്. എന്നാൽ ഒബ്ജക്റ്റ് വരികയും ഇവിടെ V3 വരികയാണ്, ബിയുടെ ഫോംസ് ആയിരിക്കണം. ഇവിടെ പക്ഷെ സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് വരികയും ഇവിടെ V3 വരികയും ചെയ്യുമ്പോൾ ഹാവിന്റെ ഫോംസ് ആണ് വരേണ്ടത്. ഇവിടെ ഹാവിന്റെ സിംഗുലർ ഫോം ആണ് വരേണ്ടത്. അപ്പൊ സിംഗുലർ ഫോം ആയിട്ട് വന്നിരിക്കുന്നത് ഹാസ് ആണ്. ഹാസ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം, ദ മദർ ആസ് വെൽ ആസ് ഹർ 3 ചിൽഡ്രൻ ഡാഷ് ടേക്കൻ ടു ദ ഹോസ്പിറ്റൽ. അപ്പോൾ മദറിനെയും അതുപോലെ തന്നെ അവളുടെ 3 കുട്ടികളെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ഇവിടെ കൊണ്ടുപോയി എന്ന് പറയുന്ന പ്രവൃത്തി ഇവരല്ല ചെയ്തത്. അപ്പൊ ഇവർ ഒബ്ജക്റ്റ് ആയിരിക്കും. ഒബ്ജക്റ്റിൽ തുടങ്ങുകയും ഇതുപോലെ V3 വരികയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബിയുടെ ഫോംസ് ആയിരിക്കണം എഴുതേണ്ടത്. അതിനിപ്പോൾ നമ്മൾ നോക്കുക ആസ് വെൽ എസ് ആണ്. ആസ് വെൽ എസ് എന്ന് പറയുമ്പോൾ അതിന് തൊട്ടും പോന്നിരിക്കുന്ന ദ മദറിനെയാണ് ആശ്രയിക്കേണ്ടത്. മദർ സിംഗുലർ ആണ്. അപ്പോൾ ബിയുടെ സിംഗുലർ ഫോംസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ബിയുടെ സിംഗുലർ ഫോം ആയിട്ട് നോക്കുക, നമുക്ക് ഈസ് പറയാം. ബി ഫോംസ് എന്ന് പറയുമ്പോൾ ഈസ്, ആം, ആർ, വാസ്, വെയർ, ഹാസ് ബീൻ, ഹാവ് ബീൻ, ഹാഡ് ബീൻ ആണല്ലോ. അപ്പൊ അതിനകത്ത് സിംഗുലർ ആയിട്ട് വന്നിരിക്കുന്ന ഈസും അതുപോലെ ഹാസ് ബീനുമാണ്. ഇവിടെ നമുക്ക് ഹാസ് ബീൻ ഉണ്ടോ? ഇല്ല. പിന്നെ വാസും ഉണ്ട്. നമ്മൾ പാസ്റ്റ് പറയുമ്പോൾ വാസും ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. എന്നാൽ വാസുണ്ട്. ഈ വേറും ഹാബീനും ഒക്കെ എന്താണ്? പ്ലൂറൽ ഫോംസ് ആണ്. ഇവിടെ നോക്കുക വാസ് ആണ് കറക്റ്റ് ആൻസർ. ദ മദർ ആസ് വെൽ ആസ് ഹർ 3 ചിൽഡ്രൻ വാസ് ടേക്കൺ ടു ദ ഹോസ്പിറ്റൽ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. വാസ് ആണ് ശരിയായിട്ടുള്ള ആൻസർ, വാസ്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. 5 years ഡാഷ് എ ലോങ് ടൈം ടു ബി. ഇത് എന്താണ്? ഇതേപോലെ ഒരു ചോദ്യം നേരത്തെയും ചോദിച്ചിരുന്നു. ആവർത്തനമാണ് അല്ലേ? അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു 5 years എന്ന് പറയുന്നതായിരിക്കും. അവിടെ 2 years എന്നായിരുന്നു പറയുന്നത്. 2 weeks എന്നാണ് അവിടെ പറഞ്ഞത് അല്ലേ? നമ്മൾ 2 weeks എന്നാണ് പറയുന്നത്. അപ്പൊ 2 weeks 5 years എന്നൊക്കെ പറയുമ്പോൾ നമ്മളതൊന്ന് യൂണിറ്റ് ആയിട്ടായിരിക്കണം എടുക്കേണ്ടത്. അപ്പൊ അങ്ങനെ യൂണിറ്റ് ആയിട്ട് എടുക്കുമ്പോൾ ഇവിടെ സിംഗുലർ ഫോമേ വരാവൂ. ഇത് സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ് ഉദ്ദേശിക്കുന്നത്. ആകുന്നു, ആണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ബിയുടെ ഫോംസ് ആണ് വരേണ്ടത്. ബിയുടെ ഫോംസിൽ വേറുണ്ട്, ഈസ് ഉണ്ട്, ആറുണ്ട്. അങ്ങനെ സിംഗുലർ ആയിട്ട് വന്നിരിക്കുന്നത് ഈസ് ആണ്. ഈസ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, 5 years ഈസ് എ ലോങ് ടൈം ടു ടു വെയിറ്റ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നോക്കുക. കൃഷ്ണ ആസ് വെൽ ഹിസ് ഫ്രണ്ട് ഡാഷ് പ്രസന്റ്. നമ്മൾ ആസ് വെൽസ് വന്നിട്ടുണ്ട് അല്ലെ? ആസ് വെൽസ് വന്നു. അതിന് മുമ്പിൽ കൃഷ്ണയാണ് വന്നിരിക്കുന്നത്. കൃഷ്ണ സിംഗുലർ ആണ്. ഇവിടെ നോക്കുക, കൃഷ്ണയും അതുപോലെ തന്നെ അവന്റെ ഫ്രണ്ടും പ്രസന്റ് ആണെന്ന് പറയുന്നത്. അപ്പൊ ആകുന്നു എന്നർത്ഥം നൽകുന്ന ബിയുടെ ഫോംസ് ആണ്. അപ്പൊ ഇവിടെ നോക്കുക, ബിയുടെ ഫോംസ് ആണ് നമ്മൾ പരിഗണിക്കുന്നത്. ഇതെല്ലാം ബിയുടെ ഫോംസ് ആണ് കിടക്കുന്നത്. അതിൽ സിംഗുലർ ആയിട്ട് വന്നിരിക്കുന്ന ഏതാണ്? ഈസും ഉണ്ട്, വാസും ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു സിമ്പിൾ സെന്റൻസ് ആണ്. സിമ്പിൾ സെന്റൻസിൽ ടെൻസിനെ കുറിച്ച് പറയുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ടൈം ഇവിടെ തന്നിട്ടില്ല എങ്കിൽ ഇതിനെ നമ്മൾ എന്തായിട്ട് പരിഗണിക്കാവൂ? പ്രസന്റ് ടെൻസ് ആയിട്ട് പരിഗണിക്കാവൂ. അങ്ങനെയാകുമ്പോൾ ഇവിടെ നമുക്ക് ഈസ് ആണ് ആൻസർ ആയി വരിക. കൃഷ്ണ ആസ് വെൽ ഹിസ് ഫ്രണ്ട് ഈസ് പ്രസന്റ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ദ കണ്ടക്ടർ ആസ് വെൽ ആസ് ദ പാസഞ്ചേഴ്സ് ഡാഷ് ടു ബ്ലെയിം ഫോർ ദ ട്രബിൾ. ഞാൻ പറഞ്ഞു ടു ബ്ലെയിം എന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒന്ന് നോക്കേണ്ട, അവിടെ ബി ഫോംസ് ആണ് വരേണ്ടത്. ഇവിടെ നോക്കാം, ആസ് വെൽ ആസ് വന്നു, കണ്ടക്ടർ ആണ് സിംഗുലർ.
അല്ലേ? അപ്പോൾ അത് കണ്ടക്ടറിനെ ആശ്രയിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. കണ്ടക്ടർ സിംഗുലർ ആണ്. ഇപ്പോൾ ബിയുടെ സിംഗുലർ ആയിട്ടുള്ളത് ഈസോ, വാസോ, ഹാസ് ബീൻ നമുക്ക് എഴുതാം. ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് തന്നതിനകത്ത് ഈസ് ഉണ്ട്. ഈസ് ആണ് കറക്റ്റ് ആൻസർ, അല്ലേ? ദ കണ്ടക്ടർ ആസ് വെൽ എസ് ദ പാസഞ്ചേഴ്സ് ഈസ് ടു ബ്ലെയിം ഫോർ ദ ട്രബിൾ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഈസ് ആണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഡാഷ് ബ്രെഡ് ആൻഡ് ബട്ടർ ദ ഓൺലി തിങ് യു ഹാവ് ഫോർ മീ. ഇപ്പോൾ ബ്രെഡ് ആൻഡ് ബട്ടർ ആണ്. ബ്രെഡ് ആൻഡ് ബട്ടർ എപ്പോഴും സിംഗുലർ ആയിട്ടാണ് ഉപയോഗിക്കേണ്ടത്, അല്ലേ? ഇപ്പൊ സിംഗുലർ ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ഏതാ? ഈസ് ആണ്. ഈസ് ആണ് കറക്റ്റ് ആൻസർ. ഈസ് ബ്രെഡ് ആൻഡ് ബട്ടർ ദ ഓൺലി തിങ് യു ഹാവ് ഫോർ മീ. അപ്പൊ ഈസ് ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. വൺ ഓഫ് ദ ആനിമൽസ് ഇൻ ദ സൂ ഡാഷ് ഡെഡ്. അപ്പൊ നമുക്ക് വൺ ഓഫിലാണ് തുടങ്ങിയിരിക്കുന്നത്. വൺ ഓഫിൽ തുടങ്ങിയിട്ട് ഹൂവോ ദാറ്റോ എന്നുള്ള റിലേറ്റീവ് പ്രൊനൗൺ ഒന്നും ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും സിംഗുലർ ആണ്. അപ്പൊ ഡെഡ് എന്ന് പറഞ്ഞ അവസ്ഥയാണ്. അവസ്ഥയെ സൂചിപ്പിക്കുന്ന നമ്മളെപ്പോഴും ബിയുടെ ഫോംസ് ഉപയോഗിക്കാവോ. അപ്പൊ ഈസോ, വാസോ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഹാസ് ബീനെ നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഈസ് വന്നിട്ടുണ്ട്. അപ്പൊ ഈസ് ആണ് കറക്റ്റ് ആൻസർ, അല്ലേ? വൺ ഓഫ് ദ ആനിമൽസ് ഇൻ ദ സൂ ഈസ് ഡെഡ് എന്നാണ് പറയുക. ഇനി അടുത്ത ചോദ്യം നോക്കാം. മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ ഡാഷ് മീ ടു സ്റ്റഡി മെഡിസിൻ. ഇവിടെ നോക്കുക, ഇവിടെ രണ്ടുപേരുണ്ട്, അങ്കിളും ഗാർഡിയനും. പക്ഷേ ആദ്യത്തിന്റെ തൊട്ടുമുമ്പിൽ ഇത് ഉപയോഗിച്ചിരിക്കുന്നു, പൊസസീവ് അഡ്ജക്റ്റീവ് ഉപയോഗിച്ചിരിക്കുന്നു. ഏതാ? മൈ. പൊസസീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? മൈ വരും, അവർ വരും, അല്ലെ? ഹിസ് വരും, ഹർ വരും, അതുപോലെ ദേർ വരും, ഇതൊക്കെയാണ്, അല്ലെങ്കിൽ ഇറ്റ്സ് വരും. ഇതൊക്കെയാണ് പൊസസീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ യുവർ, അല്ലെ? ഇതൊക്കെ പൊസസീവ് അഡ്ജക്റ്റീവ്സ് ആണ്. ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് ഇത്തരത്തിൽ ആദ്യത്തെ നൗണിന്റെ മുമ്പിൽ വരികയും എന്നാൽ രണ്ടാമത്തിന്റെ മുമ്പിൽ വരാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഇതിൽ ഏതെങ്കിലും ഒന്ന്, പൊസസീവ് അഡ്ജക്റ്റീവോ ആർട്ടിക്കിൾസോ ഇതിൽ ആദ്യത്തിന്റെ മുന്നിൽ മാത്രം വരികയും ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്തായിട്ട് കണക്കാക്കണം? സിംഗുലർ ആയിട്ട് കണക്കാക്കണം. അപ്പോൾ ഇത് സിംഗുലർ ആണ്, ഒറ്റയാളെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സിംഗുലർ ആവുന്ന സമയത്ത് ഇവിടെ നോക്കുക, ഡാഷ് മീ ടു സ്റ്റഡി മെഡിസിൻ വെച്ചാൽ എൻ്റെ അങ്കിളും ഗാർഡിനും ഒരാൾ തന്നെയാണ്. അദ്ദേഹം എന്ത് ചെയ്തു? ഞാൻ എന്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നു? മെഡിസിൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നു അർത്ഥമില്ല. ഇവിടെ നോക്കുക, ഇവിടെ പ്രത്യേകിച്ച് ടെൻസിന്റെ ടൈമിംഗ് വേർഡും തന്നിട്ടില്ല. അപ്പൊ അതിനെ നമ്മൾ പ്രസന്റ് ടെൻസിലേക്ക് പരിഗണിക്കാവൂ. ഇവിടെ പ്രസന്റ് ടെൻസിലായിട്ട് വന്നിരിക്കുന്ന ഏതൊക്കെയാ? വാണ്ട് ഉണ്ട്, വാണ്ട്സ് ഉണ്ട്. ഹാവ് ആണ് പ്രസന്റ് ആണ്. വാണ്ടിങ്ങിന് ടെൻസ് ഫോം ഇല്ല. ഓക്കെ, ഇതിനകത്ത് ഏതായിരിക്കും വരിക? നമ്മൾ പറഞ്ഞു സിംഗുലറെ വരാവും. അപ്പൊ ഇതിനകത്ത് സിംഗുലർ ആയിട്ട് വന്നിരിക്കുന്നത് ഏതാ? വാണ്ട്സ് ആണ്. പ്ലൂറൽ ആണ് വാണ്ടും ഹാവ് വാണ്ടഡ്. അപ്പൊ ഇവിടെ വാണ്ട്സ് ആണ് കറക്റ്റ് ആൻസർ. മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ വാണ്ട്സ് മീ ടു സ്റ്റഡി മെഡിസിൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, വിച്ച് സെന്റൻസ് ഈസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ്? നമുക്ക് എയ്തർ ഓർ ആണ് വന്നിരിക്കുന്നത്, അല്ലേ? എയ്തർ ഓർ വെച്ച് വരുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ട കാര്യം എയ്തർ ഓർ ഉണ്ടോ എന്ന് നോക്കുക. എയ്തർ ഓർ. ഓക്കെ, ഇവിടെ നോക്കുക, എയ്തർ ദ മാനേജ് ഓർ ഹിസ് അസിസ്റ്റൻസ് ഫെയിൽ ഇൻ സ്റ്റഡീസ് ഇൻ ഹിസ് ഡ്യൂട്ടി. ഇവിടെ നമുക്ക് കോൺകോഡുമായി ബന്ധപ്പെട്ടൊരു സംഭവമല്ല വന്നിരിക്കുന്നത്. അതിൻ്റെ എന്താണ് പ്രൊനൗൺസുമായി ബന്ധപ്പെട്ട കാര്യമാണ് വന്നിരിക്കുന്നത്. നമുക്ക് എയ്തർ ദ മാനേജ് ഓർ ഹിസ് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദേറിനെ പറയാവും. നമ്മൾ ഹിസ് എന്ന് പറയാൻ പാടില്ല. ഇവിടെ എയ്തറിന് ശേഷം നോർ വരാൻ പാടില്ല. ഒന്നുകിൽ എയ്തർ ഓർ അല്ലെങ്കിൽ നെയ്തർ നോർ. ഇവിടെ എയ്തർ എന്ന് വന്നു കഴിഞ്ഞാൽ രണ്ടിൻ്റെ ഇടയ്ക്ക് നോറോ ഓർ വരണം. ഇവിടെ അങ്ങനെ വന്നിട്ടില്ല. അപ്പൊ ഇതും തെറ്റാണ്, ഇതും തെറ്റാണ്, ആദ്യത്തതും രണ്ടാമത്തതും തെറ്റാണ്. ഇപ്പൊ 2, 3, 4 BCD തെറ്റാണ്. എന്നാൽ ശരി ഏതാണ്? എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. എ ആണ് കറക്റ്റ് ആൻസർ, അല്ലെ? എ ആണ് ശരിയായിട്ടുള്ള ആൻസർ. എ ആണ് നമ്മുടെ ഈ എ എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. എയ്തർ ദ മാനേജർ ഓർ ഹിസ് അസിസ്റ്റൻസ് ഫെയിൽഡ് ഇൻ ദെയർ ഡ്യൂട്ടി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, അനിൽ ആസ് വെൽ എസ് സുനിൽ. അപ്പൊ വീണ്ടും ആസ് വെൽ എസ് വന്നിട്ടുണ്ട്. ആസ് വെൽ എസിന് മുൻപിൽ അനിലാണ് വന്നിരിക്കുന്നത്. അനിൽ സിംഗുലർ ആണ്. ടു ബ്ലെയിം ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ബിയുടെ ഫോംസ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഈസ് ആണ് സിംഗുലർ ആയിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് ഈസ് എഴുതാം. ഈസ് അങ്ങനെ ടു ബ്ലെയിം വെച്ച് എത്ര ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക, അല്ലെ? അപ്പൊ അവിടെ എല്ലാം നമ്മൾ ബിയുടെ ഫോംസ് എഴുതാവൂ. നോക്കുക, സിംഗുലർ ആയിട്ട് വന്നിരിക്കുന്നത് ഈസ് ആണ്. അടുത്ത ചോദ്യം, വൺ ഓഫ് മൈ റിലേറ്റീവ്സ്. എത്രയോ പ്രാവശ്യം വൺ ഓഫ് ചോദിച്ചിരിക്കുന്നു, അല്ലെ? വൺ ഓഫ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സിംഗുലർ ആയിരിക്കും. വൺ ഓഫ് മൈ റിലേറ്റീവ്സ് ഡാഷ് ഇൻ ലണ്ടൻ. അപ്പൊ ലണ്ടനിലാണെന്ന് പറയുക. അപ്പൊ ആകുന്നു, ആണോ എന്നൊക്കെ പറയും. ഈസ് ബിയുടെ ഫോംസ് ആണ് ഉപയോഗിക്കേണ്ടത്. സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. അപ്പൊ ബിയുടെ ഫോംസ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഈസോ, ആമോ, ആറോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഹാസ് ഇവിടെ പറ്റത്തില്ല. അപ്പോൾ ആറോ, ഈസോ, വേറോ ഇതിനകത്ത് ഏതായിരിക്കും ഉപയോഗിക്കാൻ പറ്റുക? സിംഗുലറേ പറ്റത്തുള്ളൂ. അപ്പൊ ഈസ് ആണ് കറക്റ്റ് ആൻസർ. വൺ ഓഫ് മൈ റിലേറ്റീവ്സ് ഈസ് ഇൻ ലണ്ടൻ എന്നതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. എവരി വൺ ഇൻ മൈ ക്ലാസ് ഡാഷ് ടു ലേൺ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് എന്നാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എവരി വൺ അല്ലെങ്കിൽ എവരിബഡി, എവരിതിങ് എന്നൊക്കെ രീതിയിൽ തുടങ്ങുമ്പോൾ അതെല്ലാം ഇപ്പോഴും എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും, അല്ലേ? എവരി വൺ എപ്പോഴും എന്താണ്? സിംഗുലർ ആണ്.
ഇപ്പോൾ സിംഗുലർ എവരി വൺ, ഈച്ച് അല്ലെ, ഈച്ച്, എവരി വൺ, എവരിബഡി, എവരി മാൻ, എവരി ഗേൾ, എവരി ബോയ് എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങത്തില്ല, എവരി വുമൺ. അങ്ങനെ എവരി വെച്ച് തുടങ്ങുമ്പോഴെല്ലാം അത് സിംഗുലർ ആയിരിക്കും. അപ്പോൾ നമ്മുടെ വെർബ് സിംഗുലർ ആയിരിക്കണം. ഇവിടെ നോക്കുക, ഇവിടെ വിഷ്ഡ് ഉണ്ട്, വിഷസ് ഉണ്ട്, വിഷിംഗ് ഉണ്ട്, ഹാവ് വിഷ്ഡ് ഉണ്ട്. അത് വിഷ്ഡ് ഇവിടെ വരത്തില്ല. കാരണം എന്താണ്? ഇവിടെ പ്രത്യേകിച്ച് ടൈമിംഗ് വേർഡ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ടൈമിംഗ് വേർഡ് പറയാതിരിക്കുകയും നമ്മുടെ സെന്റൻസ് സിമ്പിൾ സെന്റൻസും ആണെങ്കിൽ നമ്മളെപ്പോഴും പ്രസന്റ് ടെൻസിനെ പരിഗണിക്കാവൂ. സോ നമുക്ക് വിഷ്ഡ് നമുക്ക് പറ്റില്ല, വിഷ്ഡ് നമുക്ക് പറ്റത്തില്ല. വിഷസ് പറ്റും, കാരണം എന്താ? സിംഗിൾ ആയിട്ട് വിഷസ് പറ്റും. വിഷിംഗ് എന്ന് പറയുന്നത് ടെൻസ് ഫോം ഇല്ലാത്ത വെർബാണ്. ഹാവ് വിഷ് ടെൻസ് ഫോം ഉണ്ടെങ്കിൽ ഇത് പ്ലൂറൽ ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികം ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആണ് വിഷസ് ആണ്. എവരി വൺ ഇൻ മൈ ക്ലാസ് വിഷസ് ടു ലേൺ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അപ്പം വിഷസ് ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇതിനകത്ത് ഞാൻ പറഞ്ഞു 10 kilograms ഓഫ് റൈസ്, കിലോഗ്രാംസ് അല്ലേ, അതുപോലെ തന്നെ റുപ്പീസ് അല്ലേ, ഇവയൊക്കെ പൊതുവെ ഒരു യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് എപ്പോഴും സിംഗിൾ റേ നമ്മൾ ഉപയോഗിക്കാവൂ. എങ്ങനെ? എന്നാൽ ഇവയെ നമുക്ക് പ്ലൂറലായിട്ട് ഉപയോഗിക്കാം. ഈ സാഹചര്യത്തിൽ അവിടെ ഏതെങ്കിലും തരത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടെന്നോ ഡിവൈഡ് ചെയ്യപ്പെട്ടെന്നോ ഒക്കെ പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ അത് പ്ലൂറലായി മാറും. ഇവിടെ നോക്കുക, ഇത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് സിംഗുലർ ആണ്. അപ്പോൾ സിംഗുലർ ആവുന്ന സമയത്ത് നമുക്ക് ഇവിടെ വില മതിക്കുന്നു എന്നർത്ഥത്തില്ല പറയേണ്ടത്. ഈ കോസ്റ്റിന്റെ വില ആദ്യത്തെ കോസ്റ്റ് തീരം എന്നാണ് ഉദ്ദേശിക്കുന്നത്, പറ്റത്തില്ല. COST കോസ്റ്റ് ആണ് ഇവിടെ വേണ്ടത്. അതിൽ സിംഗുലർ ആയിട്ട് വന്നിരിക്കുന്ന ഏതാ? നമുക്ക് കോസ് ആണ്. ഈ കോസ്റ്റും തെറ്റാണ്. കോസ് അല്ലെങ്കിൽ കോസ്റ്റ് ഇതാണ് വേണ്ടത്. ഇത് സിംഗുലറും ഇത് പ്ലൂറലുമാണ്. ഇവിടെ 10 kilograms പറയാൻ സ്ഥിതിക്ക് ഒരു യൂണിറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്, നമുക്ക് കോസ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ കോസ് ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ 10 kilograms ഓഫ് റൈസ് കോസ് ഓവർ 200 rupees എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, 1 of my pencils dash fallen off. ഓക്കെ, വീണ്ടും 1 of ആണ് വന്നിരിക്കുന്നത്. 1 of തുടങ്ങിയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സിംഗുലറേ വരാവൂ. ഇവിടെ സിംഗുലർ ആയിട്ട് വന്നിരിക്കുന്നത് ഏതാ? ഹാസ് ആണ്. സോ ഹാസ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, എ ഗ്രൂപ്പ് ഓഫ് മെൻ, ഞാൻ പറഞ്ഞു സ്റ്റാൻഡിങ് നിയർ ദ ഷോപ്പ്. അപ്പം ഇവര് ഒരു യൂണിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. കാരണം അവർ എവിടെ നിൽക്കുന്നു? ഷോപ്പിന്റെ അടുത്ത് നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അവരെല്ലാവരും കൂടെ ചേർന്നു. അപ്പോൾ അത് യൂണിറ്റ് ആണ്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് സിംഗിൾ ആയിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. ഇവിടെ പ്രത്യേകിച്ച് ഒരു ടൈമിംഗ് ഇവിടെ പറയുന്നില്ല. നമ്മുടെ വെർബ് ING ഫോം ആണ്. ING ഫോമിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ബി ഫോംസ് ആണ് വരുന്നത്. നമുക്ക് ബി ഫോംസ് ആയിട്ട് വന്നിരിക്കുന്ന ഹാവ് ബീനും ഉണ്ട്, അതുപോലെ ഈസ്, ആർ, വേറും ഉണ്ട്. ഇവിടെ പ്രസന്റ് ടെൻസിൽ വരത്തുള്ളൂ, കാരണം ഞാൻ പറഞ്ഞ ടൈമിംഗ് വേർഡ് ഇല്ല. അപ്പൊ വേറെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഹാവ് ബീൻ, ആർ, ഈസിനകത്ത് എന്താണ് സിംഗിൾ ആയിട്ട് വന്നിരിക്കുന്നത് ഏതാ? ഈസ് ആണ്. ഈസ് ആണ് കറക്റ്റ് ആൻസർ. എ ഗ്രൂപ്പ് ഓഫ് മെൻ ഈസ് സ്റ്റാൻഡിങ് നിയർ ദ ഷോപ്പ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, എയ്തർ ദ പ്രൈം മിനിസ്റ്റർ ഓർ ഹിസ് മിനിസ്റ്റേഴ്സ്. അപ്പൊ എയ്തർ ഓർ വന്നിട്ടുണ്ട്. എയ്തർ ഓർ അല്ലെങ്കിൽ നെയ്തർ ഓർ നോ എന്ന രീതി വരുവാണെങ്കിൽ രണ്ടാമത് വന്നിരിക്കുന്നതായിരിക്കും നമ്മൾ ആശ്രയിക്കേണ്ടത്. ഹിസ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ അതെന്താണ്? പ്ലൂറലാണ്. പ്ലൂറൽ ആയ സ്ഥിതിക്ക് നമുക്ക് നോക്കാം, ഇവിടെ ടു ബ്ലെയിം എന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ ബിയുടെ ഫോംസ് ആണ് വരേണ്ടത്. അപ്പൊ ബിയുടെ പ്ലൂറൽ ആയിട്ടുള്ള ഫോംസ് ഏതൊക്കെ നോക്കുമ്പോൾ ഹാബീൻ ഉണ്ട് അല്ലെ, ഹാബീനും ഉണ്ട്, ആറും ഉണ്ട് അല്ലെ. ഈസും ഹാസ്ബീനും ബിയുടെ ഫോംസ് ആണെങ്കിൽ സിംഗുലർ ആണ്. നമുക്ക് പ്ലൂറൽ ഫോം ആണ് വരേണ്ടത്. അപ്പൊ ആറും ഹാബീനും ബിയുടെ ഫോംസ് ആണ്. പക്ഷെ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഇങ്ങനൊരു പ്രയോഗം നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴും ഭാവിയിലേക്കുള്ള ചെയ്യേണ്ടതായിട്ട് നമ്മുടെ ഒരു ഇൻസ്ട്രക്ഷൻ എന്നുള്ള രീതിയിലാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഹാബിനെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഒന്നുകിൽ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ, ഇതിനകത്ത് ഏതെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ആർ പ്ലൂറലാണ്. സോ ആർ ആണ് നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റുക. either the prime minister or his ministers are to blame for the 2010 Commonwealth Games scam എന്നാണ് വരേണ്ടത്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം, neither the students nor the teachers. അപ്പം ഇവിടെ വീണ്ടും neither nor വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോറിന് ശേഷം വന്നിരിക്കുന്നതായിരിക്കും പരിഗണിക്കേണ്ടത്. ദ ടീച്ചേഴ്സ് ഡാഷ് കം, അവർ വന്നില്ലെന്ന. അപ്പൊ വരിക എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്ത് ഇവർ രണ്ടുപേരുമാണ്. ഇപ്പൊ എല്ലാവരും ഒരാളായിരിക്കും. അപ്പൊ ഇവർ സബ്ജക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ സബ്ജക്റ്റ് ആയിട്ട് നിൽക്കുകയും നമ്മുടെ വെർബ് V3 ഫോമും ആണെങ്കിൽ നമ്മളിവിടെ ഹാവിന്റെ ഫോംസ് എഴുതാവൂ അല്ലെ. ഹാവിന്റെ ഫോംസ് നമുക്കറിയാം ഹാസ്, ഹാവ്, ഹാഡ് ആണ്. ഒരു സിമ്പിൾ സെന്റൻസ് ആണ്. സിമ്പിൾ സെന്റൻസിനെ നമ്മൾ എന്തായിട്ട് പരിഗണിക്കാവൂ? പ്രസന്റ് ടെൻസിലെ പരിഗണിക്കാവൂ. അവിടെ ഹാഡ് പറ്റത്തില്ല, ഒന്നുകിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ്. ഇവിടെ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആയിരിക്കും, ഹാവേ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മുടെ ഓപ്ഷൻസ് ഡി ആണ് കറക്റ്റ് ആൻസർ. neither students nor the teachers have come എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം, ജാക്ക് ആൻഡ് ജിൽ രണ്ടുപേരാണ്. അവർക്ക് ഒന്നിന്റെ മുന്നിലോ ഒന്നും പൊസസീവ് അഡ്ജക്റ്റീവോ ആർട്ടിക്കിൾസോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ ഇവർ പ്ലൂറലാണ്. പ്ലൂറലായ സ്ഥിതിക്ക് നമ്മൾ എന്താണ് പ്ലൂറൽ ഫോം ആയിട്ടുള്ള ബിലോങ് ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ബിലോങ്സ് സിംഗുലർ ആണ്. ബിലോങ്ങിങ്ങും ബിലോങ്ങിനും
പ്രത്യേകിച്ച് ഒരു ടെൻസ് ഫോം ഇല്ല. അപ്പോൾ ഇവിടെ ബിലോങ് ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നോക്കുക. ദ ടീച്ചർ അലോങ് വിത്ത് സ്റ്റുഡൻസ്. ഇപ്പോൾ ഇതുപോലെ അലോങ് വിത്ത്, ആസ് വെൽ എസ് ഇവയൊക്കെ വരുമ്പോൾ നമ്മൾ അതിന് മുന്നിലുള്ളതിനെയായിരിക്കും പരിഗണിക്കേണ്ടത്. ദ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഒരാളേ ഉള്ളൂ. ഗോയിങ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗോയിങ് ING ഫോം ഓഫ് വെർബാണ്. ഇതെന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. നമ്മുടെ സെന്റൻസ് സബ്ജക്റ്റ് തുടങ്ങുകയും ING ഫോം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ബിയുടെ ഫോംസേ വരാവൂ. അപ്പോൾ ഇവിടെ ഈസ്, ആം, ആർ അതിനകത്ത് ഏതെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. കാരണം ഇത് പ്രത്യേകിച്ച് ഒരു ടെൻസ് ഫോം എടുത്ത് പറയുന്നില്ല. അതിന് പ്രസന്റ് ആയിട്ട് പരിഗണിക്കാവൂ. അപ്പോൾ അങ്ങനെ ആയത്തേക്ക് നമുക്കിവിടെ ടീച്ചർ വരുന്നതുകൊണ്ട് നമുക്ക് ഈസ് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ദ ടീച്ചർ അലോങ് വിത്ത് ദ സ്റ്റുഡൻസ് ഈസ്. ഇതാണ് കറക്റ്റ് ആൻസർ. ദ ടീച്ചർ അലോങ് വിത്ത് ദ സ്റ്റുഡൻസ് ഈസ് ഗോയിങ് ടു ദ തിയേറ്റർ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദ ബ്യൂട്ടി ഓഫ് തൗസൻഡ്സ് ഓഫ് മിറൈൽസ് എന്ന് പറയുമ്പോൾ ഇതാണ് ഇതിന്റെ സബ്ജക്റ്റ് ഇതാണ്. ഈ എൻചാൻറ്റിംഗ് എന്ന് പറയുമ്പോൾ ING ഫോം ആണെങ്കിൽ ഇത് അഡ്ജക്റ്റീവ് ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അങ്ങനെ ആണെങ്കിലും ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. അപ്പോൾ ബിയുടെ ഫോംസ് ആണ് വരേണ്ടത്. ഇതിനകത്ത് നമുക്ക് ദ ബ്യൂട്ടി എന്നുള്ളതാണ് ഇവിടുത്തെ ഹെഡ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. കാരണം ഓഫിന് മുമ്പിൽ വന്നിരിക്കുന്നത് ദ ബ്യൂട്ടി ആണ്. ബ്യൂട്ടിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സിംഗുലർ ആണ്. അപ്പോൾ ഈസ് എൻചാൻറ്റിംഗ് ആണ് വരേണ്ടത്. ഇവിടെ പ്രത്യേകിച്ച് ഒരു ടൈമിംഗ് വേർഡ് എടുത്ത് പറയുന്നില്ല. ടെൻസ് ഫോമിന്റെ ടൈം വേർഡ് എടുത്ത് പറയുന്നില്ല. പറയാത്ത സ്ഥിതിക്ക് നമ്മൾ പ്രസന്റ് ടെൻസ് ആയിട്ട് പരിഗണിച്ചുകൊണ്ട് സിംഗുലർ ആയിട്ട് ഈസ് നമുക്ക് എഴുതാം. ഓക്കെ, അടുത്ത ചോദ്യം, മൈ ആണ്ട് ഓർ മൈ അങ്കിൾ. അപ്പോൾ ഓർ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രണ്ടാമത് ഒന്നിരിക്കായിരിക്കും നമ്മൾ ആശ്രയിക്കേണ്ടത്. രണ്ടാമത് മൈ അങ്കിൾ ആണ്. മൈ അങ്കിൾ സിംഗുലർ ആണ്. ഡാഷ് ബൈ ട്രെയിൻ ടുഡേ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ആർ അറൈവിങ് നമുക്ക് പറ്റത്തില്ല. ആർ അറൈവിങ് എന്ന് പറയുന്നത് സിംഗുലർ പ്ലൂറലാണ്. വേർ അറൈവിങ്ങും പ്ലൂറലാണ്. ഒന്നുകിൽ വാസ് അറൈവിങ് അല്ലെങ്കിൽ ഈസ് അറൈവിങ്. ഇവിടെ ടുഡേ എന്ന് പറയുന്ന സ്ഥിതിക്ക് വാസ് അറൈവിങ് പറ്റത്തില്ല. നമുക്ക് ഈസ് അറൈവിങ്ങേ പറ്റത്തുള്ളൂ. ഇതാണ് കറക്റ്റ് ആൻസർ. ഇത് 20 റുപ്പീസ്. ഞാൻ പറഞ്ഞു 20 റുപ്പീസ് എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ പറയുന്നത് നോട്ട് എ ലാർജ് സം എന്നൊക്കെ പറയുന്നു. അപ്പോൾ 20 റുപ്പീസിന് ഇവിടെ ഒരു യൂണിറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. സോ അതിനെ നമുക്ക് സിംഗുലർ ആയിട്ട് പരിഗണിക്കണം. ഇവിടെ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. അല്ല എന്നൊരർത്ഥമാണ് നൽകുന്നത്. അല്ല എന്നൊരർത്ഥം നൽകണമെങ്കിൽ ബിയുടെ ഫോംസ് ആണ് വരേണ്ടത്. ബിയുടെ ഫോംസ് നമ്മൾ ഈസ് ഓർ ആം ഓർ ആർ ആണ്. അങ്ങനെ പ്രസന്റ് ടെൻസിൽ. അപ്പോൾ ഇവിടെ സിംഗുലർ ആയ സ്ഥിതിക്ക് ഈസ് ആണ് നമുക്ക് പരിഗണിക്കാൻ പറ്റുക. ഈസ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, നെയ്തർ മീര നോർ ഹർ ബ്രദർ ഡാഷ് പ്രസന്റ് ടുഡേ. അപ്പം നോറിനെ നമ്മൾ ശേഷമുള്ളതിനെ ആശ്രയിക്കണം. ഹർ ബ്രദർ ആണ്. ഹർ ബ്രദർ സിംഗുലർ ആണ്. ടുഡേ എന്ന് പറയുന്നുണ്ട്. സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. ബിയുടെ ഫോംസ് ആണ് വരേണ്ടത്. ഇവിടെ ഈസ് ആണ് നമുക്ക് പറയാൻ പറ്റുക. ഈസ് ആണ് കറക്റ്റ് ആൻസർ. നെയ്തർ മീര നോർ ഹർ ബ്രദർ ഈസ് പ്രസന്റ് ടുഡേ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. എവരി മാൻ പറഞ്ഞ എവരി എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയാൽ സിംഗുലർ ആയിരിക്കും വരിക. അപ്പൊ ഇവിടെ നമുക്ക് ടു ബി ഹാപ്പി എന്നാ പറയുന്നത്. ഹാപ്പി ആകേണ്ടതായിട്ടുണ്ട് എന്ന അർത്ഥത്തിലാണ് അല്ലേ. അപ്പൊ എവരി മാൻ ഡാഷ് ടു ബി ഹാപ്പി എന്ന് പറയുമ്പോൾ അതൊരു നമ്മുടെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. ജനറൽ ഇൻസ്ട്രക്ഷനാണ്. അങ്ങനെ സമയത്ത് നമ്മൾ എന്താ പറയുക ഉപയോഗിക്കാം? ഈസ് ഉപയോഗിക്കാം. എവരി മാൻ ഈസ് ടു ബി ഹാപ്പി എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം, വൺ ഓഫ് മൈ കൊളീഗ്സ് ഡാഷ് അറ്റൻഡഡ് ദ സെമിനാർ. അപ്പോൾ 1 ആണ് വന്നിരിക്കുന്നത്. 1 നമുക്കറിയാം സിംഗുലർ ആണ്. സോ ഇവിടെ നമുക്ക് സിംഗുലർ വെർബാണ് ഉപയോഗിക്കേണ്ടത്. അറ്റൻഡ് ചെയ്യുന്ന, അപ്പൊ അറ്റൻഡ് ചെയ്യുക എന്ന് പറഞ്ഞ പ്രവൃത്തി ചെയ്ത് ഇവരാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇത് സബ്ജക്റ്റിലാണ് തുടങ്ങിയിരിക്കുന്നത്. നമ്മുടെ വെർബ് V3 ഫോമിൽ വന്നിരിക്കുന്നു. അങ്ങനെ സബ്ജക്റ്റിൽ തുടങ്ങുകയും നമ്മുടെ വെർബ് V3 ഫോം ആണെങ്കിൽ ഹാവിന്റെ രൂപമാണ് എഴുതേണ്ടത്. 1 വന്ന സ്ഥിതിക്ക് ഹാവിന്റെ സിംഗുലറായ ഹാസ് ആയിരിക്കണം നമ്മൾ ഇവിടെ എഴുതേണ്ടത്. നമുക്ക് ഹാസ്. ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ വൺ ഓഫ് മൈ കൊളീഗ്സ് ഹാസ് അറ്റൻഡഡ് ദ സെമിനാർ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഈസ് എഴുതാൻ പാടില്ല. കാരണം ഇത് അറ്റൻഡഡ് എന്ന് പറയുന്ന V3 ഫോം വന്നു. സബ്ജക്റ്റിലാണ് തുടങ്ങിയിരിക്കുന്നത്. ഇനി ഒബ്ജക്റ്റിലാണ് തുടങ്ങിയിരിക്കുന്നതെങ്കിൽ ഒബ്ജക്റ്റിൽ തുടങ്ങി ഇവിടെ V3 ഫോം ആണെങ്കിൽ നമ്മൾ ബിയുടെ ഫോംസിനെ പരിഗണിക്കണം. ഓക്കെ, പക്ഷെ ഇവിടെ അറ്റൻഡ് ചെയ്യുന്ന പറയുന്ന പ്രവൃത്തി ചെയ്തത് ഈ 1 ആണ്. അപ്പോൾ സബ്ജക്റ്റിലാണ് തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഇവിടെ നമ്മൾ ഹാവിന്റെ ഫോംസ് എഴുതാം. കാരണം V3 വന്ന സ്ഥിതിക്ക് ഹാവിന്റെ ഫോംസ് എഴുതാം. ഹാവിന്റെ സിംഗുലർ ഏതാ? ഹാസ് ആണ്. അതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, എയ്തർ ദ പെൻ ഓർ ദ പേപ്പർ ഡിഫക്റ്റീവ്. അപ്പോൾ ആണെന്ന, അതായത് പേനയോ പേപ്പറോ ഡിഫക്റ്റീവ് ആകുന്നു എന്നർത്ഥമില്ല. അപ്പം ആകുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബിയുടെ ഫോംസ് ആണ് വരേണ്ടത്. അപ്പോൾ ഈസ്, ആം, ആർ അത് ഏതെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പം നോക്കുക, ഓറിന് ശേഷം വന്നത് ദ പേപ്പർ ആണ്. ദ പേപ്പർ സിംഗുലർ ആണ്. അപ്പോൾ ഈസ് നമുക്ക് എഴുതാം. ഈസ് ഡിഫക്റ്റീവ്. ഐദർ ദ പെൻ ഓർ ദ പേപ്പർ ഈസ് ഡിഫക്റ്റീവ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ദ പൊളിറ്റിക്കൽ ലീഡർ വിത്ത് ഹിസ് ഫോളോവേഴ്സ് ഡാഷ് ദ പോഡിയം ടു ഡെലിവർ എ സ്പീച്ച് എന്ന് പറയുമ്പോൾ ഇവിടെ വിത്ത് വന്നിട്ടുണ്ട്. ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന ദ പൊളിറ്റിക്കൽ ലീഡർ വിത്ത് ഹിസ് ഫോളോവേഴ്സ് എന്നാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഈ സബ്ജക്റ്റിന്റെ പ്രത്യേകത ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണല്ലോ.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പ്രിപ്പോസിഷൻ നോക്കണം. ഇവിടെ വിത്ത് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് വന്നിരിക്കുന്ന ഏതാ? ദ പൊളിറ്റിക്കൽ ലീഡർ എന്ന്. ഇതാണ് ഇവിടുത്തെ ഹെഡ് സബ്ജക്ട്. ദ പൊളിറ്റിക്കൽ ലീഡർ എന്ന് സിംഗുലർ ആണ്. സോ ഇവിടെ സിംഗുലർ ആയിട്ടുള്ള കാര്യം വരാവൂ. ഇവിടെ സിംഗുലർ ആയിട്ട് വരുമ്പോൾ നമ്മൾ നോക്കുക, ഇവിടെ ഈ സെൻറ്റൻസിന്റെ പ്രത്യേകത എന്താണ്? ഒരു സിമ്പിൾ സെൻറ്റൻസ് ആണ്. ഒപ്പം അതിന് പ്രത്യേകിച്ച് ടെൻസ് ഫോം എടുത്ത് പറയുന്നില്ല. സോ പ്രസന്റിലെ നമ്മൾ പരിഗണിക്കാവൂ. ഇവിടെ പ്രസന്റ് ആയിട്ട് പരിഗണിക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ എല്ലാം പ്രസന്റ് ടെൻസിലാണ് വന്നിരിക്കുന്നത്. അതിൽ സിംഗുലർ ആയിട്ട് വന്നിരിക്കുന്ന ഏതാ? എൻഡേഴ്സ് ആണ്. എൻഡറും ഹാവ് എൻഡേർഡും പ്ലൂറൽ ഫോമാണ്. അപ്പോൾ ദ പൊളിറ്റിക്കൽ ലീഡർ വിത്ത് ഹിസ് ഫോളോവേഴ്സ് എൻഡേഴ്സ് ദ പോഡിയം. എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദ നമ്പർ ഓഫ് ഗേൾസ് ഡാഷ് വെരി ലോ. മനസ്സിലാക്കേണ്ട എ നമ്പർ ഓഫ് എന്നായിരുന്നെങ്കിൽ നമ്മൾ പ്ലൂറൽ എഴുതും. ദ നമ്പർ ഓഫ് എന്നാകുമ്പോൾ നമ്മൾ സിംഗുലർ എഴുതാൻ പാടുള്ളൂ. ഇപ്പൊ സിംഗുലർ ആയിട്ടുള്ള കാര്യം ദ നമ്പറിൽ തുടങ്ങിയാണെങ്കിൽ സിംഗുലറും, എ നമ്പർ ഓഫ്, സെവറൽ നമ്പർ ഓഫ് എന്നൊക്കെ ഈ തുടങ്ങിയാണെങ്കിൽ പ്ലൂറലും ആയിരിക്കണം. ഇവിടെ ദ നമ്പർ ഓഫ് എന്നാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ സിംഗുലർ വരാവൂ. ലോ ആണ്, ആകുന്നു എന്നർത്ഥത്തിലാണ്. അപ്പൊ ബിയുടെ ഫോംസ് നമ്മൾ ഉപയോഗിക്കാവൂ. ഇവിടെ പ്രത്യേകിച്ച് ടെൻസിന്റെ ടൈമിംഗ് വേർഡ് ഒന്നും എടുത്ത് പറയുന്നില്ല. പ്രസന്റ്, അത് സിമ്പിൾ സെന്റൻസിലാണ്. അപ്പൊ പ്രസന്റ് ടെൻസിനെ പരിഗണിക്കണം. പ്രസന്റ് ടെൻസിൽ ആകുന്നു എന്നർത്ഥം നൽകുന്ന ഏതായിരിക്കും? ഈസ്, ആണ്. അതിനകത്ത് സിംഗുലർ ആയിട്ട് വരിക ഏതായിരിക്കും? ഈസ് ആണ്. ഈസ് ആണ് കറക്റ്റ് ആൻസർ. ദ നമ്പർ ഓഫ് ഗേൾസ് ഈസ് വെരി ലോ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, സം ഓഫ് ദിസ് മണി ഡാഷ് യുവേഴ്സ്. നമ്മൾ മനസ്സിലാക്കേണ്ട സം ഓഫ് തുടങ്ങുമ്പോൾ ഈ ഓഫിന് ശേഷം വന്നിരിക്കുന്നതാണ് പരിഗണിക്കേണ്ടത്. ഇവിടെ ഓഫിന് ശേഷം വന്നിരിക്കുന്നത് ദിസ് മണി എന്ന. മണി എപ്പോഴും അൺകൗണ്ടബിൾ ആണ്. അൺകൗണ്ടബിൾ ആയിട്ട് വരികയാണ് നമ്മൾ സിംഗുലറും, കൗണ്ടബിൾ ആയിട്ട് വരികയാണ് നമ്മൾ പ്ലൂറലും നമ്മൾ ഉപയോഗിക്കണം. ഏത് സാഹചര്യത്തില്ല? സം ഓഫ്, നൺ ഓഫ്, എ ലോട്ട് ഓഫ് ഒക്കെ വരുമ്പോൾ. ഇവിടെ സം ഓഫ് വന്ന സ്ഥിതിക്ക് ഇത് നോക്കുക, ഇവിടെ കൗണ്ടബിൾ ആണ്. കൗണ്ടബിൾ ആയ സ്ഥിതിക്ക് അൺകൗണ്ടബിൾ ആണ്. അൺകൗണ്ടബിൾ ആയ സമയത്ത് നമ്മൾ സിംഗുലർ ഉപയോഗിക്കാവും. അപ്പൊ സം ഓഫ് ദിസ് മണി ഡാഷ് യുവേഴ്സ്, ഈ പൈസയിൽ കുറച്ച് നിന്റേതാണെന്നാണ് പറയുന്നത്. അപ്പൊ ആകുന്നു എന്നർത്ഥം വരുമ്പോൾ ബിയുടെ ഫോംസ് ആണ് ഉപയോഗിക്കേണ്ടത്. ബിയുടെ ഫോംസിൽ ഈസ്, ആണ്, ആകുന്നു അർത്ഥം നൽകുന്നത്. ഇവിടെ ഇത് സിംഗുലർ ആണ്. സിംഗുലർ ആയ സ്ഥിതിക്ക് നമ്മൾ ഈസ് ആണ് ഉപയോഗിക്കുന്നത്. അതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നോക്കുക, വൺ ഓഫ് മൈ ഫ്രണ്ട്സ്. വീണ്ടും വൺ ഓഫിൽ തുടങ്ങിയിരിക്കുന്നു. ഗോയിങ് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് സബ്ജക്റ്റ് ആണ്. നമ്മുടെ പറയുമ്പോൾ ING വരികയാണ്. ബിയുടെ ഫോംസ് വരാവൂ. ബിയുടെ ഫോംസ് സിംഗുലർ ആയിട്ടുള്ളത് ഏത്? ഈസ് ആണ്. ഏതാ? പോകുന്നു. പ്രസന്റ് ടെൻസിൽ പറയുമ്പോൾ ഇത് പ്രസന്റ് ടെൻസ് ആണ്. കാരണം പ്രത്യേകിച്ച് ടെൻസിന്റെ ടൈമിംഗ് വരുന്നെടുത്ത് പറയുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ പ്രസന്റ് ടെൻസ് ആയിട്ട് പരിഗണിച്ചുകൊണ്ട് നമുക്ക് ഈസ് എഴുതാം. ഈസ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, വൺ ഓഫ് ദ ബോയ്സ് ഡാഷ് ആബ്സെന്റ് ടുഡേ. വീണ്ടും വൺ ഓഫ് വന്നിരിക്കുന്നു. ടുഡേ എന്നും വന്നിട്ടുണ്ട്. ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബിയുടെ ഫോംസ് ആണ് വരേണ്ടത്. ബിയുടെ സിംഗുലർ ഏതാ? ഈസ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നോക്കുക, വൺ ഓഫ് ദ ബോയ്സ്. എത്രയോ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് അല്ലേ? വൺ ഓഫ് ദ ബോയ്സ് ഡാഷ് എ തീഫ്. ആകുന്നു എന്നർത്ഥമാണ്. ആ ആൺകുട്ടികൾ ഒരാൾ തീഫാണെന്നാണ് പറയുന്നത്. ആകുന്ന അർത്ഥം വരണമെങ്കിൽ ബിയുടെ ഫോംസ് ആണ് വരേണ്ടത്. ആകുന്ന അർത്ഥം നൽകുന്നത് ബിയുടെ ഫോംസ് ഈസ്, ആണ്. സിംഗുലർ ആയിട്ട് വരുന്നത് ഈസ് ആണ്. ഈസ് ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡാഷ് എ സൂപ്പർ പവർ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് യൂണിറ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഇതിനകത്ത് തന്നെ ഉണ്ട് യുണൈറ്റഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ പറയുമ്പോൾ സിംഗുലർ ആയിട്ട് നമ്മൾ പരിഗണിക്കാവൂ. അപ്പോൾ ഇവിടെ സൂപ്പർ പവർ ആണെന്നാണ് പറയുന്നത്. അത് എന്താ? ഫാക്റ്റ് ആണ്. സോ നമുക്കിവിടെ ധൈര്യമായിട്ട് ഈസ് ഉപയോഗിക്കാം. ഈസ് ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം, എ ലോട്ട് ഓഫ്. മനസ്സിലാക്കേണ്ട കാര്യം, എ ലോട്ട് ഓഫ്, നൺ ഓഫ്, സം ഓഫ്, എ ഗുഡ് ഡീൽ ഓഫ് എന്ന രീതിയൊക്കെ വരുമ്പോൾ നമ്മൾ ആ ഓഫിന് ശേഷം വന്നിരിക്കുന്നതായിരിക്കണം പരിഗണിക്കേണ്ടത്. ഇവിടെ വർക്കാണ്. വർക്ക് എന്താണ്? അൺകൗണ്ടബിൾ ആണ്. സോ നമ്മൾ സിംഗുലർ ആയിട്ടേ പരിഗണിക്കാവൂ. കൗണ്ടബിൾ ആയിരുന്നെങ്കിൽ നമുക്ക് പ്ലൂറൽ ആയിട്ട് പരിഗണിക്കണം. അല്ലെ? ഇവിടെ വർക്ക്, ലോട്ട് ഓഫ് വർക്ക് ഡാഷ് സ്റ്റിൽ ടു ബി ഡൺ എന്നാണ്. എന്നുവെച്ചാൽ കുറെ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മളിവിടെ ഹാവിന്റെ രൂപ ഉപയോഗിക്കേണ്ടത്. ഇവിടെ സിംഗുലർ ഏതാ? ഹാസ്. എ ലോട്ട് ഓഫ് വർക്ക് ഹാസ് സ്റ്റിൽ ടു ബി ഡൺ. ഇതാണ് കറക്റ്റ് ആൻസർ. ഹാസ് ആണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ഡാഷ് ദ പഞ്ചായത്ത് പ്രസിഡന്റ് നോർ ദ മെമ്പേഴ്സ് അറ്റൻഡ് ദ മീറ്റിംഗ്. അപ്പൊ ഇവിടെ നോർ വന്ന സ്ഥിതിക്ക് ഇനി എന്താ വരാവും? ഇവിടെ നെയ്തറെ വരാവും. അപ്പൊ നെയ്തർ ദ പഞ്ചായത്ത് പ്രസിഡന്റ് നോർ ദ മെമ്പേഴ്സ് അറ്റൻഡ് ദ മീറ്റിംഗ് എന്നാണ്. ഇവിടെ ഓർ ആയിരുന്നെങ്കിൽ നമുക്ക് ഏതർ എഴുതാമായിരുന്നു. ഇവിടെ നോർ ആയ സ്ഥിതിക്ക് നെയ്തർ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഏതർ ദ സ്റ്റുഡൻസ് ഓർ ദ ടീച്ചർ. അപ്പം ഇവിടെ ഏതർ ഓർ വന്നു. അപ്പോൾ ഓറിന് ശേഷം വന്നിരിക്കുന്ന ഏത്? ദർ ടീച്ചറാണ്. ദ ടീച്ചർ എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്.
ഇവിടെ സിംഗുലർ ആയിട്ടുള്ളതേ വരാവൂ. ഇവിടെ കം വന്ന സ്ഥിതിക്ക് P3 ഫോമാണ്. ഇപ്പോൾ സബ്ജക്റ്റിൽ തുടങ്ങുകയും P3 ഫോം വരികയാണ് നമ്മൾ ഹാവിൻ്റെ രൂപം എഴുതാവൂ. ഹാവിൻ്റെ ഫോംസ് ആയാൽ ഇതിനകത്ത് സിംഗുലർ ഹാസ് ആണ്. ഹാസ് ആണ് കറക്റ്റ് ആൻസർ. ഹാസ് ബീൻ വരത്തില്ല, അത് ബിയുടെ ഫോംസ് ആണ്. ഹാസ് ബീനും ഹാഡ് ബീനും ഒക്കെ ബിയുടെ ഫോംസ് ആണ്. ഹാവിൻ്റെ രൂപം എന്ന് പറയുമ്പോൾ ഹാസ് ഹാവ് ഹാഡ് ആണ്. ഇവിടെ നമുക്ക് ഹാസേ പറ്റത്തുള്ളൂ. അടുത്ത് നെയ്തർ ദ ഗേൾ നോർ ഹെർ ബ്രദർ ഡാഷ് പാസ്റ്റ് എന്ന് പറയുമ്പോൾ നോർ ശേഷം ഹെർ ബ്രദർ ആണ്, സിംഗുലർ ആണ്, പാസ് ആയെന്നാണ് പറയുന്നത്. അപ്പം പാസ്റ്റ് എന്ന് പറഞ്ഞാൽ V3 ഫോം ആണ്. ഇത് സബ്ജക്റ്റിലാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഹാവിൻ്റെ രൂപങ്ങളെ വരാവൂ. ഇവിടെ സിംഗുലർ ആയിട്ട് വന്നിട്ട് ഹാസ് ആണ്. ഹാസ് പാസ്റ്റ്. ഇനി അടുത്ത ചോദ്യം ദ നമ്പർ ഓഫ് സോൾജേഴ്സ് കിൽഡ് ഇൻ ദ വാർ. അപ്പോൾ ഇത്രയും ഇവിടെയാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ദ നമ്പർ ഓഫ് നമ്പറാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ദ നമ്പർ എന്ന് തുടങ്ങുകയാണെങ്കിൽ സിംഗുലർ ആയിരിക്കും. സിംഗുലർ ആയിട്ടുള്ള കാര്യമാണ് വരേണ്ടത്. അപ്പോൾ കിൽഡ് ഇൻ ദ വാർ എന്നാണ് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ കാലമാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ആ സമയത്ത് വാസ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. വാസ് ആണ് കറക്റ്റ് ആൻസർ. ജോൺ ആൻഡ് ഹിസ് ബ്രദർ ഡാഷ് ഹാർ. നമുക്ക് ജോൺ ആൻഡ് ഹിസ് ബ്രദർ നമ്മൾ രണ്ടാമത്തിൻ്റെ മുന്നിലാണ് ഹിസ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് പ്രശ്നമല്ല. എന്നാൽ ഇതിൻ്റെ ആദ്യത്തിൻ്റെ മുന്നിലാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ ഇതിന് പകരം അല്ലേ, രണ്ടാമത്തേന് പകരം ആദ്യത്തിൻ്റെ മുന്നിലാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ സിംഗുലറായിട്ട് പരിഗണിച്ചേനെ. അങ്ങനെ പറയാത്ത സ്ഥിതിക്ക് ഇത് രണ്ടും ഇവിടെ ചേർന്ന് വന്ന് പ്ലൂറലായി മാറും. അപ്പോൾ ഇവിടെ ഏതായിരിക്കും വരിക? പ്ലൂറലായിട്ട് വന്നിരിക്കുന്ന ഏതിനകത്ത് വർക്കാണ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം എന്താണ്? എയ്തർ ഹി ഓർ ഐ ഡാഷ് മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ എയ്തർ ഹി ഓർ ഐ. അപ്പോൾ ഐയെ ആശ്രയിച്ചാണ് നമ്മൾ എഴുതേണ്ടത്. ഐയുടെ കൂടെ നമുക്ക് എന്ത് എഴുതാൻ പറ്റത്തുള്ളൂ? ആമേ എഴുതാൻ പറ്റത്തുള്ളൂ. ആമാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. മോസ്റ്റ് ഗേൾസ് ഡാഷ് അഫ്രൈഡ് ഓഫ് കോക്രോച്ചസ് എന്ന് പറയുമ്പോൾ മോസ്റ്റ് ഗേൾസ് എന്ന് പറഞ്ഞാൽ പ്ലൂറലാണ്. അപ്പം ആർ അഫ്രൈഡ് ഓഫ് എന്ന് വെച്ചാൽ കൊക്രോച്ചിനെ പേടിയാണ്, ആകുന്നു എന്നർത്ഥമാണ് ഉദ്ദേശിക്കുന്നത്. അതൊരു ഫാക്റ്റ് ആണ്. അപ്പോൾ പ്രസന്റൻസിലേ പറയാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ അപ്പോൾ ആകുന്നു എന്നർത്ഥം നൽകുന്നതിനകത്ത് പ്ലൂറൽ ഏതാണ്? ആറാണ്. അപ്പോൾ ആറാണ് കറക്റ്റ് ആൻസർ. ആർ അഫ്രൈഡ് ഓഫ് കോക്രോച്ചസ് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ദ ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ന്യൂസ് എപ്പോഴും സിംഗുലർ ആയിരിക്കും. ഡാഷ് റിയലി ഗോയിങ് ടു ഷേക്ക് ദ ഗവൺമെന്റ് റൂൾസ് നമ്മൾ ഗോയിങ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഗോയിങ്ങിന് തൊട്ട് നമ്മൾ ബിയുടെ ഫോംസ് ആണ് എഴുതേണ്ടത്. ഇത് പ്രസന്റൻസിലേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പ്രസന്റൻസിലേ പറയാൻ പറ്റത്തുള്ളൂ. എങ്ങനെയാണെങ്കിലാ സിമ്പിൾ സെന്റൻസ് ആണെങ്കിൽ സിമ്പിൾ സെന്റൻസും ആണ് ശരിയാണ്. പ്രസന്റൻസിലേ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഓപ്ഷനിൽ പ്രസന്റിന്റെ ഇല്ല, ആറുണ്ട്. 6 പ്രസന്റാണ്. പക്ഷെ ഇവിടെ തന്നെ ഈസ് എന്നാണ് വരേണ്ടത്. അങ്ങനെ ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് പിന്നെ ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളത്? വാസാണ്. അങ്ങനെയുള്ള സന്ദർഭം നമുക്ക് വാസ് എഴുതാം. ഓക്കെ, ഇവിടെ ഈസ് തന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ എഴുതാതിരിക്കരുത്. ഈസും ഇപ്പം വാസും ഈസും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈസിനാണ് പരിഗണന കൊടുക്കേണ്ടത്. എന്നാൽ വാസ് മാത്രമേ ഉള്ളെങ്കിൽ വാസായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഇനി വൺ ഓഫ് അസ്. വീണ്ടും വൺ വന്നിരിക്കുന്നു. അപ്പം സിംഗുലർ ആണ്. ഗോയിങ് എന്നാണ് വന്നിരിക്കുന്നത് വെർബ്. അപ്പം ബിയുടെ ഫോംസ് ആണ് വരേണ്ടത്. ബിയുടെ ഫോംസ് അതിനകത്ത് സിംഗുലർ ആയിട്ട് വരുന്ന എപ്പോഴും എന്തായിരിക്കും? ഈസ് ആയിരിക്കും. ഈസ് ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് നോക്കുക. ഏജ് ആൻഡ് എക്സ്പീരിയൻസ്. ഏജ് ആൻഡ് എക്സ്പീരിയൻസ് നമ്മൾ എപ്പോഴും സിംഗുലർ ആയിട്ടേ കണക്കാക്കത്തുള്ളൂ. സോ ഇവിടെ സിംഗുലർ വെർബാണ് വരേണ്ടത്. ഏതായിരിക്കും? ബ്രിങ്സ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. വൺ ഓഫ് മൈ ഫ്രണ്ട്സ്. വീണ്ടും വൺ ഓഫ് വന്നിട്ടുണ്ട്. സിംഗുലറേ വരാവൂ. ആകുന്നു എന്നർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈസ് ആണ് വരേണ്ടത്. അല്ലെ, ഈസ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നെയ്തർ സീന നോർ റീന. അപ്പൊ നോറിന് ശേഷം റീന ആണ് വന്നിരിക്കുന്നത്. സിംഗുലർ ആണ്. നമ്മൾ ചിലപ്പോൾ ഈ സ്വിമ്മിങ് എഴുതി വെക്കാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് നോക്കി. പക്ഷെ അല്ല, ഈ സ്വിമ്മിങ് ഇവിടെ പറയാൻ പറ്റത്തില്ല. കാരണം എന്താണ്? അവരുടെ ഹാബിറ്റ്, അവർ ചെയ്യാറില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ചെയ്യാറില്ല അല്ലെങ്കിൽ ചെയ്യാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മളിപ്പോൾ സിമ്പിൾ പ്രസന്റിലേ പറയാവും. അപ്പോൾ ഇവിടെ സിംസ് ആണ് കറക്റ്റ് ആൻസർ. സിംസ്. അപ്പൊ നെയ്തർ സീന നോർ റീന സ്വിംസ് വെൽ എന്ന് വെച്ചാൽ സീനയോ റീനയോ നല്ലതുപോലെ നീന്താറില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സിംസ് ആണ് കറക്റ്റ് ആൻസർ. ദ അനൗൺസ്മെന്റ് ഓഫ് ദ റിസൾട്ട്സ് ഡാഷ് അവൈറ്റഡ്. അത് ഇവിടെ നോക്കുക, ഓഫ് വന്നിട്ടുണ്ട്. ഓഫിന് മുമ്പിൽ വന്നിരിക്കുന്നത് എന്താണ്? അനൗൺസ്മെന്റ് ആണ് അല്ലെ. അനൗൺസ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. അനൗൺസ്മെന്റ് സിംഗുലർ ആണ്. ഇപ്പൊ സിംഗുലർ ആയിട്ടുള്ള സംഭവമാണ് വരേണ്ടത്. ഡാഷ് അവൈറ്റഡ് എന്ന് പറയുന്നത് ഒരു അവസ്ഥയെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഈസ് അവൈറ്റഡ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഈസ് അവൈറ്റഡ് എന്നുവെച്ചാൽ ആ റിസൾട്ട്സിനെ കുറിച്ചുള്ള അനൗൺസ്മെന്റ് വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നർത്ഥമില്ല. അപ്പം ഈസ് ആണ് എഴുതേണ്ടത്.
അപ്പോൾ ഇനി അടുത്തത് ഹി ഡിഡ് നോട്ട് ഈറ്റ് ദ കേക്ക്, ഷി ഡിഡ് നോട്ട് ഈറ്റ് ഇറ്റ്. എന്തായിരിക്കും? ഇവിടെ നോട്ട് വന്നു, ഇവിടെ നോട്ട് വന്നു. അങ്ങനെ പിന്നെ നെയ്തർ പറ്റത്തില്ല, എയ്തറേ പറ്റത്തുള്ളൂ. അപ്പോൾ രണ്ടുപേരെ കുറിച്ചാണ് പറയാം. രണ്ടുപേരെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എയ്തറോ നെയ്തറോ ഉപയോഗിക്കാം. രണ്ടിടത്ത് നോട്ട് വന്ന സ്ഥിതിക്ക് നമുക്ക് എയ്തർ പറ്റത്തില്ല, പിന്നെ നമുക്ക് എന്തേ പറ്റത്തില്ല, നെയ്തർ പറ്റത്തില്ല, പിന്നെ എന്തേ പറ്റത്തുള്ളൂ? എയ്തറേ പറ്റത്തുള്ളൂ. എയ്തറാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നെയ്തർ ഓഫ് ദം. നമ്മൾ പറഞ്ഞു നെയ്തർ എന്ന് മാത്രമേ ഉള്ളെങ്കിൽ സിംഗുലർ ആയിരിക്കും. അപ്പോൾ സിംഗുലർ ആയിട്ടുള്ള ഏതാ? നോസ്. നോസ് ദ ആൻസർ. ഇനി അടുത്ത ചോദ്യം മോസ്റ്റ് ഓഫ് ദ ബനാനാസ് ഇൻ ദ ബാസ്കറ്റ്. അപ്പം മോസ്റ്റ് ഓഫ് കഴിഞ്ഞ ശേഷം ദ ബനാന, മോസ്റ്റ് ഓഫ് ശേഷം വന്നിരിക്കുന്നത് പ്ലൂറൽ ഫോമാണ്, കൗണ്ടബിൾ നൗണാണ്. അങ്ങനെ കൗണ്ടബിൾ നൗൺ വരികയും അത് പ്ലൂറലും ആണല്ലോ. അങ്ങനെ ഒരു സമയത്ത് നമ്മളിവിടെ പ്ലൂറൽ ഫോം ഉപയോഗിക്കാവൂ. അപ്പോൾ ഒരവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈസ് ആ മാറിനകത്ത് ഏത് വരാവൂ? ആറേ വരാവൂ. ആറ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. റിക്കറ്റ്സ് ഡാഷ് എ ഡെഫിഷ്യൻസി ഡിസീസ് എന്നാണ് പറയുന്നത്. അപ്പം റിക്കറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു എന്താണ്? രോഗമാണ്. രോഗത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ സിംഗുലർ ആയിരിക്കും എപ്പോഴും, ആകുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈസ് ആണ് കറക്റ്റ് ആൻസർ. റിക്കറ്റ്സ് ഈസ് എ ഡെഫിഷ്യൻസി ഡിസീസ് എന്നാണ് പറയേണ്ടത്. ഇനി അടുത്തത് ഓൾ ദ മിൽക്ക് ഡാഷ് ഓർ. ഓൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനുശേഷം വന്നിരിക്കുന്നത് നോക്കണം. ദ മിൽക്കാണ്. ദ മിൽക്ക് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ ആണ്. സോ ഇവിടെ സിംഗുലർ ഉപയോഗിക്കാവൂ. ഇവിടെ സിംഗുലർ ആയിട്ട് വന്നിരിക്കുന്നത് ഏതാ? വാസ് ആണ്. ഹാസ് നമുക്ക് പറ്റത്തില്ല, കാരണം ഒരു അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്, സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിനെയാണ് സൂചിപ്പിക്കുന്നത്, കുളിച്ചു പോയെന്ന അർത്ഥത്തിലാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഹാസ് നമുക്ക് പറ്റത്തില്ല, വാസേ നമുക്ക് പറ്റുകയുള്ളൂ. വാസ് ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. 100 rupees അതെപ്പോഴും എന്താണ്? യൂണിറ്റ് ആയിട്ടാണ് ഇവിടെ പരിഗണിക്കേണ്ടത്. യൂണിറ്റ് ആയിട്ടും പരിഗണിക്കാം, എന്താണ് പ്ലൂറലായിട്ടും പരിഗണിക്കാം. ഇവിടെ ഡിസ്ട്രിബ്യൂട്ടഡ് എന്നോ ഡിവൈഡഡ് എന്നോ ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ഇതിന് സിംഗിൾ യൂണിറ്റ് ആയിട്ട് പരിഗണിക്കണം. അപ്പോൾ ഈസ് ആണ് വരേണ്ടത്. ഈസ് ആകുന്നു എന്നർത്ഥത്തിലാണ്. അപ്പോൾ അത് സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. ബിയുടെ ഫോംസ് വരാവൂ. ബിയുടെ സിംഗുലർ ഈസ് ആണ് പ്രസന്റ് ടെൻസിൽ, അല്ലേ? അപ്പോൾ ഈസ് ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം ചിൽഡ്രൻ ഡാഷ് അഫ്രൈഡ് ഓഫ് സ്നേക്സ്. ഇത് പലപ്പോഴും ആവർത്തിക്കാറുണ്ട്, അല്ലേ? അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞതാണ് ആറാണ് വേണ്ടത്. ആർ അഫ്രൈഡ് ഓഫ് സ്നേക്സ്, കാരണം അതൊരു വസ്തുതയാണ്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. സ്ട്രേഞ്ച് വിയർഡ് ആൻഡ് ഫ്രൈറ്റിംഗ് ഡാഷ് ദ സൗണ്ട് ഓഫ് തണ്ടർ. ഈ ചോദ്യം കേൾക്കുമ്പോൾ നമ്മൾ ആദ്യമേ നോക്കുന്നത് ഇതാണ് സബ്ജക്റ്റ് ആയിട്ട് പരിഗണിച്ചുകൊണ്ട് ഇത് രണ്ടിൽ കൂടുതലുണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മളിവിടെ പ്ലൂറൽ ഫോം എഴുതി വെക്കും. എന്നാ മനസ്സിലാക്കേണ്ട കാര്യം ഇതെല്ലാം എന്താണ്? ആക്ച്വലി അഡ്ജക്റ്റീവ്സ് ആണ്. അഡ്ജക്റ്റീവ്സ് എപ്പോഴും എന്തിനെ വിശേഷിപ്പിക്കുന്നത്? നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ്. അപ്പൊ ഇവിടുത്തെ നൗൺ ഏതാ? സൗണ്ടാണ് ഇവിടുത്തെ നൗൺ. ദ സൗണ്ട് ഓഫ് തണ്ടർ എന്നാണ് ഇവിടുത്തെ നൗൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ സൗണ്ട്, തണ്ടറിന്റെ ശബ്ദം. ഈ സൗണ്ട് സ്ട്രേഞ്ചും വേർഡും ഫ്രൈറ്റനിങ്ങും ആണെന്നാണ് പറയുന്നത്, അല്ലേ? ഇനി മനസ്സിലാക്കേണ്ട കാര്യം ഒരു നൗൺ എപ്പോഴാണ് സബ്ജക്റ്റായി മാറുന്നത്? അതിൻ്റെ കൂടെ വെർബ് ഫോം വരുന്ന സമയത്ത്. ഇവിടെ വെർബ് ഫോം ആണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ ഇവിടുത്തെ വെർബ് ഫോം നമ്മൾ എഴുതേണ്ടത് എന്തിനെ ആശ്രയിച്ചാണ്? ഇവിടുത്തെ സബ്ജക്റ്റ് ആയ ദ സൗണ്ടിനെ ആശ്രയിച്ചാണ്. ദ സൗണ്ട് എന്ന സിംഗുലർ ആണ്. സിംഗുലർ ആയിട്ട് വരുമ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കേണ്ടതായിരിക്കണം. ഇവിടെ സിംഗുലർ ആയിട്ട് വന്നിരിക്കുന്നത് വാസ് ആണ്. വാസ് ആണ് കറക്റ്റ് ആൻസർ. ഇത് പലരും തെറ്റിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഓക്കെ, ദ സ്ട്രേഞ്ച് വിയർഡ് ആൻഡ് ഫ്രൈറ്റനിങ് വാസ് ദ സൗണ്ട് ഓഫ് തണ്ടർ. അതായത് ഇത് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ പറയേണ്ടത്? ദ സൗണ്ട് ഓഫ് തണ്ടർ വാസ് സ്ട്രേഞ്ച് വിയർഡ് ആൻഡ് ഫ്രൈറ്റനിങ് എന്നായിരുന്നു പറയേണ്ടത്. പക്ഷെ എൻ്റെ ഓർഡർ തെറ്റിച്ച് ഇങ്ങനെ തന്നിരിക്കുന്നു, നമ്മളെ തെറ്റിക്കാൻ വേണ്ടി, അല്ലേ? അപ്പോൾ ഇവിടെ വാസ് ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം ആൻ ഓണസ്റ്റ് മാൻ നെവർ ഡാഷ് ലൈസ്. അപ്പം ആൻ ഓണസ്റ്റ് മാൻ എന്ന് പറയുമ്പോഴേ നമുക്കറിയാം സിംഗുലർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെൽസ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ, കാരണം ഒരു ഫാക്റ്റ് ആണ്. ഫാക്റ്റ് എപ്പോഴും സിമ്പിൾ പ്രസന്റേ പറയത്തുള്ളൂ. അപ്പോൾ ടെൽസ് ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് പാർട്ട് ഓഫ് സെന്റൻസ്. ഇതിനകത്ത് നോക്കുക, വൺ ഓഫ് ദ വുമൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വൺ ഓഫിന് ശേഷം നമ്മൾ കൗണ്ടബിൾ ആണെങ്കിൽ നമ്മൾ പ്ലൂറൽ ഫോമിൽ എഴുതാവൂ. ഇവിടെ വുമൺ എന്നല്ല വിമൻ എന്നാണ് വേണ്ടത്. പ്ലൂറൽ ഫോമിലായിരുന്നു വരേണ്ടത്. അപ്പോൾ ഇതാണ് തെറ്റായിട്ടുള്ള ഭാഗം. എ ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. നെയ്തർ ഹി നോർ ഹിസ് ഫ്രണ്ട്. അപ്പോൾ നോറിന് ശേഷം വന്നിരിക്കുന്നത് സിംഗുലർ ആണ്. ഇവിടെ അറൈവ്ഡ് എന്ന് വന്നിട്ടുണ്ട്. അറൈവ്ഡ് എന്ന് V3 ഫോം ആണ്. നമ്മുടെ സബ്ജക്റ്റ് തുടങ്ങിയിരുന്നത് സെന്റൻസ് തുടങ്ങിയിരിക്കുന്നത് സബ്ജക്റ്റിലാണ്. സെന്റൻസ് സബ്ജക്റ്റിൽ തുടങ്ങുകയും V3 ഫോം വരികയാണ്. തീർച്ചയായിട്ടും ഇവിടെ ഹാവിന്റെ രൂപമാണ് വരേണ്ടത്. ഫ്രണ്ട് സിംഗുലർ ആയ സ്ഥിതിക്ക് ഹാവിന്റെ സിംഗുലർ ആയ ഹാസ് ആണ് വരേണ്ടത്. ഹാസ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം എ ഗുഡ് ഡീൽ ഓഫ് ഇൻഫർമേഷൻ ഡാഷ് ബീൻ കളക്ട് എന്ന് പറയുമ്പോൾ ഈ ബീൻ വന്ന സ്ഥിതിക്ക് നമുക്കറിയാം ഹാസോ ഹാവോ ഹാഡോ ആയിരിക്കണം വരേണ്ടത്. ഇത് എന്ന് പറയുമ്പോൾ എന്താണ്? ഇതൊരു സിമ്പിൾ സെന്റൻസ് ആണ്. പ്രസന്റിലേ പറയാവൂ. എ ഗുഡ് ഡീൽ ഓഫ് ഇൻഫർമേഷൻ ഞാൻ പറഞ്ഞു.
ഓഫിന് ശേഷം ഇൻഫർമേഷൻ. ഇതേ ചോദ്യം തന്നെ നേരത്തെയും ചോദിച്ചിട്ടുണ്ട് അല്ലേ? സെയിം ക്വസ്റ്റ്യൻ തന്നെ ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇൻഫർമേഷൻ അനുസരിച്ച് എഴുതുമ്പോൾ അത് സിംഗുലർ ആണ്, അപ്പോൾ ഹാസ് ബീൻ എന്നാണ് എഴുതേണ്ടത്. ഇവിടെ ഹാസ് ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് എഴുതാം, നോക്കാം. വൺ ഓഫ് ദ ബോയ്സ്, പിന്നെ വൺ ഓഫിലാണ് തുടങ്ങിയിരിക്കുന്നത്. വൺ ഓഫിൽ തുടങ്ങുന്ന സിംഗുലർ ആണ് വരേണ്ടത്. ടോൾഡ് നോക്കുക V3 ആണ്. അങ്ങനെ V3 വരികയും സബ്ജക്റ്റിൽ തുടങ്ങുകയും ചെയ്യുകയാണെങ്കിൽ ഇത് ഇവിടെ ആക്റ്റീവ് വോയിസ് ആണ്. ആക്റ്റീവ് വോയിസിൽ നമ്മൾ എഴുതേണ്ടത് ഹാവിന്റെ ഫോംസ് ആണ്. ഇവിടെ വൺ എന്ന സ്ഥിതിക്ക് ഹാവിന്റെ സിംഗുലർ ആയിട്ടുള്ള ഹാസ് ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. വൺ ഓഫ് ദ ബോയ്സ് ഹാസ് ടോൾഡ് മീ ദ ട്രൂത്ത്. ഹാസ് ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഹീ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടേഴ്സ് ദാറ്റ് ഡാഷ് എവർ ലീഡ് എന്ന് പറയുമ്പോൾ ഹീ ഈസ്, ഹീയിടയ്ക്ക് ഹീ സിംഗുലർ ആയത് നമ്മൾ ഈസ് എഴുതി. ഈ വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടേഴ്സിന് ശേഷം ദാറ്റ് വന്നു. ഞാൻ പറഞ്ഞു വൺ ഓഫ് എന്ന് പറഞ്ഞ ശേഷം ദാറ്റോ ഹൂവോ എന്നൊക്കെയുള്ള റിലേറ്റീവ് പ്രൊനൗൺ വരികയാണെങ്കിൽ പിന്നീട് അവിടെ പ്ലൂറൽ ഫോമേ ഉപയോഗിക്കാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇവിടെ എവർ എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴും അതിനേക്കാൾ ഉപരി ഇവിടെ ലീവ്ഡ് എന്ന് വന്നിട്ടുണ്ട്. ലീവ്ഡ് V3 ആണ്. സെന്റൻസ് തുടങ്ങിയിരിക്കുന്ന സബ്ജക്റ്റിലാണ്. അപ്പോൾ സബ്ജക്റ്റ് തുടങ്ങി നമ്മൾ V3 വരികയാണെങ്കിൽ ഹാവിന്റെ രൂപങ്ങൾ എഴുതാവൂ. ഇവിടെ ഹാവിന്റെ പ്ലൂറൽ ഫോമായ ഹാവ്, ഇതാണ് നമ്മൾ എഴുതേണ്ടത്, ഹാവ്. ഹി ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടേഴ്സ് ദാറ്റ് ഹാവ് എവർ ലീവ്ഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഈച്ച് വൺ ഓഫ് ദീസ് പ്ലോട്ട്സ് ഡാഷ് ടു ലെറ്റ്. അപ്പോൾ ഈച്ചിൽ തുടങ്ങിയിരിക്കുന്നു, സിംഗുലറേ വരാവൂ. അപ്പം ടു ലെറ്റ് എന്നൊക്കെ നമ്മൾ ടു ബ്ലെയിം എന്ന് പറയുന്ന പോലെ ടു ലെറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ബിയുടെ ഫോംസ് എഴുതാവൂ. ഇവിടെ ബിയുടെ സിംഗുലർ ആയിട്ടുള്ള ഈസ് ആണ് നമ്മൾ എഴുതുന്നത്. കാരണം ടെൻസ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല, സിമ്പിൾ സെന്റൻസ് ആണ്. പ്രസന്റ് ടെൻസ് ആയി പരിഗണിച്ചുകൂടെ നമുക്ക് ഈസ് എഴുതാം. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. നെയ്തർ രാജു നോർ ഗോപു. അപ്പം നോറിന് ശേഷം ഗോപു വന്നു അല്ലെ? ഇപ്പൊ ഗോപു സിംഗുലർ ആണ്. അപ്പൊ സിംഗുലർ ആയ സ്ഥിതിക്ക് ഇവിടെ സിംഗുലർ ആയിട്ടുള്ള ഏതാ? സീംസ് ആണ്. സീംസ് ആണ് കറക്റ്റ് ആൻസർ. ഇത് പ്രസന്റ് ടെൻസിലാണ് പരിഗണിക്കേണ്ടത്. ഇപ്പൊ സീമിന് വേണമെങ്കിൽ എഴുതാമായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇവിടെ പാസ്റ്റ് ടെൻസിന്റെ എന്തെങ്കിലും ടൈം വേർഡ് ഉണ്ടായിരുന്നുവെങ്കിൽ. ഇവിടെ അങ്ങനെ ഇല്ലാത്ത സ്ഥിതിക്ക് പ്രസന്റ് ടെൻസിനെ പരിഗണിക്കുക. സീംസ് ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, നെയ്തർ ഓഫ് അസ്. നമ്മൾക്ക് നെയ്തർ മാത്രമല്ല തുടങ്ങുമ്പോൾ എപ്പോഴും സിംഗുലർ ആയിരിക്കും. ഗോയിങ് എന്നാണ് വന്നിരിക്കുന്നത്. +ING ആണ്. സബ്ജക്റ്റിലാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ സബ്ജക്റ്റിൽ തുടങ്ങിയും ING ഫോം വരികയാണെങ്കിൽ ബിയുടെ ഫോംസ് വരാവും. ബിയുടെ സിംഗുലർ ആയിട്ടുള്ളത് ഏതാണ്? ഈസ് ആണ്. ഈസ് ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. 50 rupees ഡാഷ് വാട്ട് ഐ ആസ്ക് യു നൗ എന്ന് പറയുമ്പോൾ 50 rupees എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് സിംഗിൾ യൂണിറ്റ് ആണ്. സോ ഈസ് ആണ് നമുക്കിവിടെ പറ്റുക. ഈസ്. വാസ് പറ്റാം, പക്ഷേ എങ്ങനെ ഇവിടെ ടൈമിംഗ് വേർഡ് പാസ്റ്റ് ടെൻസിന്റെ വരണം. ഇല്ലാത്ത സ്ഥിതിക്ക് വാസ് പറ്റില്ല. ഈസ്. ആം പറ്റത്തില്ലല്ലോ, ആം ഐയുടെ കൂടെ പറ്റത്തുള്ളൂ. ഈസ് ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, ദ മിനിസ്റ്റർ അലോങ് വിത്ത് ഹിസ് ബോഡി ഗാർഡ്സ് എന്ന് പറയുമ്പോൾ അലോങ് വിത്ത് തൊട്ടും പോന്നിരിക്കുന്ന മിനിസ്റ്റർ ആണ്. അത് സിംഗുലർ ആണ്. അങ്ങനെ ആകുമ്പോൾ ഇവിടെ കൊല്ലപ്പെട്ടു എന്നാണ്. ഇപ്പൊ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ ഈ ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് തുടങ്ങിയാണെങ്കിൽ ഇവിടെ ബിയുടെ ഫോംസേ വരാവൂ അല്ലെ? ബിയുടെ ഫോംസേ വരാവൂ. ബിയുടെ ഫോംസ് ആയിട്ട് വരുമ്പോൾ ഇവിടെ നമുക്ക് സിംഗുലർ ആയിട്ട് വന്നിരിക്കുന്നത് വാസ് ആണ്. വാസ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇവിടെ കിൽഡ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് നടന്നു കഴിഞ്ഞ സംഭവമാണല്ലോ. ഇവിടെ നമുക്ക് വാസേ നമുക്ക് പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ വാസയോടെ ഇവിടെ സിംഗുലർ ആയിട്ട് ഉള്ളണം. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. വൺ ഓഫ് ദ 30 ബോയ്സ് ഓഫ് ദ ക്ലാസ് എന്ന് പറയുമ്പോൾ ഈ വൺ എന്താണ്? വണ്ണിലാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ സിംഗുലർ ആണ്. ഇന്ന് ആബ്സെന്റ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ ആകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ബിയുടെ ഫോംസേ വരാവൂ. അപ്പൊ ഈസ് ആബ്സെന്റ് ടുഡേ. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, നെയ്തർ ജോൺ നോർ മേരി എന്ന് പറയുമ്പോൾ മേരിയെ ആശ്രയിച്ചാണ് നമ്മൾ എഴുതേണ്ടത്. കാരണം നോറിന് ശേഷമുള്ളതിനെ ആശ്രയിക്കണം. മേരിയാണ്. അവരൊരു കാര്യം ചെയ്തു എന്നാണ് പറയുന്നത്. ഇവിടെ അപ്ലൈഡ് V3 ഫോമാണ്. സബ്ജക്റ്റിനാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ സബ്ജക്റ്റ് തുടങ്ങി നമ്മുടെ വെർബ് V3 ആണെങ്കിൽ ഹാവിന്റെ ഫോംസ് ആണ് വരുന്നത്. ഇവിടെ ഹാവിന്റെ സിംഗുലർ ആയിട്ടുള്ള ഹാസ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഈ ഹാബിനും ഹാസ്ബിനും ബിയുടെ ഫോംസ് ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. നെയ്തർ ഫുഡ് നോർ വാട്ടർ. ഇപ്പൊ നോറിന് ശേഷം വന്നിരിക്കുന്നത് വാട്ടർ ആണ്. വാട്ടർ അൺകൗണ്ടബിൾ ആണ്. അതെപ്പോഴും സിംഗുലർ ആണ് അല്ലേ? അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇവിടെ സിംഗുലർ ആയിട്ട് വന്നിരിക്കുന്നത് വാസ് ആണ്. അടുത്ത ചോദ്യം നോക്കുക. ദ ജൂറി ഡാഷ് ഗിവൺ എ യുനാനിമസ് വെർഡിക്റ്റ് ഓഫ് നോട്ട് ഗിൽറ്റി എന്ന് പറയുമ്പോൾ യുനാനിമസ് എന്ന് പറയുമ്പോൾ ഈ ജൂറിയെ എന്തായിട്ടാണ് കാണുന്നത്? സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ജൂറിയെ നമുക്ക് വ്യക്തികളായി പരിഗണിക്കുമ്പോൾ അത് പ്ലൂറലായി മാറുകയും ചെയ്യും. ഇവിടെ യുനാനിമസ് ഒരു യൂണിറ്റ് ആയിട്ട് കാണുന്നത് ജൂറി സിംഗുലർ ആണ്. ഇവിടെ ഗിവൺ വന്നു. ജൂറിയാണ് ഇവിടുത്തെ സബ്ജക്റ്റ്.
V3 ഫോം വന്നു. അപ്പോൾ അതനുസരിച്ച് ഇത് ആക്റ്റീവ് വോയിസ് ആണ്. അപ്പോൾ ഹാവിൻ്റെ രൂപങ്ങൾ എഴുതാവൂ. അപ്പോൾ ഇവിടെ ഹാവിൻ്റെ സിംഗിൾ ആയിട്ടുള്ള ഹാസ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. നെയ്തർ സിനു നോർ റിതു. അപ്പോൾ റിതു സിംഗുലർ ആണ്. ഡാഷ് ദ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ. അപ്പം അറിയാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് സബ്ജക്റ്റ് ആണ് അല്ലേ. അപ്പം അറിയാം എന്നാ പറയുമ്പോൾ എന്തായിരിക്കും? നോസ് ആണ് വേണ്ടത്. ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം ദ ജൂറി ആണ് ഡിവൈഡഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ വ്യക്തികളായിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പം പ്ലൂറൽ ഫോം ആണ് എഴുതേണ്ടത്. ഇവിടെ പ്ലൂറൽ ഫോം ആയിട്ട് വന്നിരിക്കുന്നത് വേർ ആണ്, വേർ. അടുത്ത ചോദ്യം നോക്കുക. ദ ക്രിമിനൽ ആസ് വെൽ എസ് അക്കംപ്ലീസ്. ക്രിമിനൽ എന്നുള്ള ആസ് വെൽസിന് മുമ്പ് വന്നിരിക്കുന്ന ക്രിമിനൽ ഇതാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. അറസ്റ്റഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് ആയ സ്ഥിതിക്ക് ഇവിടെ V3 ഫോം വന്നു. കാരണം ബിയുടെ ഫോംസ് ആണ് വരേണ്ടത്. ബിയുടെ ഫോംസ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഈസ്, ആം, ആർ, വാസ്, വെയർ ഉപയോഗിക്കാം. സിംഗിളർ ആയ സ്ഥിതിക്ക് നമുക്ക് ഈസോ വാസോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ നമുക്ക് വാസ് വന്നിട്ടുണ്ട്. വാസ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം 100ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. മിസ്റ്റർ ഗുപ്ത അക്കമ്പനീഡ് ബൈ ഹിസ് ടൂസർ. അപ്പോൾ അക്കമ്പനീഡ് ബൈ വരികയും അതിന് മുന്നിൽ മിസ്റ്റർ ഇങ്ങനെ വരികയും ചെയ്യുമ്പോൾ അതിന് മുന്നിലുള്ളതിനെ ആയിരിക്കും നമ്മൾ അക്കമ്പനീഡ് ബൈ, എലോങ് വിത്ത്, ആസ് വെൽ എസ് ഇതൊക്കെ വരുമ്പോൾ അതിന് മുന്നിലുള്ളതിനെ ആയിരിക്കണം നമ്മൾ ആശ്രയിക്കേണ്ടത്. മിസ്റ്റർ ഗുപ്ത ഒരാളേ ഉള്ളൂ. സിംഗിളർ ആണ് ഉപയോഗിക്കേണ്ടത്. ഗോയിങ് എന്ന് പറയുന്നു. ഇവർ സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റിൽ തുടങ്ങുകയും നമ്മുടെ വെർബ് ING ഫോമിലാണെങ്കിൽ നമ്മൾ ബിയുടെ ഫോംസ് ഉപയോഗിക്കാവൂ. ബിയുടെ ഫോംസ് സിംഗിളർ ആയിട്ട് വന്നിരിക്കുന്ന ഏതാണ്? ഈസ് ആണ്. ഈസ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം ദ ഹൗസ് വിത്ത് ഇറ്റ്സ് കണ്ടൻസ് ഡാഷ് അഷേർഡ് എന്ന് പറയുമ്പോൾ വിത്ത് വന്നിട്ടുണ്ട്. വിത്ത് വന്ന സ്ഥിതിക്ക് വിത്തിന് മുന്നിൽ വന്നിരിക്കുന്ന ഏതാ? ഹൗസ് ആണ്. ദ ഹൗസ് ആണ്. ദ ഹൗസ് എന്ന് പറയുന്നത് സിംഗിളർ ആണ്. അഷേർഡ് എന്ന് പറയുമ്പോൾ ദ ഹൗസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ് അല്ലേ. അഷേർഡ് V3 ആണ്. അപ്പം ഒബ്ജക്റ്റിൽ തുടങ്ങി ഇത്തരത്തിൽ V3 വരികയാണ്. നമ്മൾ ബിയുടെ ഫോംസ് ഉപയോഗിക്കാവും. ഈസ് ആയിരിക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. ഈസ് സിംഗുലർ ആണ്. ഓക്കെ, ഈസ് ഉപയോഗിക്കാം. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ദ റോയൽ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ഹാവ്. അപ്പം ദ റോയൽ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ആണ് ഇവിടുത്തെ എന്ത് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഹാവ് എ യുണീക്ക് കളക്ഷൻ ഓഫ് ഇമ്പോർട്ടഡ്. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് എന്ന് എഴുതാനല്ല ഉദ്ദേശിക്കുന്നത്. കളക്റ്റീവ് നോൺ കറക്റ്റായിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ ഫർണിച്ചർ ആണോ ഫർണിച്ചേഴ്സ് ആണോ നമ്മൾ എഴുതേണ്ടത്? നമ്മൾ മനസ്സിലാക്കേണ്ട കളക്റ്റീവ് നോൺ എപ്പോഴും നമ്മൾ സിംഗുലർ ആയിട്ടേ പറയത്തുള്ളൂ. ഫർണിച്ചർ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. $100 ഡാഷ് എ ഹൈ പ്രൈസ് ടു പേ എന്ന് പറയുമ്പോൾ ആകുന്നു എന്നർത്ഥത്തില്ല. $100 എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്. അപ്പം സിംഗുലർ ആയ സമയത്ത് ആകുന്നു എന്ന് പറയുമ്പോൾ ഈസ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഈസ് ആണ് കറക്റ്റ് ഉപയോഗിക്കുന്നത്. കാരണം ഇത് യൂണിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പം സിംഗുലറായി പറയത്തുള്ളൂ. അപ്പോൾ ഈസ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. വൺ എമോങ് ദ സ്റ്റാർസ് എന്ന് പറയുമ്പോൾ ഈ എമോങ്ങിന് തൊട്ട് മുമ്പ് വന്നിരിക്കുന്നതാണ് വരേണ്ടത്. വൺ ഓഫ്, വൺ എമോങ് എന്നൊക്കെ തുടങ്ങി വണ്ണിനെയാണ് ആശ്രയിച്ചാണ് നമ്മൾ എഴുതേണ്ടത്. എന്താണ്? അപ്പോൾ സിംഗുലർ ആണ്. ഇവിടെ സിംഗുലർ ആയിട്ട് വന്നിരിക്കുന്നത് ഏതാ? ഷൈൻസ് ആണ്. ഹാസ് ഷോണും ഉണ്ട്, ഷൈൻസും ഉണ്ട്. ഇന്നത്തെ ഷൈൻസ് നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ. കാരണം എന്താ? ഇവിടെ ഉദ്ദേശിക്കുന്ന മാർസിനെയാണ്. അപ്പോൾ യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. അപ്പം യൂണിവേഴ്സൽ ട്രൂത്ത് ഒക്കെ നമ്മൾ സിമ്പിൾ പ്രസന്റിലേ പറയത്തുള്ളൂ. ഷൈൻസ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഡാഷ് പാസ് ദ എക്സാമിനേഷൻ. നമ്മൾ പാസ്റ്റ് ഇവിടെ V3 വന്നിട്ടുണ്ട്. വൺ ഓഫ് മൈ ഫ്രണ്ട്സിന്റെ വണ്ണ് സബ്ജക്റ്റ് ആണ്. ഇപ്പൊ സബ്ജക്റ്റ് വരികയും V3 വരികയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ ഉപയോഗിക്കാവൂ? ഹാവിന്റെ രൂപ എഴുതാവൂ. ഇപ്പൊ വൺ സിംഗിളർ ആയ സ്ഥിതിക്ക് ഹാവിന്റെ സിംഗിളർ ആയ ഹാസ് ആയിരിക്കും നമ്മൾ എഴുതേണ്ടത്. അതാണ് ആൻസർ. അടുത്ത ചോദ്യം. മൈ ഫ്രണ്ട് ഡാഷ് മൈ ബ്രദർ ഈസ് ഇൽ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ നമുക്ക് ഈസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ആൻഡ് എഴുതാൻ പറ്റുമോ? ആൻഡ് എഴുതാൻ പറ്റില്ല. കാരണം എന്താ? ഇവിടെ പ്ലൂറൽ ആയി വരണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആൻഡ് എഴുതുന്നത് ഇവിടെ ഈസ് ആറായെങ്കിൽ നമുക്ക് ആൻഡ് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പൊ പിന്നെ നമുക്ക് പറ്റുന്ന ഏതൊക്കെ? നമുക്ക് ഏതർ ഓർ എഴുതാമായിരുന്നു. പക്ഷെ ഇവിടെ ഏതർ ഇല്ല, നേതറും ഇല്ല. വേണമെങ്കിൽ ഓർ നമുക്ക് എഴുതാം അല്ലേ. ഓർ നമുക്ക് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് ആസ് വെൽ എസ് നമുക്ക് എഴുതാം. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ആസ് വെൽ എസും ഓറും നമുക്ക് എഴുതാം. പക്ഷെ ഇവിടെ ഏതറും കൂടെ വന്നാലാണ് അത് കറക്റ്റ് വരിക. അപ്പോൾ നമുക്കിവിടെ ഓർ പറ്റത്തില്ല. അപ്പം ആസ് വെൽ എസ് ആണ് കറക്റ്റ് ആൻസർ. മൈ ഫ്രണ്ട് ആസ് വെൽ എസ് മൈ ബ്രദർ ഈസ് ഇൽ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. ഹേമ ഡാഷ് വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്. അപ്പൊ ഹേമ ആകുന്നു നടത്തില്ല. ഹേമ ഒരാളെ ഉള്ളൂ. അപ്പൊ ഈസ്. അടുത്ത ചോദ്യം. നൺ ഓഫ് ദ സ്റ്റുഡൻസ്. ഞാൻ പറഞ്ഞു നൺ ഓഫ് ദ, സം ഓഫ് ദ, എ ലോട്ട് ഓഫ്, അല്ലെങ്കിൽ ഗുഡ് ഡീൽ ഓഫ്, എ ഗ്രേറ്റ് ഡീൽ ഓഫ് എന്നൊക്കെ രീതി വരുമ്പോൾ ഓഫിന് ശേഷം വന്നിരിക്കുകയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. ദ സ്റ്റുഡൻസ് പ്ലൂറലാണ്. പ്ലൂറൽ ആസ്നി ഇവിടെ പ്ലൂറൽ ഫോം ആണ് എഴുതേണ്ടത്. നോക്കുക.
ഇവരാണ് സബ്ജക്റ്റ് ആയ സ്ഥിതിക്ക് നമ്മൾ ഹാവ് പ്ലസ് V3 ആണ് പറയേണ്ടത് അല്ലേ. ഇവിടെ ഹാവ് ഡൺ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഹാവ് ഡൺ ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ വാസ് ഡൺ ആക്കി കഴിഞ്ഞാൽ ഇവർ ഒബ്ജക്റ്റ് ആയി മാറും അല്ലേ. ഹാസ് ഡൺ നമുക്ക് പറ്റത്തില്ല, കാരണം പ്ലൂറലാണ്. ഡസ് ഡു എന്ന് നമുക്ക് പറയത്തില്ല. ഓക്കെ, അപ്പൊ നൺ ഓഫ് സ്റ്റുഡൻസ് ഹാവ് ഡൺ ദർ അസൈൻമെന്റ്സ്. ഇപ്പം ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഡി എന്ന് പറയുന്ന ഓപ്ഷൻ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. വൺ ഓഫ് ദ പെപ്പേഴ്സ്. വൺ ഓഫ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, വൺ സിംഗുലർ ആണ്. സോ ഇവിടെ കനലിന് വെളിയിലാണെന്നാണ് പറയുന്നത്. അപ്പൊ ആകുന്നു എന്ന് പറയുമ്പോൾ അല്ല, ഇവിടെ കനലിന് പുറത്ത് പോയെന്നാണ് പറയുന്നത്. പുറത്ത് പോയെന്ന് പറയുമ്പോൾ നമുക്ക് ഏതായിരിക്കും പറയുന്നത്, ഗെറ്റ് ഔട്ട് എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ വൺ സ്ഥിതിക്ക് നമുക്ക് ഗെറ്റ്സ് ഔട്ട് ആണ് നമുക്ക് പറയാം. ഗെറ്റ്സ് ആണ് സിംഗുലർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. റാണി ആസ് വെൽ ആസ് ഹർ ഫ്രണ്ട്സ് ഡാഷ് വൺ എ പ്രൈസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആസ് വെൽ ആസ് വന്നു. ആസ് വെൽ ആസ് തൊട്ട് മുമ്പുള്ള റാണി സിംഗുലർ ആണ്. വൺ V3 ഫോം ആണ്. ഇപ്പൊ റാണി ഇത് സബ്ജക്റ്റിൽ തുടങ്ങി V3 ഫോം വരികയാണെങ്കിൽ വെച്ചാൽ ഹാവിന്റെ ഫോംസ് ആണ് ഉപയോഗിക്കേണ്ടത്. റാണി സിംഗുലർ ആയ സ്ഥിതിക്ക് ഹാവിന്റെ സിംഗുലറായ ഹാസ് നമുക്ക് ഉപയോഗിക്കാം. ഹാസ് ആണ് കറക്റ്റ് ആൻസർ. ഹാസ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഡാഷ് മുംബൈ നൗ. അപ്പൊ ആകുന്നു എന്നാണ്. ആകുന്നു എന്ന് പറയുമ്പോൾ ബിയുടെ ഫോംസ് ആണ് വരേണ്ടത്. പക്ഷെ ഇവിടെ നോക്കാം, ഇവിടെ നമുക്ക് വെർബ് ലീവ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ഒരാൾ മുംബൈയിൽ താമസിക്കുന്നു എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നമുക്ക് ഈസ് ലിവിങ് എന്ന് പറയാം. ഇവിടെ തന്നിട്ടില്ല, പകരം നമുക്ക് ലീവ്സ് പറയാം. ഓക്കെ, ലീവ്സ് ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം. വൺ ഓഫ് ദ ഗേൾസ് ഡാഷ് എ ബാഡ്മിന്റൺ പ്ലെയർ എന്ന് പറയുമ്പോൾ ആകുന്നു എന്നർത്ഥത്തില്ല. വൺ നമുക്കറിയാമല്ലോ, എപ്പോഴും പറയേണ്ട കാര്യമില്ല, സിംഗുലർ ആണ്. സോ ഈസ് എ ബാഡ്മിന്റൺ പ്ലെയർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഇതെല്ലാം കണ്ട് ആവർത്തിക്കാനല്ല അല്ലേ, ആവർത്തനത്തിന്റെ എന്താ ശേഖരമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ക്ലാസ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വർക്കൗട്ട് ചെയ്ത് പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇതേപോലുള്ള ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് വരിക. ഇവിടെ നോക്കാം. മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് സീവർസ് ക്രിട്ടിക് എന്ന് പറയുമ്പോൾ ഇവിടെ മൈ വന്നിട്ടുണ്ട്. ബെസ്റ്റ് ഫ്രണ്ടും സീവർസ് ക്രിട്ടിക്കിന് മുന്നിൽ മൈ വന്നു അല്ലേ, അല്ലെങ്കിൽ തുടക്കത്തിൽ എന്ത് വന്നു, പൊസസീവ് അഡ്ജക്റ്റീവ് വന്നു. അങ്ങനെ വരുമ്പോൾ ഇത് രണ്ടും ഒരാൾ തന്നെയാണ്. അപ്പൊ ആകുന്ന അർത്ഥത്തിൽ നമുക്ക് സിംഗുലർ ആയിട്ടുള്ള ഈസ് നമുക്ക് ഉപയോഗിക്കാം. വാസ് നമുക്ക് ഉപയോഗിക്കാം, പക്ഷെ ഇവിടെ പ്രത്യേകിച്ച് ടെൻസിൽ ടൈമിംഗ് ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പ്രസന്റ് ടെൻസ് ആയി പരിഗണിച്ചുകൊണ്ട് നമുക്ക് ഈസ് എഴുതാം. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. വൺ ഓഫ് ദ മെൻ. ഓക്കെ, വൺ വന്ന സ്ഥിതിക്ക് നമുക്ക് സിംഗുലർ ആണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ അറ്റൻഡഡ് എന്ന് വന്നു, V3 ഫോം ആണ്. വൺ ഓഫ് ദ മെൻ ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഹാവിന്റെ ഫോംസ് ആണ് വരേണ്ടത്. ഇവിടെ ഹാവിന്റെ സിംഗുലർ ആയിട്ടുള്ള ഹാസ് ആണ് വരേണ്ടത്. ഹാസ്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. നെയ്തർ ഓഫ് ദം ഡാഷ് ഇൻവൈറ്റഡ് ടു ദ പാർട്ടി. ഇത് നമ്മൾ നേരത്തെയും ഇതേ ചോദ്യം തന്നെ ആവർത്തിച്ചു. അവരെ വിളിച്ചില്ലെന്നാണ് പറയുന്നത്. അപ്പൊ നെയ്തർ ഓഫ് ദം ഇവിടുത്തെ എന്താണ്, ഒബ്ജക്റ്റ് ആണ്. ഇത് ഇൻവൈറ്റഡ് ഇവിടുത്തെ V3 ആണ്. അപ്പൊ ഇങ്ങനെ വരികയാണെങ്കിൽ ഇത് പാസീവ് വോയിസ് ആണ്. അപ്പൊ ബിയുടെ ഫോംസ് ആണ് ഉപയോഗിക്കേണ്ടത്. ബിയുടെ സിംഗുലർ ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് അല്ലെ. ബിയുടെ സിംഗുലർ ആയിട്ട് നമുക്ക് ഈസോ വാസോ ഒക്കെ ഉപയോഗിക്കാം. ഇവിടെ ഈസ് ഇല്ല, പകരം വാസ് ഉണ്ട്. വാസ് ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം. ദ ഹോഴ്സ് ആൻഡ് ക്യാരി ഇതിന്റെ മുന്നിൽ ദ വന്നു അല്ലെ. ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ വന്നു. അപ്പൊ ഇത് രണ്ടും ഒന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ സിംഗുലർ ആണ് ഉപയോഗിക്കേണ്ടത്. ഡോറിന്റെ അടുത്ത് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഉണ്ട് അല്ലെങ്കിൽ ആകുന്നു എന്ന അർത്ഥത്തിൽ ഈസ് ആണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ദ ടീച്ചർ ആസ് വെൽ എസ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ടീച്ചറാണ് ഇവിടെ. ആസ് വെൽ എസിന് മുമ്പ് വന്നിരിക്കുന്ന ടീച്ചറാണ്. ടീച്ചറിനെ ആശ്രയിച്ചാണ് നമുക്ക് എഴുതേണ്ടത്. ടീച്ചറിനെ ആശ്രയിച്ച് ടീച്ചർ സിംഗുലർ ആണ്. ഇവിടെ നോക്കുക, വർക്ക്സ് ടുഗദർ ഫോർ സക്സസ്. ഇതാണ് കറക്റ്റ്. ഇതെല്ലാം പ്ലൂറൽ ഫോമാണ്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഈച്ച് വരികയാണെങ്കിൽ നമ്മൾ എപ്പോഴും സിംഗുലർ ആണ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ മനസ്സിലാക്കേണ്ട ഇടയ്ക്ക് ഒരു ക്യാൻ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ നോക്കണം. ഈച്ച്, എവരി വൺ, എവരിബഡി എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ, എവരി. അതിനുശേഷം ക്യാൻ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും സിംഗുലർ ഫോം എഴുതാൻ പാടില്ല, റൂട്ട് ഫോം എഴുതാവൂ. റൂട്ട് ഫോം ആണെന്ന് നമുക്കറിയാം ടേക്ക് ആണ്. ഇതാണ് കറക്റ്റ് ആൻസർ. നമ്മൾ തെറ്റിക്കാൻ വേണ്ടി തന്നിരിക്കുകയാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. നെയ്തർ മൈ ബ്രദർ നോർ മൈ പേരൻസ് എന്ന് പറയുമ്പോൾ നോറിന് ശേഷം വന്നിരിക്കുന്ന ഏതാണ്, മൈ പേരൻസ് ആണ്. മൈ പേരൻസ് ആണ് പ്ലൂറലാണ്. പ്ലൂറൽ ആയ സ്ഥിതിക്ക് ഇവിടെ പ്ലൂറൽ ഫോം ആണ് വരേണ്ടത്. ഓക്കെ, ഹാവ് കം. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. വൺ ഓഫ് ദി പീപ്പിൾസ് ഡാഷ് സെലക്ടഡ് ഫോർ ദ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ വൺ സിംഗുലർ ആണ് നമുക്ക് മനസ്സിലായി. സെലക്ടഡ് എന്ന് പറയുമ്പോൾ V3 ആണ്. ഇവര് സ്വയം സെലക്ട് ചെയ്തതാണോ? അല്ല.
അപ്പം അങ്ങനെ ആകുമ്പോൾ ഈ വൺ ഓഫ് ദി പീപ്പിൾസ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് അല്ല, പകരം ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ബിയുടെ ഫോംസേ വരാവൂ. ബിയുടെ ഫോംസ് ആയിട്ട് വരുമ്പോൾ നമുക്കറിയാം സിംഗുലർ ആയിട്ട് വരുന്നതായിരിക്കും ഈസ് ആയിരിക്കും. ഈസ് ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ദ ഗേൾസ് ആസ് വെൽ എസ് ദ ടീച്ചർ എന്ന് പറയുമ്പോൾ ദ ഗേൾസ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. സോറി, ആസ് വെൽസിന് മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഗേൾസിനെ ആശ്രയിച്ച് വേണം എഴുതുക. ഇതേപോലെ നേരത്തെയും ചോദിച്ചു, നമ്മൾ കണ്ടതാണ് അല്ലേ. അപ്പൊ ഗേൾസ് എന്ന് പറഞ്ഞാൽ പ്ലൂറലാണ്. ഇപ്പോൾ പ്ലൂറലായിട്ടുള്ള സംഭവമാണ് വരേണ്ടത്. അവർ പോയെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ സബ്ജക്റ്റ് ഇവരാണ്. ഇതാണ് ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ V3 വന്നിട്ടുണ്ട്. V3 വരുമ്പോൾ സബ്ജക്റ്റ് തുടങ്ങി V3 വരികയാണ്. നമ്മൾ ഹാവിന്റെ ഫോംസ് ആണ് ഉപയോഗിക്കുന്നത്. ഗേൾസ് സിംഗുലർ ആയ സ്ഥിതിക്ക് നമുക്ക് ഹാവിന്റെ പ്ലൂറൽ ഫോമായ ഹാവ് നമുക്ക് ഉപയോഗിക്കാം. ഹാവ് ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ദ പ്രിൻസിപ്പൽ ആൻഡ് ചെയർമാൻ നോക്കാം. ഇവിടുത്തെ പ്രിൻസിപ്പൽ ആൻഡ് ചെയർമാൻ ഇതാ വന്നു തുടക്കത്തിൽ. അങ്ങനെ ഇത് ഒരാളാണ്. അപ്പൊ സിംഗുലറെ നമ്മൾ ഉപയോഗിക്കാവൂ. ഇവിടെ സിംഗുലർ ആയിട്ട് വന്നിരിക്കുന്ന ഏതാ? ഇവിടെ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തില്ല എന്നാ പറയുന്നത്. അപ്പൊ ഇത് സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് ആയ സ്ഥിതിക്ക് നമ്മൾ ഹാവ് പ്ലസ് V3 എഴുതാവും. ഹാവ് പ്ലസ് V3 ആയിട്ട് വന്നിരിക്കുന്ന ഏതാ? ഹാസ് നോട്ട് അറ്റൻഡഡ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഹാവ് നോട്ട് ബീൻ, ഹാസ് നോട്ട് ബീൻ എന്നൊക്കെ പറഞ്ഞാൽ പാസീവ് വോയിസ് ആയി പോകും. സബ്ജക്ട് തുടങ്ങിയ സ്ഥിതിക്ക് ഇത് ആക്റ്റീവ് വോയിസ് ആണ്. ആക്റ്റീവ് വോയിസിൽ നമുക്ക് പറയാൻ പറ്റുമോ? ഒന്നുകിൽ ഹാവ് നോട്ട് അറ്റൻഡഡ് അല്ലെങ്കിൽ ഹാസ് നോട്ട് അറ്റൻഡഡ്. ദ പ്രിൻസിപ്പൽ ആൻഡ് ചെയർമാൻ ഒരാളായ സ്ഥിതിക്ക് നമ്മൾ ഹാസ് നോട്ട് അറ്റൻഡഡ് എന്നേ പറയാൻ പറ്റും. അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, വൺ ഓഫ് മൈ സിസ്റ്റേഴ്സ്. ഓക്കെ, വണ്ണ് വീണ്ടും വന്നു. സിംഗുലർ ആണ്. മാരീഡ് എന്ന് പറയുമ്പോൾ ആ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ബിയുടെ സിംഗുലർ ഫോമായ ഈസ് ആണ് നമുക്ക് എഴുതാൻ പറ്റുക. അതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, either of the candidates dash scored good marks എന്ന് പറയുമ്പോൾ ഏതർ സിംഗുലർ ആണല്ലോ. ഇത് സബ്ജക്റ്റ് ആണ്. ഇവിടെ V3 ഫോം വന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ ഇത് ആക്റ്റീവ് വോയിസ് ആണ്. അങ്ങനെ ഒരു സമയത്ത് ഹാവിന്റെ ഫോംസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഹാവിന്റെ സിംഗുലർ ആയിട്ടുള്ള ഹാസ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഹാസ് ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, ബ്രെഡ് ആൻഡ് ബട്ടർ. നമുക്ക് ബ്രെഡ് ആൻഡ് ബട്ടർ സിംഗുലർ ആണ് എപ്പോഴും. ആകുന്നു, അപ്പം ഒരു വസ്തുതയാണ്. പ്രസന്റ് ടെൻസ് ആണ്. സിംഗുലർ ഈസ്. അടുത്ത ചോദ്യം, ചിൽഡ്രൻ ഓഫ് മൈ. ഇപ്പൊ ചിൽഡ്രൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓഫിന് മുമ്പ് വന്നിരിക്കുന്നത് ചിൽഡ്രൻ ആണ്. ഇപ്പൊ ചിൽഡ്രനെ ആശ്രയിച്ചാണ് നമ്മൾ എഴുതേണ്ടത്. ചിൽഡ്രൻ പ്ലൂറൽ ആണ്. പാർട്ടിസിപ്പേറ്റിംഗ് എന്ന് പറയുമ്പോൾ ING ഫോം ആണ്. ING ഫോം വരികയും ഇവിടെ സബ്ജക്റ്റും ആണെങ്കിൽ നമ്മൾ ബിയുടെ ഫോംസ് ആണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ആർ പാർട്ടിസിപ്പേറ്റിംഗ് എന്ന് നമുക്ക് പറയാം. ആറാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ദ ന്യൂസ് ഡാഷ് നോട്ട് ഗുഡ് ടു പാസ് എന്ന് പറയുമ്പോൾ ദ ന്യൂസ് സിംഗുലർ ആണ്. അപ്പോൾ നമുക്ക് ഈസ് ആണ് നമുക്ക് എഴുതാൻ പറ്റുക. അടുത്ത ചോദ്യം, നമുക്ക് ഹാസ് എന്തുകൊണ്ട് എഴുതിക്കൂടാ? ഹാസ് ഒരിക്കലും സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിനെ സൂചിപ്പിക്കുന്നതല്ല. ഇവിടെ ആകുന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ ഈസോ ആമോ ആറാണ് വരേണ്ടത്. അതിൽ ഈസ് ആണ് സിംഗുലർ. ഓക്കെ, അടുത്ത ചോദ്യം, ദ പ്രിൻസിപ്പൽ അലോങ് വിത്ത് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ അലോങ് വിത്ത് വന്നു. അലോങ് വിത്ത് ആസ് വെൽ ആസ് അക്കമ്പനീഡ് ബൈ എന്നൊക്കെ വരികയാണെങ്കിൽ ആദ്യം അതിനെ ആശ്രയിക്കുക. ദ പ്രിൻസിപ്പൽ ആണ്. ദ പ്രിൻസിപ്പൽ സിംഗുലർ ആണ്. സബ്ജക്റ്റ് ആണ്. ഇവിടെ ഗോയിങ് എന്ന് വന്നു. ING ഫോം വന്നു. അപ്പോൾ ഇവിടെ ബി ഫോംസ് വരാവും. ബിയിലെ സിംഗുലർ ആയിട്ട് ഈസ് ആണ്. ഈസ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം, മെനി എ മാൻ. ഞാൻ പറഞ്ഞു മെനിയെ എന്ന് വന്നു കഴിഞ്ഞാൽ സിംഗുലർ ആണ് വരേണ്ടത്. ഇവിടെ സിംഗുലർ ആണ് വരേണ്ടത്. ഇവിടെ സബ്ജക്റ്റ് ആണ്. ഇവിടെ V3 വന്നു. സോറി, ഇത് ടെൻഡഡ് ഗോൾഡ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഗോൾഡിനാൽ എന്ത് ചെയ്തു? ടെംപ്റ്റ് ചെയ്യപ്പെട്ടു, പ്രേരിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഗോൾഡ് പ്രേരിപ്പിച്ചു എന്ന് പറയും. ഗോൾഡ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. മെനിയമാൻ ഇവിടുത്തെ ഒബ്ജക്റ്റ് ആണ്. മെനിയമാൻ ഒബ്ജക്റ്റ് ആയ സ്ഥിതിക്ക് ഇവിടെ ടെംപ്റ്റഡ് V3 വന്ന സ്ഥിതിക്ക് നമ്മൾ ബി ഫോംസേ വരാവൂ. പാസീവ് വോയിസ് ആണ്. ബിയുടെ പാസീവ് വോയിസിൽ ബിയുടെ ഫോംസ് ആയിട്ട് നമുക്ക് എന്ത് പറയാം? ഈസോ വാസോ നമുക്ക് പറയാം. ഇവിടെ നമുക്ക് ഈസ് ആണ് വന്നിട്ടുള്ളത്. വസ്തുതയാണ്. സോ ഈസ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഏതർ യു ഓർ ഷീ എന്ന് പറയുമ്പോൾ രണ്ടാമത് വന്നിരിക്കുന്ന ഏതർ ഓർ നെയ്തർ നോർ ഒക്കെ വരുന്ന സമയത്ത് രണ്ടാമത് വന്നിരിക്കുന്നതായിരിക്കും നമ്മൾ ആശ്രയിക്കേണ്ടത്. ഷീ സിംഗുലർ ആണ്. ഗോട്ട് എന്ന് പറയുമ്പോൾ V3 ആണ്. അപ്പോൾ ഷീ സബ്ജക്റ്റ് ആണ് ഇവിടുത്തെ. V3 വന്നു. അപ്പോൾ ഹാവിന്റെ രൂപങ്ങളായ ഹാസോ ഹാവോ നമുക്ക് ഉപയോഗിക്കാം. സിംഗുലർ ആയ സ്ഥിതിക്ക് നമുക്ക് ഹാസ് ആണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. ഹാഡ് നമുക്ക് ഉപയോഗിക്കാമായിരുന്നു. പക്ഷേ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് ടൈമിംഗ് വേർഡ്, പാസ്റ്റ് ടെൻസിന്റെ ടൈമിംഗ് വേർഡ് ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ഹാഡ് ഉപയോഗിക്കാമായിരുന്നു. അങ്ങനെ തരാത്ത സ്ഥിതിക്ക് നമുക്ക് ഹാസേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അടുത്ത ചോദ്യം, ദ പ്രിൻസിപ്പൽ ആൻഡ് മാനേജർ. വീണ്ടും കണ്ടു വന്നിരിക്കുന്നു. പ്രിൻസിപ്പലിന്റെ മുന്നിൽ മാത്രമേ ഉള്ളൂ ദ. സോ ഇത് സിംഗുലർ ആണ്. സിംഗുലർ ആയിട്ട് പരിഗണിക്കുന്നു. ടുഡേ എന്ന് പറയുമ്പോൾ ഇന്നാണ്, പ്രസന്റ് ആണ്. സോ ഈസ് ആണ് വരേണ്ടത്. ഈസ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ദ ബ്രദേഴ്സ് ടുഗദർ വിത്ത് ദർ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ ടുഗദർ വിത്ത് വന്നു. ടുഗദർ വിത്ത് അക്കമ്പനീഡ് ബൈ അലോങ് വിത്ത് ആസ് വെൽ ആസ് എന്നൊക്കെ വരികയാണെങ്കിൽ അതിന് മുന്നിൽ വന്നിരിക്കുന്നതിന് നോക്കണം.
ദ ബ്രദേഴ്സ് ആണ്. ബ്രദേഴ്സ് എന്ന് പറയുമ്പോൾ പ്ലൂറലാണ്. പ്ലൂറലായ സ്ഥിതിക്ക് നമുക്ക് എന്തേ പറ്റത്തുള്ളൂ, ആകും ഇവിടെ ഉണ്ടെന്ന അർത്ഥത്തിലാണ് പറയുന്നത്. ബിയുടെ പ്ലൂറൽ ഫോം ആയിട്ടുള്ള ആർ, ഇതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദ ബോയ് അലോങ് വിത്ത് ദ ടൂറിസ്റ്റ് എന്ന് പറയുമ്പോൾ അലോങ് വിത്ത് വന്നിട്ടുണ്ട്. ബോയ് സിംഗുലർ ആണ്. ഗോൺ V3 ആണ്. അപ്പൊ സബ്ജക്റ്റും പിന്നെ V3 വന്നു. അപ്പൊ ഹാവിന്റെ രൂപങ്ങളാണ് വരേണ്ടത്. ഇവിടെ ഹാവിന്റെ സിംഗുലർ ആയിട്ടുള്ള ഹാസ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കുക. മെനി എ മിക്കിൾ ഡാഷ് എ മക്കൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഫാക്റ്റ് ആണ്. അപ്പൊ സിമ്പിൾ പ്രസന്റിലേ പറയാൻ പറ്റത്തുള്ളൂ. മെനി എന്ന് വന്നു, സിംഗുലർ ആയിരിക്കണം. അപ്പൊ മേക്സ്, ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഐ ഡാഷ് ജസ്റ്റ് കം എന്ന് പറയുമ്പോൾ ഈ ജസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തിനെ സൂചിപ്പിക്കുന്നതാണ്, പ്രസന്റ് പെർഫെക്റ്റിനെ സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ജസ്റ്റ് കഴിഞ്ഞിട്ട് V3 ഫോം ഇങ്ങനെ രീതി വരാണ്. ഇപ്പോഴും ഇവിടെ എന്താ വരാവോ, ഹാസ് ഓർ ഹാവ് ആണ് വരേണ്ടത്. ഇങ്ങനെയാണെങ്കിൽ ആക്റ്റീവ് വോയിസ് ആണെങ്കിൽ ഐ സബ്ജക്റ്റ് ഇവിടെ V3 വന്നു. അപ്പോൾ ഹാവിന്റെ ഫോംസ് ആയിട്ട് സംഭവം വരാവും. ഐയുടെ കൂടെ ഹാവേ നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ. ഐ പ്രസന്റ് ടെൻസിൽ പ്ലൂറൽ ആയിട്ടാണ് പരിഗണിക്കുന്നത്. ഐ ഹാവ് ജസ്റ്റ് കം എന്നാണ് പറയേണ്ടത്. അടുത്ത ചോദ്യം, എയ്തർ ദ പേരൻസ് ഓർ ദ ബോയ് എന്ന് പറയുമ്പോൾ ദ ബോയ് സിംഗുലർ ആണ്. ഇൻ ദിസ് അഫെയർ, ആ അഫെയറിൽ ആകുന്നു, ഉണ്ട് എന്ന് ഉൾപ്പെടുന്നു നടത്തില്ല. ഇവിടെ ഉൾപ്പെടുത്തുന്നതല്ല, ഇവിടെ ബ്ലെയിം ആണ് വന്നിരിക്കുന്നത് അല്ലെ. നമ്മുടെ ഓപ്ഷൻസിൽ ബ്ലെയിം എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈസ് ടു ബ്ലെയിം അല്ലെങ്കിൽ ആർ ടു ബ്ലെയിം എന്നാണ് പറയേണ്ടത്. ഇവിടെ ദ ബോയ് സിംഗുലർ ആണ്. അപ്പൊ ഈസ് ടു ബ്ലെയിം, ഇതാണ് കറക്റ്റ് ആൻസർ. നമുക്ക് ചോദ്യങ്ങളൊക്കെ തിരിച്ചും മറിച്ചൊക്കെയാണ് ചോദിക്കുന്നത് അല്ലെ. ഒരേ ചോദ്യം തന്നെ പല രീതിയിൽ ചോദിക്കുന്നുണ്ട്. എവരി ബോയ് ആൻഡ് എവരി ഗേൾ പറഞ്ഞു, എവരി വന്നു കഴിഞ്ഞാൽ സിംഗുലർ ആണ്. ക്യാനോ ഒന്നും ഇല്ലല്ലോ, ഇല്ല. അപ്പൊ അങ്ങനെ അപ്പോൾ ക്യാൻ അങ്ങനെ മോഡൽ ആക്സിസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് V1 ഫോം എഴുതാവും, ബേസ് ഫോം എഴുതാവും. അങ്ങനെ ഇല്ല എങ്കിൽ നമ്മൾ സിംഗുലർ ആയിട്ട് പരിഗണിച്ചുകൊണ്ട് സിംഗുലർ ഫോം എഴുതണം. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്, ഈ പാക്കറ്റ് നൽകിയെന്ന അവർ കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പം ഇത് ഒബ്ജക്റ്റാണ്. ഒബ്ജക്റ്റ് വരികയും ഇവിടെ V3 ഫോം വരികയാണെങ്കിൽ ബിയുടെ ഫോംസ് വരാവൂ. ബിയുടെ ഫോംസ് ആയിട്ട് നോക്കുമ്പോൾ ഇവിടെ സിംഗുലർ ആയിട്ട് വന്നിരിക്കുന്ന ഏതാ, വാസ് ആണ്. വാസ്, ഹാസ് ബിയുടെ ഫോം അല്ല. എവരി ബോയ് ആൻഡ് എവരി ഗേൾ വാസ് ഗിവൺ എ പാക്കറ്റ് ഓഫ് ചോക്ലേറ്റ്സ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇനി അടുത്ത് നോക്കുക, വൺ ഓഫ് മൈ കസിൻസ്. ഓക്കെ, വൺ വന്ന സ്ഥിതിക്ക് നമ്മൾ സിംഗുലർ ആണ് പരിഗണിക്കേണ്ടത്. അമേരിക്കയിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈസ് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ദ പ്രിൻസിപ്പൽ അലോങ് വിത്ത് ഉണ്ട്. അലോങ് വിത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പ്രിൻസിപ്പലിനെയാണ് പരിഗണിക്കേണ്ടത്. അവർ പിക്നിക്ക് പോകുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇപ്പം പ്രസന്റിൽ നടക്കുന്ന കാര്യമാണ്. അപ്പൊ ഈസ് ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്, ഈസ്. അടുത്ത ചോദ്യം, ദ ഫിസിക്സ്. ഫിസിക്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു വിഷയമാണ്. നമ്മുടെ അക്കാഡമിക് വിഷയങ്ങളുണ്ടല്ലോ, എസ്സിൽ അവസാനിക്കുന്ന അക്കാഡമിക് വിഷയങ്ങൾ. അപ്പോൾ അത് മാത്രമായിട്ട് പറയുവാണെങ്കിൽ നമ്മൾ അതിനെ സിംഗുലർ ആയിട്ടേ പരിഗണിക്കത്തുള്ളൂ. എന്നാൽ ഇതിന്റെ തൊട്ട് മുമ്പ് പൊസസീവ് അഡ്ജക്റ്റീവ് വരും. ഇപ്പൊ ഹിസ് ഫിസിക്സ് എന്നാണെങ്കിൽ നമ്മളിവിടെ ആർ എന്ന് ഉപയോഗിക്കണമായിരുന്നു. ഇവിടെ ഫിസിക്സ് എന്ന് മാത്രമേ ഉള്ളപ്പോൾ നമുക്ക് ഈസ് ഉപയോഗിക്കാം. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ്. അപ്പോൾ ഈച്ചിൽ വന്നു. ഇവിടെ പ്രത്യേകിച്ച് മോഡൽ ആക്സിസും തന്നിട്ടില്ല. സോ നമുക്ക് ധൈര്യമായിട്ട് സിംഗുലർ ആയിട്ടുള്ള ഉപയോഗിക്കാം. ഇവിടെ ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് എന്ന ഒബ്ജക്റ്റ് ആണ്. കാരണം ഓരോ സ്റ്റുഡൻസിനും ഗിഫ്റ്റ് കൊടുത്തെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ബിയുടെ ഫോംസേ വരാവൂ. ഇത് പാസീവ് വോയിസ് ആണ്. ബിയുടെ ഫോംസിൽ ഇവിടെ സിംഗുലർ ആയിട്ട് വന്നിരിക്കുന്നത് വാസ് ആണ്. വാസ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, വൺ ഓഫ് ഹിസ് ഡാഷ് ഇസ് സ്റ്റഡിങ് ഇൻ മുംബൈ എന്ന് പറയുമ്പോൾ ഇവിടെ പ്ലൂറൽ ആയിട്ടുള്ള സംഭവമാണ് വരേണ്ടത്. വൺ ഓഫിന് ശേഷം പ്ലൂറൽ ഫോം ആണ് വരേണ്ടത്. അപ്പൊ സൺസ് എന്നാണ് വരേണ്ടത്, സൺസ്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ദ ടീച്ചർ അലോങ് വിത്ത് സ്റ്റുഡൻസ്. അപ്പൊ അലോങ് വിത്ത് അല്ലേ. അപ്പൊ അലോങ് വിത്ത് എന്ന് വെച്ചാൽ അനുമ്പ് വന്നിരിക്കുന്നത്. അലോങ് വിത്ത് ആസ് വെൽ ആസ് അക്കമ്പനീഡ് ബൈ, ടുഗദർ വിത്ത് അല്ലെ. ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അനുമ്പ് വന്നിരിക്കുന്നത്. അപ്പൊ ടീച്ചറാണ്. ടീച്ചർ സിംഗുലർ ആണ്. അപ്പൊ അങ്ങനെ സിംഗുലർ ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ഹാസ് അറൈവ്ഡ് ആണ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, ഈച്ച് ഓഫ് ദ പ്ലേസ്. വീണ്ടും ഈച്ച് വന്നിട്ടുണ്ട്. അപ്പൊ സിംഗുലർ ആണ് വരേണ്ടത്. അപ്പം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ പൊസസീവ് അഡ്ജക്റ്റീവ്, പൊസസീവിനെ സൂചിപ്പിക്കുന്ന പൊസഷനെ സൂചിപ്പിക്കുന്ന നമ്മൾ ഉപയോഗിക്കണം. അത് ഹാസ് ഹാവ് ആണ്. ഇവിടെ സിംഗുലർ ആയ സ്ഥിതിക്ക് നമുക്ക് ഹാസ് ഉപയോഗിക്കാം. ഹാഡ് നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ഇവിടെ എന്തില്ല, ടെൻസ് ഫോമിന് പാസ്റ്റ് ടെൻസിനെ സൂചിപ്പിക്കുന്ന ടൈം വേർഡ് ഇല്ല. അപ്പൊ ഇവിടെ ഹാസ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഗോൾഡ് ആസ് വെൽ എസ്. അപ്പൊ ആസ് വെൽ എസ് വന്നു. അപ്പൊ ഗോൾഡ് ആണ് മെയിൻ സബ്ജക്റ്റ്. ഗോൾഡ് സിംഗുലർ ആണ്. ഇത് വസ്തുതാപരമായിട്ടൊരു കാര്യമാണ്. ഫൗണ്ട് V3 വന്നു. ഇവിടെ സ്വർണത്തെ കാണപ്പെടുന്നു എന്നർത്ഥത്തില്ല. ഇതെന്ന് പറയുന്നത് ഇവിടുത്തെ ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് വരികയും V3 വരികയും ചെയ്യാണ്. ബിയുടെ ഫോംസ് ആണ് ഇവർ ഉപയോഗിക്കേണ്ടത്. ബിയുടെ സിംഗുലർ ഫോം ഈസ് ആണ്. ഈസ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അവർ സ്റ്റുഡൻസ് ഡാഷ് ജസ്റ്റ് ഹാഡ് ദ ഡിന്നർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ജസ്റ്റ് വന്നിട്ടുണ്ട്.
ജസ്റ്റ് വരികയും അതിനുശേഷം V3 വരികയും ചെയ്യുകയാണെങ്കിൽ നമ്മളിത് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എന്താണ് ഈ ഹാഡ് എന്ന് പറയുന്നത് V3 ഫോമാണ്. ഹാവിൻ്റെ V3 ഹാഡ്. അവർ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. ഞങ്ങളുടെ സ്റ്റുഡൻസ് കഴിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ കഴിക്കുക എന്ന് പറയുന്നത് ഹാഡ് കഴിച്ചു എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ആ പ്രവൃത്തി ചെയ്ത് അവർ സ്റ്റുഡൻസ് അപ്പോൾ സബ്ജക്റ്റ് ആണ്. അപ്പോൾ അങ്ങനെ V3 വരികയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരേണ്ടത്? എപ്പോഴും ഹാവിൻ്റെ ഫോംസ് ആണ് വരേണ്ടത്. അവർ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് പ്ലൂറൽ ആയതുകൊണ്ട് ഹാവിൻ്റെ പ്ലൂറൽ ഫോമായ ഹാവ് നമുക്ക് എഴുതാം. അതാണ് കറക്റ്റ് ആൻസർ. അടുത്ത് സുമതീസ് പേരൻസ് എന്ന് പറയുമ്പോൾ ഒത്തിരി പേരുണ്ട് അല്ലെ? ഒത്തിരി പേരല്ല, 2 പേരാണ് സുമതീസ് പേരൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നിൽ കൂടുതലുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പ്ലൂറലാണ്. ഡാഷ് വിസിറ്റഡ് താജ്മഹൽ എന്ന് പറയുമ്പോൾ സുമതീസ് പേരൻസ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. വിസിറ്റഡ് എന്ന് പറയുന്നത് V3 ആണ്. അപ്പം സബ്ജക്റ്റും V3യും വരികയാണെങ്കിൽ ഇവിടെ ഹാവിൻ്റെ ഫോംസ് ഉപയോഗിക്കാവൂ. ഹാവിൻ്റെ പ്ലൂറൽ ഫോമായ ഹാവ് നമുക്ക് ഉപയോഗിക്കാം. ഹാവ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. മെനി എ മാൻ. മെനി എ മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗുലർ ആണ് എപ്പോഴും. അപ്പം ഇവിടെ ആർച്ച്ഡ് V3 ആണ്. മെനി എ മാൻ ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ ഹാവിൻ്റെ ഫോംസ് ആണ് വരേണ്ടത്. ഇവിടെ മെനി എ മാൻ എന്ന് പറയുന്നത് സിംഗുലർ ആയത്തേക്ക് ഹാവിൻ്റെ സിംഗുലർ ഫോമായ ഹാസ് നമുക്ക് ഉപയോഗിക്കാം. എന്നോട് ഏർജ് ചെയ്തു, എന്നെ പ്രേരിപ്പിച്ചു എന്നർത്ഥമില്ല അല്ലേ? അപ്പം പ്രേരിപ്പിക്കുക എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്ത് ഇവരാണ്. ഇവർ സബ്ജക്റ്റ് ആണ്. ഇവിടെ V3 വന്നു. അപ്പോൾ ഹാവിൻ്റെ ഫോംസ് വരണം. ഇവിടെ മെനി എ മാൻ സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ഹാസ് എഴുതി. അടുത്ത ചോദ്യം. ദ ബ്രദേഴ്സ് ആസ് വെൽ എസ് ദർ സിസ്റ്റർ എന്ന് പറയുമ്പോൾ ആസ് വെൽ എസ് വന്നു. അതിൻ്റെ ഒട്ട് വന്നിരിക്കുന്നത് ബ്രദേഴ്സ് ആണ്. ബ്രദേഴ്സ് പ്ലൂറലാണ്. അപ്പോൾ ഇവിടെ അവർ നല്ലതാണെന്നാണ് പറയുന്നത്. ബ്രദേഴ്സ് അപ്പോൾ ബിയുടെ ഫോംസ് ആണ് വരേണ്ടത്. ബിയുടെ പ്ലൂറൽ ഫോമായ ആറാണ് വരേണ്ടത്. ബ്രദേഴ്സ് എന്ന സ്ഥിതിക്ക് ആറാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നോക്കുക. ദ സിംഗർ ആൻഡ് ഡാൻസർ ഡാഷ് ഓഫ് ദ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ നോക്കുക, ദ ആദ്യത്തിന്റെ മുന്നിൽ വന്നു. ഇത് രണ്ടും ഒരാൾ തന്നെ ആയിരിക്കും. സബ്ജക്റ്റ് ആണ്. ലെഫ്റ്റ് എന്ന് പറയുന്നത് V3 ആണ്. അപ്പോൾ ഹാവിൻ്റെ ഫോംസ് ആണ് വരേണ്ടത്. ഇവിടെ ഹാവിൻ്റെ ഏത് ഫോം വരാവും? സിംഗുലർ ഫോമായ ഹാസേ വരാവും. ഓക്കെ. ഇനി അടുത്ത ചോദ്യം 151ാമത്തെ ചോദ്യം. ദ പ്രിൻസിപ്പൽ ഡാഷ് ടു സ്പീക്ക് ടു യു എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പളിന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ സിംഗുലർ ആണ്. അപ്പോൾ അങ്ങനെ സ്ഥിതിക്ക് വാണ്ട്സ് ആണ് വരേണ്ടത്. നമ്മൾ ഈസ് വാണ്ടിങ് എന്ന് പറയത്തില്ല. കാരണം വാണ്ട് എന്ന് പറയുന്ന വെർബിന് കണ്ടിന്യൂസ് ടെൻസ് ഫോമുകളില്ല. വാണ്ടിങ് എന്ന് മാത്രം പറയാം. പക്ഷേ ഈസ് വാണ്ടിങ് എന്നോ വാസ് വാണ്ടിങ് എന്നോ വിൽ ബി വാണ്ടിങ് എന്നൊന്നും പറയാൻ പാടില്ല. അപ്പോൾ ഇവിടെ വാണ്ടിങ് ടെൻസ് ഫോം ഇല്ലാത്തതുകൊണ്ട് അതും ഒഴിവാക്കി വാണ്ട്സ് ആണ് കറക്റ്റ് ആൻസർ. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈച്ച് വൺ ഓഫ് യു ഡാഷ് സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ഈച്ചിൽ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും സ്പെഷ്യൽ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ആകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ബിയുടെ ഫോംസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഈച്ച് സിംഗിളറൈസിലേക്ക് നമുക്ക് ബിയുടെ സിംഗുലർ ഫോം ഈസ് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. തീർച്ചയായിട്ടും ഈ 152 ചോദ്യവും നമ്മൾ പഠിച്ചപ്പോൾ മനസ്സിലായി. പല ചോദ്യങ്ങളും പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവർത്തിച്ചൊക്കെ PSC ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലാസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മസ്റ്റ് വാച്ച് ക്ലാസ് തന്നെ ആണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. കാരണം 2003 മുതൽ 2024 വരെയുള്ള ആ കാലഘട്ടത്തിൽ ചോദിച്ചിട്ടുള്ള കോൺകോഡുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നമ്മുടെ പരീക്ഷയിൽ ഏറ്റവും നമ്മൾ തെറ്റിക്കുന്നത് കോൺകോഡ് പോലെയുള്ളതായിരിക്കും. നമ്മൾ പഠിച്ചുകൊണ്ട് പോകുന്ന പോലെ ആയിരിക്കത്തില്ല ചിലപ്പം ചോദ്യം. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ആദ്യം അഡ്ജക്റ്റീവ്സ് തന്നിട്ട് നമുക്ക് പിന്നീട് സബ്ജക്റ്റ് തന്ന ആ രീതി. ഇപ്പം സ്ട്രേഞ്ച് വിയേർഡ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നല്ലോ. അത് കാണും നമ്മൾ വിചാരിക്കും അതായിരിക്കും സബ്ജക്റ്റ്. നമ്മൾ അതിനനുസരിച്ച് വെർബ് എഴുതി വെക്കും. എന്നാൽ ദ സൗണ്ട് ഓഫ് തണ്ടർ എന്നുള്ളതാണ് അവിടുത്തെ സബ്ജക്റ്റ് എന്ന് വരിക. അപ്പം അങ്ങനെയൊക്കെ മാറ്റിയും തിരിച്ചൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പം എന്തുകൊണ്ടും ഈ ക്ലാസ് കണ്ടതിലൂടെ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവും. പല ടിപ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഞാൻ ഒരു സെന്റൻസ് ആക്റ്റീവ് ആണോ പാസീവ് ആണോ തിരിച്ചറിയാനുള്ള പ്രധാന മാർഗം എന്താ? ആ സെന്റൻസ് എന്തിൽ തുടങ്ങിയിരിക്കുന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ആ സെന്റൻസ് സബ്ജക്റ്റിലാണ് തുടങ്ങിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ആക്റ്റീവ് വൈസ് ആയിരിക്കും. പാസീവ് വൈസ് ആണെങ്കിൽ ഒബ്ജക്റ്റിലായിരിക്കും തുടങ്ങിയത്. അപ്പം നമുക്ക് ഈസും ഹാസും തരും, എന്നിട്ട് V3 തരും. ഈസും ഹാസില്ലാത്തതായിരിക്കും നമുക്ക് എഴുതേണ്ടത്. അതിനുശേഷം V3 ഫോമാണ് തന്നിരിക്കുന്നത്. V3 ഫോമിന് മുന്നിൽ നമുക്ക് ഈസോ ഹാസോ നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ ആക്റ്റീവ് വോയിസ് ആണെങ്കിൽ നമുക്ക് ഹാസ് എഴുതാൻ പറ്റത്തുള്ളൂ, പാസീവ് വോയിസ് ആണെങ്കിൽ നമുക്ക് ഈസ് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന സെന്റൻസ് എന്തിലാണ് തുടങ്ങിയിരിക്കുന്നത് നമ്മൾ നോക്കണം. സബ്ജക്റ്റിലാണെങ്കിൽ അത് ആക്റ്റീവ് വോയിസ് ആയിരിക്കും, ഒബ്ജക്റ്റിലാണെങ്കിൽ അത് പാസീവ് വോയിസ് ആയിരിക്കും. ആ ടിപ്സൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിനോടൊപ്പം തന്നെ നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ നമ്മൾ ഈ പറയുന്ന എല്ലാ പരീക്ഷകൾക്കും വേണ്ടി നമ്മൾ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. ആ കോഴ്സിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.